Welcome to the revision series for KVS Common Paper. TGT, PGT, PRT എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ് ഈ ഒരു കോമൺ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സിലബസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അബൌട്ട് ദ സിലബസ് നമ്മൾ നടത്തിയിരുന്നു. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു റിവൈസ് ബിക്കോസ് the exam is around the corner. Okay, dates വളരെ പെട്ടെന്ന് അടുത്തെത്തുന്നത്. So we have to revise. ഇനിയിപ്പം revision is the key to success എന്നുള്ളതാണ്. അപ്പൊ ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. So let's move forward and see what is in store for us. അപ്പൊ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ആ മാർക്കിംഗ് സ്കീം ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നെഗറ്റീവ് മാർക്കിംഗിന്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐഡിയലി നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, സോ ടോട്ടൽ 180 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് 1 മാർക്ക് പെർ ക്വസ്റ്റ്യൻ വരുന്നു. ഇൻകറക്റ്റ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. Total duration 3 മണിക്കൂറാണ്. Exam dates tentative 7th February to 6th March 2023 and mode of exam online computer based test അല്ലെങ്കിൽ CBT എന്നതിനെ പറയുന്നു. So this is a general information. Okay. Now ഇനി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ see what makes up your question paper എന്നുള്ളത്. അപ്പോൾ the first thing is command of general English, general Hindi. ഇത് രണ്ടും SSCയും ഫസ്റ്റ് പേപ്പറിനകത്ത്. പിന്നെ ജനറൽ നോളജ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്, കമ്പ്യൂട്ടർ ലിറ്ററസി, ഇത് സെക്കൻഡ് പാർട്ട്. ആൻഡ് ദെൻ തേർഡ് പാർട്ടിൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ദിസ് വിൽ ബി assessed. ആക്ച്വലി ഇതിന്റെ കീഴിൽ വരുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ പുതിയതാണ്. Okay, and fourth part will be your knowledge on the respective subject. നിങ്ങൾ ഏത് സബ്ജക്ട് ടീച്ചർ ആണോ അതിനകത്ത് ആ നോളജ് അസസ്മെന്റ് ആണ് ശരിക്കും ഫോർത്ത് പാർട്ടിൽ നടക്കുന്നത്. അപ്പൊ ഇത് എല്ലാം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒറ്റ ടെസ്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. there is ideally no break in between. ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു 3 മണിക്കൂറിന്റെ ടെസ്റ്റ് ആണ് നമുക്ക് ഇവിടെ നടക്കാൻ പോകുന്നത്. റൈറ്റ്. അപ്പോ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇത് ഓൾറെഡി നമ്മുടെ സിലബസ് വീഡിയോയിലുണ്ട്. ബട്ട് ദെൻ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മൈൻഡിൽ വെച്ചാൽ ദാറ്റ് വിൽ ആക്ച്വലി ബി റിയലി എ ലോട്ട് ഓഫ് ഹെൽപ്പ് ടു അസ്. അപ്പോ പാർട്ട് 1 ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഹിന്ദി, 10 ക്വസ്റ്റ്യൻസ് വീതം, 10 മാർക്സ് വീതം. ഇത് PGT, TGT ആണ്. ഓക്കെ, ഇനി ജനറൽ നോളജ് അതിന് 10 മാർക്സ്, റീസണിങ് എബിലിറ്റി 5, കമ്പ്യൂട്ടർ ലിറ്ററസി 5, ഇനി പാർട്ട് 3 പെർസ്പെക്റ്റീവ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് അതിനകത്തുനിന്ന് 40 ക്വസ്റ്റ്യൻസ് വരും മൊത്തത്തില്. ആൻഡ് 40 മാർക്കാണ് അവിടെ വരിക. ഇനി പാർട്ട് 4 നമ്മുടെ മെയിൻ സബ്ജക്ട്, അതിനകത്ത് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. ഇങ്ങനെയാണ് ആ ഒരു ടോട്ടൽ 180 മാർക്സ് വരുന്നത്. ഇനി PRT കാരുടെ കാര്യം നോക്കിയാലോ, ഇതിനകത്ത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമുക്കിവിടെ ഡിഫറൻസ് വരുന്നത് പാർട്ട് 3ലും 4ലും. അപ്പൊ 3ല് എന്താ 60 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പാർട്ട് 3ല് പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പിൽ നിന്ന്. ആൻഡ് 80 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 4ല്. മറ്റത് നോക്കിയാൽ 100 ക്വസ്റ്റ്യൻസ് പാർട്ട് 4ൽ നിന്ന് ഇവിടെ 80 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 4 അല്ലെങ്കിൽ ആ ഒരു മെയിൻ സബ്ജക്ട്സ് ഏരിയ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. റൈറ്റ്. സോ ലെറ്റ്സ് സീ വാട്ട് എൽസ് വി ഹാവ് ഹിയർ. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഇംഗ്ലീഷിന്റെ കാര്യമാണ്. അഗൈൻ ലെറ്റ് മി ജസ്റ്റ് റിമൈൻഡ് യു, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ ഈ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് PGT, TGT, PRT ഇവർക്കെല്ലാം 10 ക്വസ്റ്റ്യൻസ് വരും. 10 മാർക്കാണ് ഈ 10 ക്വസ്റ്റ്യൻസിന് വരിക. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ്. അറൌണ്ട് 5% ഒരു വെയിറ്റേജ് ഇപ്പം ഇതിന് മാത്രമായി അല്ലെ, ആ ഒരു പാർട്ട് 1ന് മാത്രമായി. സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പൊ പാർട്ട് 1ല് ആ ഒരു എന്താ പറയണ്ട സിലബസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ, വേർഡ് പവർ, ഗ്രാമർ ആൻഡ് യൂസേജ്, ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഗ്രാമർ ആൻഡ് യൂസേജ് കംപ്ലീറ്റ് നമുക്കൊന്ന് കവർ ചെയ്ത് വരണമെങ്കിൽ വി നീഡ് ടു കവർ ഓൾ ദീസ് തിങ്സ്. ഇതാണ് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന സിലബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദിസ് ഇസ് ഇപ്പൊ ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന് ചുരുക്കിയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഗ്രാമർ ആൻഡ് യൂസേജ് ആൻഡ് വേർഡ് പവർ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ഈ ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാണോ? കാരണം സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ടോപ്പിക് തന്നിട്ടുണ്ടെങ്കിൽ വി വിൽ നോ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന് പറയുമ്പോഴോ ക്വസ്റ്റ്യൻസ് എന്ത് യൂസേജിൽ നിന്നും വരാം, ഏത് ഗ്രാമർ ടോപ്പിക്കിൽ നിന്നും വരാം, ഏത് ഗ്രാമർ കോൺസെപ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം.
അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി we will discuss it. അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. സോ റിവിഷനിൽ ചുരുക്കി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. We will make it as quick as possible. ക്വസ്റ്റ്യൻ ടൈപ്സും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഓരോ കോൺസെപ്റ്റ് പറയുമ്പോഴും അതിന്റെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോ the first thing that we have to look out for is the comprehension passage. അപ്പൊ എന്താണ് ഈ ഒരു കോംപ്രിഹെൻഷൻ ടെസ്റ്റിന്റെ ഉദ്ദേശം? അപ്പോ ലാംഗ്വേജ് പേപ്പറിനകത്ത് നമുക്ക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ്, ഹൗ മച്ച് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. അപ്പൊ ഒരു കോംപ്രിഹെൻഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എത്ര മനസ്സിലായി, ഈ മനസ്സിലായതിനെ ഹൗ ക്യാൻ വി റീപ്രൊഡ്യൂസ് ദ ഇൻഫർമേഷൻ ദാറ്റ് വി ഓൾറെഡി നോ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്ത് വരുന്നത്. So let's quickly read this. You can read along with me. So, starting from here, this is the age of machine. Machines are everywhere. In the fields, in the factory, at home, in the street, in the city, in the country, everywhere. To fly, it is not necessary to have wings. There are machines. The swim under the sea, it is not necessary to have gills. There are machines. To kill our fellow men in overwhelming numbers, there are machines. Petrol machines alone provide 10 times more power than all human beings in the world. It is in the busiest countries, each individual has 600 human slaves in his machines. Now, what are the constituents of this abnormal power? Before the war, it looked as though it might be possible for the first time in history to provide food and clothing and shelter for the teeming population of the world, every man, woman and child of the world. Adanathu every man, woman and child ennullതാണ്. Now this would have been the greatest triumphs of science, and yet if you remember, we saw the world crammed full of food and people hungry. Today the larders are bare and millions starving. There's the war, so that's the war, you would say, when the machines of peace once more begin to. Okay, അപ്പൊ ഞാനിപ്പോ ചെയ്ത എന്താ, ഞാൻ ഈ കോംപ്രിഹെൻഷൻ പാസേജ് കണ്ടപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഞാൻ ആ പാസേജ് അങ്ങ് വായിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാൻ ചാൻസ് ഉള്ള ഒന്നാണ് നമ്മൾ ആ പാസേജ് അങ്ങ് വായിക്കും. പാസേജ് അങ്ങ് വായിച്ചിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. വെൽ, ദാറ്റ് ഈസ് വൺ അപ്രോച്ച് ദാറ്റ് ഇസ് ഗുഡ്. ഓക്കെ, അതൊരു അപ്രോച്ച് ഓക്കെയാണ്. ബട്ട് ഐ വുഡ് സജസ്റ്റ് ടു ഡു ഇറ്റ് ദി അതർ വേ അറൗണ്ട്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, ഓടിച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയതിനു ശേഷം പിന്നെ നമ്മൾ പാസേജിലേക്ക് വരിക. അപ്പൊ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമ്മൾ തിരിച്ച് പാസേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാല് ആ ഒരു പാസേജിൽ ആ ഒരു സ്പെസിഫിക് ഏരിയ എത്തുമ്പോൾ നമുക്കറിയാം, യെസ്, ദിസ് ഈസ് റിംഗിങ് എ ബെൽ എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു ചോദ്യം അവിടെ എവിടെയോ ഉണ്ട്. സോ ക്വിക്ലി യു അണ്ടർലൈൻ ദാറ്റ് ഏരിയ, ഗോ ഓൺ റീഡിങ് അഗെയിൻ. സോ വീണ്ടും ആ ഒരു ഫീൽ അവിടെ വരികയാണ്, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അണ്ടർലൈൻ ദാറ്റ് ഏരിയ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് അങ്ങ് പോവുക. സോ ദെൻ വെൻ യു ഗോ ബാക്ക് ആൻഡ് സെർച്ച് ഫോർ ദ ഇൻഫർമേഷൻ അഗെയിൻ, it will be easy for you. അപ്പോ ഇവിടെ ആ ഒരു പാസേജ് ഞാൻ ഓൾറെഡി അത് വായിച്ചു. ഐഡിയലി you should pause the video and answer these questions. ഞാനിപ്പോ പെട്ടെന്ന് ആൻസേഴ്സ് ഞാൻ പറഞ്ഞങ്ങ് പോകാം, but you should pause the video and look for the answers. ഞാൻ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് go back and forth. So according to the passage, which of the following is not necessary to fly? വളരെ ഈസിയാണ് അല്ലേ, നമുക്കറിയാം. വിങ്സ് വേണ്ട എന്നാ പറയുന്നത്, കാരണം മെഷീൻസ് ഉണ്ടെന്ന്. പെട്രോൾ മെഷീൻ ഇസ് യൂസ് ടു പ്രൊവൈഡ് എന്താണ് 10 times more power than human beings in the world. അപ്പൊ ലെസ് പവർ അല്ല, ആസ് മച്ച് പവർ അല്ല, നൺ ഓഫ് ദി അബവ് അല്ല, 10 times more power. നമ്മളത് ഓൾറെഡി വായിച്ചതാണ്. സോ പാർട്ട് എ ഇറ്റ്സ് ദ റൈറ്റ് വൺ. Third question, what could be one of the greatest triumphs of science? സയൻസിന്റെ ഏറ്റവും വലിയൊരു triumph, to provide food, clothing and shelter to everyone, or none would get food, clothing and shelter? Definitely another triumph of science alla. Only rich people would get food? No, that's not a glory of science. People would get only clothing? Definitely no, adum science inde oru glory alla ennullada. So here what we need, again option A thaneyanu nammada right answer. Fourth one, this is the age of
machines, animal husbandry, agriculture, was ഈ കാര്യങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. So we should not get distracted from the right answer. ഇവിടെ again answer is option A, machines അല്ലേ? This is the age of machines എന്നാ പറയുന്നത്. So one more question to go. The machine age produces what? Goods ആണോ, food ആണോ, goods but avoids the consequences, അതോ none of the above? Well, the answer is option C, goods but it avoids the consequences എന്നുള്ളതാണ്. Okay, അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വിക്ക് ആയിട്ട് ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ സോൾവ് ചെയ്യാം. But I would once again recommend you practice by first looking at the questions and then go back and read. അത് വായിക്കുന്ന സമയത്ത് നമ്മൾ ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മുടെ മൈൻഡിൽ ഇരിക്കുന്നത് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് അങ്ങ് പോവുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ പാസേജ്. അപ്പൊ അടുത്തത് നമുക്കുള്ളത് നമ്മുടെ ക്ലോസ് ടെസ്റ്റ് ആണ്. ഓക്കെ, സോ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് തന്നെയാണിത്. അപ്പോ ഇവിടെ എന്താ ശരിക്കും വരുന്നത്? ഫില്ലിംഗ് ഇൻ മിസ്സിംഗ് വേർഡ്സ് ഇൻ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പാസേജ് നമ്മൾ അവിടെ കാണുന്നത്, അതിനകത്ത് മിസ്സിംഗ് വേർഡ്സ് നമ്മൾ എടുത്തിടുക. അപ്പോ ഇവിടെ ശരിക്കും കോംപ്രിഹെൻഷൻ, നോളജ് ഓഫ് വൊക്കാബുലറി, ഇതൊക്കെയാണ് ശരിക്കും ഇതിനകത്ത് എന്താ പറയേണ്ടത്, അസസ് ചെയ്യുന്നത്. കോംപ്രിഹെൻഷനും നോളജ് ഓഫ് വൊക്കാബുലറിയും. കോംപ്രിഹെൻഷൻ എന്താണ്? നമുക്കത് മനസ്സിലാകണം. ആ വേർഡ് ഇല്ലാതെ തന്നെ ആ സെന്റൻസിന്റെ ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാകാൻ കഴിയണം. എന്നാലേ കറക്റ്റ് വേർഡ് നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് നമുക്ക് എടുത്ത് അവിടെ ഇടാൻ കഴിയുള്ളൂ. സോ ദാറ്റ് ഈസ് റിയലി വെരി ഇമ്പോർട്ടന്റ്. അതാണ് ഇവിടെ നോക്കുന്നത്. സോ ഇവിടെ നമുക്ക് 1, 2, 3, 4, 5 എണ്ണം. ആൻഡ് 5 എന്താ പറയേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസും ഇവിടെയുണ്ട്. സോ 5 questions ആണ് ഐഡിയലി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്ത് പോകുന്നത്. So quickly let's read it. So the principal advantage in having a clear-cut objective of business is that it does not derail. Okay, the enterprise does not stray. All right. അപ്പൊ ആദ്യത്തെ സെന്റൻസ് പറയുന്ന ഒരു പ്രിൻസിപ്പൽ അഡ്വാൻറ്റേജ്, ഒരു ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ് ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്നത് കൊണ്ട് ആ ഒരു ബിസിനസ് ഡീറെയിൽ ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നശിക്കില്ല എന്നുള്ളത്. ആൻഡ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം, ദ എന്റർപ്രൈസ് ഡസ് നോട്ട് സ്ട്രേ. വാട്ട് സ്ട്രേ? വാട്ട് സ്ട്രേ ഫ്രം ആണോ, സ്ട്രേ ഓൺ ആണോ, സ്ട്രേ അലോങ് ആണോ, സ്ട്രേ ടുവേർഡ്സ് ആണോ? അപ്പോ സ്ട്രേ ഡാഷ് ദ ഡയറക്റ്റ് റൂട്ട് ദാറ്റ് ഇറ്റ് ഹാസ് സെറ്റ് ഫോർ ഡാഷ്. അപ്പൊ ഈ സെക്കൻഡ് വണ്ണിൽ എന്താണ് വരുന്നത്? സെറ്റ് ഫോർ വാട്ട്, സെറ്റ് ഫോർ ഹൂ, അല്ലെ, എന്തിനു വേണ്ടിയിട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഇനി ഒന്ന് കൂട്ടി വായിച്ചു നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ നോക്ക്, സ്ട്രേ ഫ്രോം ദ ഡയറക്റ്റ് റൂട്ട് ഇറ്റ് ഹാസ് സെറ്റ് ഫോർ ഇറ്റ്സെൽഫ്. അത് അതിനു വേണ്ടി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റൂട്ട്. ദ സെന്റൻസ് നൗ becomes completely senseful എന്ന് പറയാം. Now enterprises with well-defined objectives can conveniently undertake 3. 3ൽ എന്താണ് ശരിക്കും അവിടെ വരേണ്ടത്? Undertake what? And follow long-range development policies. അപ്പൊ 3ൽ again that's one complete sentence there. അപ്പൊ well-defined objectives ഉള്ളവർക്ക് കൺവീനിയന്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാ. അപ്പൊ ഓപ്ഷൻസ് നോക്കിയ ക്വസ്റ്റ്യൻ നമ്പർ 3 പ്രൊഡക്ഷൻ ആണോ, റിസർച്ച് ആണോ, ഓഡിറ്റ് ആണോ, അപ്രൈസൽ ആണോ? അപ്പൊ ശരിക്കും എന്താ പറയേണ്ടത്, ഒരു പ്രൊഡക്ഷൻ ബിസിനസ്, ഓക്കെ, അവരുടെ പ്രൈമറി എയിം ആയിരിക്കില്ല റിസർച്ച് എന്ന് പറയുന്നത്. മേ ബി ദേ ഡു റിസർച്ച്. അപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ തന്നെയാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. സോ 3 is A. Now let's look for the next 2 answers. Recognition of objectives dash the temptation to compromise long-range dash for short-term gains and improves coordination in work and consistency in policy. അപ്പോ നാലാമത്തത് ശരിക്കും നമുക്ക് വേണ്ടത് recognition of objectives. അത് ഇൻവൈറ്റ് ചെയ്യോ, ഡിഫർ ചെയ്യോ, ഷിഫ്റ്റ് ചെയ്യോ, റിമൂവ് ചെയ്യോ? ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത് കൊണ്ട് ടെംപ്റ്റേഷൻ ആണ് ശരിക്കും അടുത്ത പിന്നെ എഴുതിയേക്കുന്ന വേർഡ്. അപ്പൊ ടെംപ്റ്റേഷൻ ടു കോംപ്രമൈസ് ആണ്, ടു കോംപ്രമൈസ് ലോങ് റേഞ്ച്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് റിമൂവ്സ് ദ ടെംപ്റ്റേഷൻ ടു കോംപ്രമൈസ് ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്. ലോങ് റേഞ്ച് ലോസസ് അല്ല, ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഫോർ ഷോർട്ട് ടേം ഗെയിൻസ്. അപ്പൊ ഷോർട്ട് ടേം ഗെയിൻസിൽ
ഫോക്കസ് ചെയ്ത വാട്ട് ഹാപ്പൻസ് ആ ഒബ്ജക്റ്റീവിൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ പോളിസി എന്ത്, അല്ലെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് വാണ്ട് ടു അച്ചീവ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ക്ലിയർ യുവർ ക്ലോസ് ടെസ്റ്റ്. അടുത്ത നമുക്ക് നോക്കാം. The next one that we have is error spotting ആണ്. Spot error. അപ്പൊ ഈ സ്പോട്ട് എറർ ശരിക്കും ഒരു വ്യക്തിയുടെ എബിലിറ്റി ടു ഐഡന്റിഫൈ ആണ്. ഐഡന്റിഫൈ വാട്ട്? ഐഡന്റിഫൈ ദ കറക്റ്റ് സ്ട്രക്ചർ ഇൻ റൈറ്റിംഗ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഗ്രാമർ ആകാം, സ്പെല്ലിംഗ് ആകാം, പങ്ക്ച്വേഷൻ ആകാം, ആ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ആകാം, വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ചെയ്തിട്ടുള്ളതാകാം. അപ്പൊ എന്തായിരുന്നാലും ഒരു എറർ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ചില സെന്റൻസസിനകത്ത് എറർ കാണില്ല. സോ യുവർ ഇൻസ്ട്രക്ഷൻ വിൽ ടെൽ യു എറർ ഇല്ല എങ്കിൽ യു ഷുഡ് ചൂസ് ഓപ്ഷൻ ഡി. കാരണം എല്ലാ ക്വസ്റ്റ്യനും ഓപ്ഷൻ ഡി നോ എറർ എന്നുള്ളതാണ്. So let us look at each of these. Either Ram or you is responsible for this action. അപ്പോ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അതോ നോ എറർ ആണോ? Either Ram or you. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ഒരു ചിന്ത ഇപ്പം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, either Ram or you are responsible ആണോ, is responsible ആണോ? അപ്പോ നമ്മൾ either or, neither nor ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിംഗുലർ വേർബ് ആണ് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് വരേണ്ടത്. കാരണം either Ram or you ഇപ്പൊ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് അവിടെ കാണുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് ആൻഡ് ഉപയോഗിക്കുന്നത് പോലെയല്ല. ആൻഡ് ഉപയോഗിച്ചാൽ രണ്ടും കമ്പൈൻ ചെയ്ത് അത് പ്ലൂറലായി. ഇവിടെ രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കണക്കാക്കുന്നു. അപ്പൊ ഈ സെന്റൻസ് കറക്റ്റാ. There is absolutely no error എന്നുള്ളത്. Let's look at the second one. The student flatly denied. അപ്പൊ എന്താണ് സ്റ്റുഡന്റ് അവിടെ ഡിനൈ ചെയ്തത്? That he had copied in the examination hall. അപ്പൊ എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഡി ആണോ? Question number 2. The student flatly denied that he had copied in the examination hall. Oh, ഒരു past perfect sentence. It's perfectly correct. There is no error in that. Question number 3 നമ്മൾ നോക്കിയാലോ. The brilliant success in the examination as well as his record in sports deserves high praise. Okay, അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ? The brilliant success in the examination as well as his record in sports deserves high praise. അപ്പൊ ഇവിടെ as well as കൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ഇവിടെ പറയുന്നു. Again, there is no error. The sentence is perfect എന്ന് പറയാം. Now, let's look at number 4. If it weren't for you, I wouldn't be alive today. If it weren't for you, I wouldn't be alive today. നാലാമത്തെ നമ്മൾ നോക്കിയാലും again, ideally നാലാമത്തേനകത്തും എറർ ഇല്ല എന്നുള്ളത്. ഞാൻ ഈ ചൂസ് ചെയ്ത 4 ക്വസ്റ്റ്യൻസിലും എറർ ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. നമുക്ക് ഈ ആദ്യത്തതിനകത്ത് എന്താ പറയേണ്ടത്? Right, guys, there is a slight change in the first question. അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനില് I'll tell you this rule. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ പറയണ്ട ഒരു എറർ ഉള്ളത്. 2, 3 and 4 നമുക്ക് എറേഴ്സ് ഇല്ല. ഫസ്റ്റ് വണ്ണില് there is an error. അപ്പൊ ഈ either or, neither nor ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ, സിംഗുലർ വേർബ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു റൂൾ. ബട്ട് there is an exception to this rule. അപ്പൊ either or നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സബ്ജക്ട് സിംഗുലർ ആവുകയും ഒരു സബ്ജക്ട് പ്ലൂറൽ ആവുകയും ചെയ്താൽ then we need to go for the plural verb. അപ്പൊ ഇവിടെ നമ്മുടെ കേസിൽ you is ideally plural. കാരണം യു ചിലപ്പം ഒരു വ്യക്തിയാകാം, ചിലപ്പം ഒന്നിലധികം വ്യക്തികളാകാം. So you is always considered plural as far as grammar is concerned. So ഇവിടെ ഓപ്ഷൻ ബിയിൽ നമുക്കൊരു എറർ ഉണ്ട്. So that's how you spot the error. നമുക്ക് ഈ റൂൾസിന്റെ നമുക്ക് ഓർമ്മ വരണം to spot the error. അപ്പം ആദ്യം ആ ഒരു യൂസേജിൽ തന്നെ നമ്മൾ അതിനെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ well and good എന്നുള്ളതാണ്. Again, number 5. Widespread flooding is affecting large areas of the villages. Okay, let's look at the question one. So, see, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് 1 alphabet was actually missing. ഈ A നേരത്തെ എഴുതിയപ്പോൾ മിസ്സിംഗ് ആയിരുന്നു. I just added it there.
So widespread flooding is affecting a large areas of the villages. അപ്പൊ ഇവിടെ പെട്ടെന്ന് അതിനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ പാർട്ട് സിയിലാണ് ഒരെണ്ണം ഉള്ളത്. ഈ ലാർജ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിൾ നമ്മൾ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ലാർജ് ഏരിയ ഒന്ന് ഇറ്റ്സ് നോട്ട് കൗണ്ടബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ എ ഇസ് ഐഡിയലി നോട്ട് റിക്വയർഡ്. ലാർജ് ഏരിയ ഇസ് മെഷറബിൾ ബട്ട് ഇറ്റ് ഇസ് നോട്ട് കൗണ്ടബിൾ എന്നുള്ളതാണ്. Now, question number 6. It's arrogant for you to assume you will win every time. It's arrogant for you. Error is in option A. And ഇവിടെ arrogant for you അല്ല, അതിനെ നമ്മൾ മാറ്റി of you ആക്കുമ്പോഴത്തേക്ക് ആ സെന്റൻസ് പെർഫെക്റ്റ് ആകും, ആ സെന്റൻസ് കറക്റ്റ് ആകും. So it's arrogant of you. That's how the sentence should go. അടുത്തത് നമുക്ക് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ഈ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അഗെയിൻ ആ ഒരു വ്യക്തിക്ക് സെന്റൻസ് സ്ട്രക്ചർ അറിയാമോ, ഗ്രാമർ അറിയാമോ, വൊക്കാബുലറി അറിയാമോ, ഓവറോൾ റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെയാണ്, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും ആ ഒരു സെന്റൻസ് ഇംപ്രൂവ്മെന്റിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന്. ഐഡിയലി നമ്മൾ ഫുൾ സെന്റൻസസ് എഴുതണം എന്നില്ല, because one may use the same words in many ways. Yeah, but the best way is only one that makes the perfect usage എന്നുള്ളത്. ഒരു വേർഡ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റിയും തിരിച്ചും നമുക്ക് ഉപയോഗിച്ച് ആ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എന്താ പറയേണ്ടത്, ഒരു സെന്റൻസിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഐഡിയലി there is only one way to arrive at a perfect sentence. Alright, അപ്പൊ ഇവിടെ so look at the instructions. In these questions, a part of the sentence is in bold. അപ്പൊ നമുക്ക് കാണാം ഇവിടെ ബോൾഡിലാണ് ഒരു പാർട്ട് ഓഫ് ദ സെന്റൻസ്. ബിലോ ദാറ്റ് ആർ ഓൾട്ടർനേറ്റീവ്സ് ടു ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ബോൾഡ് പാർട്ട്. ഈ ബോൾഡ് പാർട്ടിന് പകരം യൂസ് ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ്സ് അതിന്റെ താഴെയുണ്ട്. അപ്പോൾ ഈ സെന്റൻസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. ആൻഡ് ഹൗ ഡു വി ഡു ദാറ്റ് എന്നുള്ളതാണ്. സോ ഫോർ മോസ്റ്റ് പീപ്പിൾ ഹു എക്സസൈസ് അറ്റ് ദ മോർണിംഗ്, അപ്പോ ഇവിടെ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഇൻ ദ മോർണിംഗ് ആക്കണം. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഈ ഒരു മോർണിംഗിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഇൻ തന്നെയാണ്. കാരണം മോർണിംഗ് എന്ന് പറയുന്നത് ഇസ് എ പ്രിറ്റി ലോങ് പീരിയഡ് ഓഫ് ടൈം. ഒരു 3, 4, 5 മണിക്കൂർ പെടുന്ന ഒരു ടൈമാണ് ഈ മോർണിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു സ്പെസിഫിക് ടൈം പറയുവാണെങ്കിൽ at 8 in the morning, ഓക്കെ, അവിടെയും ഇൻ ദ വരണം. അപ്പൊ then you may probably say at 8 in the morning. അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസിൽ at the morning മാറ്റിയിട്ട് നമ്മൾ in the morning ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. Now look at the second sentence. This is how the Bombay High Court responded to the state government's purported moral stand which ആണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, moral stand which, let's say ഇത് മൂന്നും എവിടെയുണ്ട്, നമ്മുടെ ആൻസർ ഓപ്ഷൻസിൽ നമുക്ക് മോറൽ സ്റ്റാൻഡ് അവിടെ ഉണ്ട്. വിച്ച് ഡാൻസ് ബാർസ് വേ കോസിംഗ് ഗ്രേറ്റ് ഹാം ടു സൊസൈറ്റി എന്നാണ്. അപ്പൊ ഇതിന്റെ നമ്മുടെ എന്താ പറയേണ്ടത് കറക്ഷൻ എങ്ങനെ വരും? സോ ഗവൺമെന്റ്സ് പെർപെറ്റഡ്, അപ്പൊ ഹൈക്കോർട്ട് റെസ്പോണ്ടഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പെർപെറ്റഡ് മോറൽ സ്റ്റാൻഡ് വിച്ച് ആണോ, മോറൽ സ്റ്റാൻഡ് ഇൻ ആണോ, മോറൽ സ്റ്റാൻഡ് ദാറ്റ് ആണോ, that dance bars were causing grave harm to the society. Well, ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന. ഐ ഹോപ്പ് യു ഹാവ് ഓൾസോ ഗോട്ട് ദി ആൻസർ അലോങ് വിത്ത് മീ. ഇനി ആ മൂന്നാമത്തത് നമുക്ക് ഒരുമിച്ച് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഫിറ്റ്നസ് എക്സ്പെർട്സ് വിൽ സേ that the first eating provides fuel for a proper workout. But the first eating ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊന്ന് മാറ്റണം. ഈ ഫസ്റ്റ് ഈറ്റിംഗ്, ലുക്ക് അറ്റ് ഓപ്ഷൻ സി, ഈറ്റിംഗ് ഫസ്റ്റ് ആക്കണം. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെന്റൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. സോ ഫിറ്റ്നസ് എക്സ്പെർട്സ് വിൽ സേ ദാറ്റ് ഈറ്റിംഗ് ഫസ്റ്റ് പ്രൊവൈഡ്സ് ഫ്യൂൽ ഫോർ എ പ്രോപ്പർ വർക്ക്ഔട്ട് എന്നുള്ളത്. Now, let's look at a few more examples out here. Number 4 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, one study that examined the claim directly in 2012 found that a group of people burned much calories from fat on days when they exercised on an empty stomach than on days when they had a small breakfast first. Apo people burned much calories ano ado, look at the other options there.
മറ്റ് ഓപ്ഷൻസ് എ നോക്കിയാൽ ബേൺ മോർ കാലറീസ് ഉണ്ട്, ബേൺ മോർ കാലറി ഉണ്ട്, ബേൺഡ് മോർ കാലറി ഉണ്ട്. So what do you think? So one study that examined the claim directly in 2012 found that a group of people did one, which means obviously they did. Did burn more calories from past days. Option A ആണ് നമുക്ക് ഇവിടെ right answer ആയിട്ട് വേണ്ടത്. Look at the next one. Carefree children spend their afternoons to run about barefoot. But carefree children spend their afternoons to run about barefoot, their clothes dusty, and telltale twigs of the neighbor's mango tree in their hair. So ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ആണോ running barefoot in the sun, അതോ ഓപ്ഷൻ ബി run about barefoot in the sun, or option C run about barefoot in the sun, or option D no improvement ഒന്നും വേണ്ടേ? So we are talking about how children spend their afternoon. അല്ലേ? So ഈ ഒരു സെന്റൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് the best thing to do is go ahead and choose option C and replace to run about barefoot എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്ത് running about barefoot in the sun എന്നുള്ളതാക്കി നമ്മൾ മാറ്റുക. Okay, let's look at the next one here. ഇനി നമുക്ക് reordering words ആണ് അടുത്തത് നോക്കാനുള്ളത്. So reordering words എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് തന്നെയാണ് ലാംഗ്വേജ് ടെസ്റ്റിനകത്ത്. ഇവിടെ പ്രധാനമായിട്ട് ഗ്രാമറിന്റെ ഒരു അസസ്മെന്റ് ഇവിടെ നടക്കും. റീഓർഡറിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഒരു ജംബിൾഡ് അപ്പ് ആയിട്ടുള്ള സെന്റൻസിനെ നേരെയാക്കി കൊണ്ടുവരിക. സോ റീഓർഡറിംഗ് ഇസ് വൺ തിങ് ദാറ്റ് വി വിൽ ഡു ഹിയർ. അപ്പൊ അതിന് ഗ്രാമർ റൂൾസ് അറിയാമോ, വേർഡ് ഓർഡർ അറിയാമോ, വേർബിന്റെ ടെൻസ് എന്താണെന്ന് വരേണ്ടതെന്ന് അറിയാമോ, സെന്റൻസ് സ്ട്രക്ചർ എന്താണെന്ന് അറിയാമോ, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും ഈ റീഓർഡറിംഗ് ഓഫ് വേർഡ്സ് എന്നുള്ളത്. അവിടെ നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷൻ നോക്കണം. സോ ഡയറക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് some parts of the sentence have been jumbled up. You are required to rearrange these parts which are labeled P, Q, R and S to produce the correct sentence. Okay, appo ആദ്യത്തെ നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യനില് this remains static. ഇത് ഇവിടെ തന്നെ നിൽക്കും. ബാക്കി വരുന്ന പോർഷൻസ് ആണ് നമ്മൾ അതിനെ കൊണ്ടുവരേണ്ടത്. So what is it? അപ്പോ ആദ്യത്തേത് right. So we are doing to the people to give relief all we can, but more funds are needed. All right. So answer options ഇവിടെ ഉണ്ട് A, B, C and D. So look at it like this. So we are doing how do you say this? So we are doing all we can, all we can to give relief and to the people, but more funds are needed. The sentence അവിടെ correct ആയി. So അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് correct ആയി, and option B will be your right answer here. So quick ആയിട്ട് നമുക്ക് ഒരു രണ്ടെണ്ണം കൂടെ നമുക്ക് ഇവിടെ നോക്കാം. ഇത് നോക്ക്. The man static ആയിട്ട് അവിടെ നിൽക്കും. ബാക്കിയുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. The man when he was in the office last evening could not finish all his work. Okay, so the man could not finish all his work when he was in the office. About option D ആണ് നമ്മുടെ right answer ഇവിടെ. Let's look at one more. അപ്പൊ ഇത് while it is true that I had to invest in industry, some lands and houses, I did not have ready cash. Okay, so let's look at it like this. While it is true that I did not have ready cash to invest in industry, I had some lands and houses. Okay, is that the right option here? While it is true that I did not have ready cash to invest in industry, okay, I had some lands and houses. So option C namakku ivida right side namakku edukam. So that's the right option here for us. So let's look at one more. Now ഇവിടെ നമുക്ക് ഒരു സ്റ്റാറ്റിക് പോർഷൻ ഇല്ല. ഓക്കെ, പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ 4 പോർഷൻസ്. ബട്ട് യുവർ ഹെൽപ്പ് ടു ഫിനിഷ് ദിസ് വർക്ക് ഇറ്റ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇൻ ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ആറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇറ്റ് വുഡ് ഹാവ് നോട്ട് ബീൻ പോസിബിൾ അതാണോ, ബട്ട് യുവർ ഹെൽപ്പ് അതാണോ? ഓക്കെ, ഇറ്റ് വുഡ് ഹാവ് നോട്ട് ബീൻ പോസിബിൾ
to finish this work, Q, in time, but your help. Okay, P comes last. No, that's not the option. Okay, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ടൈപ്പോ ഉണ്ട്. ഇവിടെ but അല്ല, without ആണ്. So without your help, it would not have been possible to finish this work in time. അപ്പോൾ നമുക്ക് option A is the right answer here for us. Now let's begin with the next topic here. അടുത്തത് നമുക്ക് ordering of sentences ആണ് ശരിക്കും ഇതിനകത്ത് നോക്കാനുള്ളത്. സോ ഓർഡറിംഗ് ഓഫ് സെന്റൻസസ് എന്ന് പറയുമ്പം ഇത് എന്താണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പം ദാറ്റ്സ് മെയ്ഡ് ഓഫ് സെന്റൻസസ്. പല സെന്റൻസസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പാരഗ്രാഫ് അതിന്റെ ആ ഒരു ട്രൂ ആൻഡ് കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യുന്നത് ഈ ഒരു സെന്റൻസ് അതിന്റെ ആ ഒരു പ്രോപ്പർ രീതിയിൽ അറേഞ്ച് ചെയ്ത് വരുമ്പോഴാണ്. സോ സെന്റൻസസിന്റെ ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് ആണ് ശരിക്കും ഓർഡറിംഗ് ഓഫ് സെന്റൻസസ് എന്ന്, അല്ലെങ്കിൽ നമുക്ക് സെന്റൻസ് അറേഞ്ച്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓർ ഈ ഒരു സെന്റൻസ് ഈ ഒരു ടെസ്റ്റിനെ തന്നെ സെന്റൻസ് റീഓർഡറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം. അപ്പൊ ശരിക്കും ഇതൊരു ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ടെസ്റ്റിൽ യു ഗെറ്റ് ഒരു പ്രോപ്പർ പാരഗ്രാഫിന്റെ സെന്റൻസസ് എടുത്ത് അതിനെ ജംബിൾ ചെയ്ത് പല രീതിയിലാക്കി അതിനെ മാറ്റിയും തിരിച്ചു വിട്ടേക്കും. അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇവിടെ അതിന്റെ ആ ഒരു ലോജിക്കൽ സെൻസിൽ സെന്റൻസസിനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോ എന്താ പറയേണ്ടത്, അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവും. ആ ഒരു പാരഗ്രാഫ് അതിന്റെ ആ ഒരു ലോജിക്കാലിറ്റി അവിടെ ശരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരു കാൻഡിഡേറ്റിന് ഒരു സെന്റൻസിൽ നിന്ന് മറ്റ് സെന്റൻസുമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ആദ്യം ഏത് വരണം അത് കഴിഞ്ഞ് ഏത് വരണം അതിന്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ള ആ ഒരു എന്താ പറയുക ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിനുള്ള ഒരു ടെസ്റ്റ് ആണ് ബേസിക്കലി ഇത്. സോ ലെറ്റ് us try out one here. അപ്പൊ ഇതിന്റെ directions നമ്മൾക്ക് നോക്കാം. So the direction says a number of sentences are given below which when properly sequenced form a coherent paragraph. കോഹറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അതിനെ ഒരു ലോജിക്കൽ സെൻസിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. Each sentence is labeled as A, B, C, D, E, F. ഇത് C ആണ്. A, B, C, D, E, F. ആ ലേബിൾ കൊടുത്തിട്ടായിരിക്കും വരുന്നത്. Let's look at the example that's given here. First one, sentence A. The project has already started on an experimental basis in the West District. Okay. A website is soon going to be launched where application forms can be downloaded and submitted. Rendavata sentence. Standing in a queue at a government office or at government office to submit application form will be a thing of past. Malamatade. A unique code will be allotted while submitting the form which will help in finding the status of the application. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെയായിരിക്കും നമുക്ക് സെന്റൻസിനെ ഒന്ന് മാറ്റാൻ കഴിയുക? ഇതിൽ നോക്ക്, ഇതിനകത്ത് ഒരു ഓപ്ഷൻ എ എന്ന് പറയുന്നത് ABCD തന്നെയാണ്. ആൻഡ് ഇഫ് യു ആക്ച്വലി സീ ഈ കൊടുത്തിരിക്കുന്ന ഒരു സീക്വൻസിങ് ഇവിടെ ഓക്കെ ആണ്. കാരണം ആദ്യം പറയുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ആയെന്നും അതൊരു എക്സ്പെരിമെന്റൽ ബേസിസിൽ ഈ ഒരു പ്രോജക്റ്റ് നടക്കുന്നു എന്നുള്ളതാണ് ആദ്യം അവിടെ പറയുന്നത്. എന്നിട്ട് അതിനോട് അപ്പൊ ആദ്യം ഒരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞ് then they are talking about an additional feature. അതിനുശേഷം they are talking about a benefit. അപ്പൊ ആദ്യം ആ ഒരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു, then അതിന്റെ ഒരു ഫീച്ചറിന്റെ കാര്യം പറഞ്ഞു, then അതിന്റെ ഒരു ബെനിഫിറ്റിന്റെ ഒരു കാര്യം പറഞ്ഞു, ആൻഡ് then അതിന്റെ ആ ഒരു കോമൺ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഐ തിങ്ക് ദിസ് ഇറ്റ്സെൽഫ് ഇസ് എ ഗുഡ് സീക്വൻസ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ ABCD. ഇവിടെ 4 സെന്റൻസസ് ആണുള്ളത്. ലെറ്റ് us look at one more such example. രണ്ടാമത്തേത്. So here police suspect a carpenter working at John's house as he has not reported for work since the day the boy went missing. That's the A part. Now B, John did not return home in the afternoon. C, John's mother had herself put the boy on the vehicle in the morning. And D, John smiled at him as he was last seen walking up to him. And E, his parents called the school and were told John had not been to school at all and had been marked absent. F, he was about to enter the school when someone called out his name.
അപ്പോ ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു ലോജിക്ക് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു കുട്ടി മിസ്സിംഗ് എന്നുള്ള ആ ഒരു രീതിയാണ് ഇവിടെ വരുന്നത്. അപ്പോ ഇതിന്റെ ആ ഒരു ലോജിക്കലി നമ്മൾ നോക്കിയാൽ ആദ്യം സംഭവിച്ചിട്ടുള്ളത് എന്തായിരിക്കും? ആദ്യം സംഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന രംഗത്തെ കുറിച്ച് പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ എന്താ പറയേണ്ടത്, ആ ഒരു ബസ്സിലേക്ക് കയറാൻ പോകുന്നു, സ്കൂളിൽ പോകാനുള്ള ബസ്സിലേക്ക് കയറാൻ പോകുന്നു, ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്കൂൾ എത്തിക്കഴിഞ്ഞാൽ ക്ലാസിന്റെ ഉള്ളിലേക്ക് പോകുന്നുള്ള ആ ഒരു ശ്രമം നടത്തുന്നു. അങ്ങനെയല്ലേ ഇതിന്റെ ആ ഒരു സീക്വൻസ് അവിടെ വരുന്നത്. അപ്പൊ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ കുട്ടി മിസ്സിംഗ് ആവില്ല, ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ അവിടെ ഒരു ഇന്ററപ്ഷൻ നടന്നിരിക്കുന്നു, അങ്ങനെയാണ് കുട്ടി അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ആ ഒരു ലോജിക്കലി ആ ഒരു സ്റ്റോറി അങ്ങ് ബിൽഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ദി ആൻസർ. Okay, fine. I'll give you the answer here. Option A is the right answer, and I would suggest you to go through this. C, F, D, B, E, A. A is the last. A is the last. See, police suspect a carpenter working at John's house as he has not reported for work since the date the boy went missing. ഓക്കെ, അതാണ്. അപ്പൊ പോലീസിന്റെ അടുത്ത് എത്തിയതിനു ശേഷമല്ലേ പോലീസിന് സസ്പെക്ട്സിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയൂ. അപ്പൊ ആ പോലീസിന് സസ്പെക്ടിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ പോലീസ് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. ആൻഡ് ദ ബോയ് ഈസ് ഓൾറെഡി മിസ്സിംഗ്. അതിനുശേഷമാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ സീൻ അവിടെ വരുന്നത്. സോ ആ ഒരു ലോജിക് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ യു ഗെറ്റ് ടു ഓർഡർ ഓൾ ദീ സെന്റൻസ് ഇൻ ദ പ്രോപ്പർ ലോജിക്കൽ സെൻസ് എന്നുള്ളതാണ്. I hope you got it right. അപ്പൊ അടുത്തത് നമുക്ക് സെന്റൻസ് കംപ്ലീഷൻ ആണ് ഇനി നോക്കാനുള്ളത്. സോ സെന്റൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമാണ് അത് എഫക്റ്റീവ് ആയിട്ട് അതിന്റെ ആ ഒരു മീനിങ് കൺവേ ചെയ്യുന്നത്. അപ്പൊ സെന്റൻസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എഗെയിൻ നമുക്ക് ആ ഒരു ലോജിക്കൽ സെൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. What would be the most appropriate thing that would follow or that would be part of the sentence after the first part which is given എന്നുള്ള ആ ഒരു ലോജിക്കൽ സെൻസ് നമുക്ക് വരണം. സോ ഹിയർ അഗെയിൻ അപ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് നമ്മുടെ ഒരു ലോജിക് ടെസ്റ്റ് ചെയ്യാണ് ഇവിടെ. ലോജിക്ക് മാത്രമല്ല, സെന്റൻസ് കംപ്ലീഷന് നമുക്ക് അതിന്റെ ഗ്രാമാറ്റിക്കൽ മാച്ചും കൂടെ നമുക്ക് നോക്കാം. ചിലപ്പോ 4 ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതും ഗ്രാമാറ്റിക്കലി മാച്ച് ആവുന്ന ഓപ്ഷൻസ് ആണെങ്കിലോ അപ്പൊ പിന്നെ നമുക്ക് അവിടെ ലോജിക്കേ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ഇത് ആൻസർ ചെയ്യുന്നതിന് യു നീഡ് എ കോമ്പിനേഷൻ ഓഫ് യുവർ ലോജിക് ആസ് വെൽ ആസ് യുവർ ഗ്രാമർ സെൻസ്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് സെന്റൻസസ് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോകാം. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ ഔട്ട് ഹിയർ. ഓക്കെ, ദ ഫസ്റ്റ് വൺ സേസ് he is so lazy that he, option A, cannot depend on others for getting his work done. He is so lazy that he cannot depend on others for getting his work done. Does that make sense? He is so lazy that he cannot depend on others. Okay, fine. Let's look at the other options. Cannot delay the schedule for completing the work. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഈ സെന്റൻസ് കംപ്ലീഷൻ നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടെ ചേർത്ത് വായിക്കുക. So he is so lazy that he cannot delay the schedule for completing the work. ലേസി ആയതുകൊണ്ട് ഡിലേ വരുത്തില്ല എന്ന് പറയുന്നു. No, that can't be logically right. So he is so lazy that he can seldom complete his work on time. That seems to be logical. എന്നാലും നമുക്ക് ലാസ്റ്റ് വണ്ണും കൂടെ നോക്കാം. He is so lazy that he dislikes to postpone the work that he undertakes to do. Well, ഒരിക്കലും മാച്ച് ആവത്തില്ല. കാരണം ലേസി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാനാണ് താല്പര്യം. ആ ഒരു വ്യക്തിക്ക് അത് ചെയ്ത് തീർക്കാനുള്ള താല്പര്യം 100% ഉണ്ടാവില്ല. That is why he is called lazy. അപ്പൊ ഇവിടെ ഏറ്റവും ലോജിക് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് he is so lazy that he can seldom complete his work on time. Option C. Let's look at one more example here and then another example. But either in order to raise the company's profit, the employees, option A, demanded 2 additional increments. അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് 2 ഇൻക്രിമെന്റ് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ പ്രോഫിറ്റ് കൂടുമോ കമ്പനിയുടെ? We have to think. In order to raise the company's profit, the employees decided to go on paid holidays. അപ്പൊ പെയ്ഡ് ഹോളിഡേസ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്പോൺസേർഡ് ഹോളിഡേസിന് പോകാൻ തീരുമാനിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആകുമോ? So in order to raise the company's profit, the employees requested the management to implement new welfare schemes. അപ്പൊ പുതിയ വെൽഫെയർ സ്കീംസ് കൊണ്ടുവന്നിരുന്നാലും ഓർഗനൈസേഷൻ ആണ് കൊണ്ടുവരുന്നത് എങ്കിൽ ഓർഗനൈസേഷന് അഡീഷണൽ എക്സ്പെൻസ് ആണത്. നാലാമത്തെ നോക്കാം. In order to raise the company's profit, the employees
offered to work overtime without any compensation. Well, that one makes sense, അല്ലേ? അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് പറഞ്ഞു ഞങ്ങൾ ഓവർ ടൈം ചെയ്ത് തരാം, ഞങ്ങൾക്ക് അതിന് എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട. Definitely go for that one. Option D is the right answer. ഇനി question number 3 ഒന്ന് നോക്കാലോ. Practically, very little work could be completed in the last week as it was full of working days. Practically, very little work could be completed in the last week as it was a very hectic week. Practically, very little work could be completed in the last week as it was full of holidays. Practically, very little work could be completed in the last week as it was a very busy week. ഇവിടെ നോക്ക്, ഓപ്ഷൻ എ പറയുന്നത് ഫുൾ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. അപ്പോ ആഴ്ചയിൽ 7 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 5 or 6 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജോലിയെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ലോജിക്കൽ അല്ലേ? അപ്പോ ഒരു വളരെ ഹെക്ടിക് വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ടാവണം. സോ അവിടെയും ലോജിക്കൽ അല്ലേ? ഫുൾ ഓഫ് ഹോളിഡേയ്സ്, ഒരു ചെറിയ ഒരു ലോജിക് അവിടെ വരുന്നുണ്ട്. വെരി ബിസി വീക്ക് എന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ബിസി ആയിരുന്നു. സോ വി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് വർക്ക്. അപ്പൊ ഇവിടെ നോക്കൂ, ഓപ്ഷൻസിൽ ഒന്നും കൂടെ നോക്കിയോ, എ ബി സി ആൻഡ് ഡി. ഇതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് നമുക്ക് പറയാവുന്നത് ഇസ് ഓപ്ഷൻ സി. കാരണം കഴിഞ്ഞ ആഴ്ച വളരെയധികം ഹോളിഡേസ് ആയിരുന്നു കൂടുതൽ, അതുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആയില്ല എന്നുള്ളത്. ലുക്ക് അറ്റ് ദിസ് വൺ. ഹി ഹാസ് നോ മണി നൗ ഓൾദോ ഹി വാസ് വെരി പുവർ വൺസ്. He has no money now, although he was very poor once. I mean, ഒരു മിസ്മാച്ച് വരുന്നുണ്ട് അതിന്റെ ആ ഒരു ലോജിക്കില്. കാരണം ഇപ്പൊ പൈസ ഇല്ല, ഇപ്പൊ പണ്ടും പൈസ ഇല്ലാത്ത ആളായിരുന്നു. അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? Now, he has no money now as he has given up all his wealth. പുള്ളിക്ക് പൈസ ഇല്ലാത്തത് വെൽത്ത് എല്ലാം അങ്ങ് കൊടുത്തു കളഞ്ഞതുകൊണ്ടാണ്. ഓപ്ഷൻ സി, he has no money now because he was very rich once. Okay, അതും സെന്റൻസസ് കറക്റ്റ് ഗ്രാമാറ്റിക്കലി, പക്ഷേ ഒരു സെൻസ് അതിലും വരുന്നില്ല. He has no money now because he has received huge donation. ഒരു വളരെ വലിയൊരു ഡൊണേഷൻ കിട്ടിയതുകൊണ്ട് ഇപ്പൊ കയ്യിൽ പൈസ ഇല്ല. നമുക്ക് പറയാല്ലേ നമ്മുടെ കയ്യിൽ പൈസ വെച്ചിട്ട് നമുക്ക് പൈസ ഇല്ല എന്ന്. അപ്പൊ ഇപ്പൊ പൈസ ഇല്ല എന്നുള്ളത് സത്യമാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ വരേണ്ടത്. ആസ് ഹി ഹാസ് ഗിവൺ അപ്പ് ഓൾ ഹിസ് വെൽത്ത്, പൈസ എല്ലായിടത്തും ഓരോരുത്തർക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അതാണ് ഇവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. Now, next one, nouns, numbers and pronouns. അപ്പം നൗൺസിന്റെ നമ്പേഴ്സ് ആണ് സിംഗുലർ, പ്ലൂറൽ. ആൻഡ് പ്രോനൗൺസിനും നമ്പേഴ്സ് ഉണ്ടല്ലോ, സിംഗുലർ, പ്ലൂറൽ, പ്രോനൗൺസ് ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് നോക്കാം. സി, a word which denotes a place, a thing, an animal or a person is said to be a noun. ഒരു noun, ഒരു നാമം. അപ്പൊ noun എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം അവിടെ നോക്കിയത്. അപ്പോ അത് ഒരു സ്ഥലത്തിന്റെ പേര്, അല്ലെങ്കിൽ ഒരു അനിമലിന്റെ പേര്, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പേര്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്, ഇതൊക്കെയാണ് ശരിക്കും ഒരു noun അല്ലെങ്കിൽ ഒരു നാമം എന്ന് പറയുന്നത്. ഇനി ഈ നൗൺസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ പോയിന്റ് നോക്കിയേ, nouns have plural and singular. അപ്പൊ അതിന് ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം. ഓക്കെ, ഫൈൻ, അതും നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ്, കോപ്പി, കോപ്പീസ്, ഡ്യൂട്ടി, ഡ്യൂട്ടീസ്, സിറ്റി, സിറ്റീസ്, അങ്ങനെ അങ്ങ് പോകുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, സം നൗൺസ് ഡു നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് വെൻ ഇൻ പ്ലൂറൽ ഫോം. അപ്പൊ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ നോക്കിയപ്പോ നമുക്കറിയാം അതിന്റെ എൻഡിലെല്ലാം ഒരു ES അല്ലെങ്കിൽ IES ആഡ് ചെയ്ത് വന്നേക്കുന്നു അതിന്റെ പ്ലൂറൽ ഫോമില്. അപ്പൊ സിംഗുലറിന് ഒരു രീതിയിലുള്ള സ്പെല്ലിംഗ്, പ്ലൂറലിന്റെ എൻഡിൽ ഒരു എന്നുള്ള ഒരു സൗണ്ടും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ പ്ലൂറൽസ് കിട്ടിയേക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് ചില നൗൺസിനകത്ത് ഇങ്ങനെ ഒരു സ്പെല്ലിംഗ് ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എന്നുള്ള സൗണ്ട് അഡിഷൻ അവിടെ വരുന്നില്ല അതിന്റെ പ്ലൂറൽ ആകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള നൗൺസ് എന്താണ്? ഡിയർ, ഡിയേഴ്സ് എന്ന് പറയത്തില്ല, ഡിയർ തന്നെയാണ് അതിന്റെ പ്ലൂറൽ. പെയർ, പെയർ തന്നെയാണ് അതിന്റെ പ്ലൂറൽ, ബിക്കോസ് പെയർ ഇസ് ഓൾറെഡി എ പ്ലൂറൽ. ഓക്കെ, അതിന് സിംഗുലർ ഇല്ല പെയറിന്. ഇനി വേണമെങ്കിൽ നമുക്ക് 1 pair, 2 pairs, 3 pairs എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനുള്ളതേ ഉള്ളൂ. ഇനി ഡസൻ, ഡസൻ, ഒരു ഡസൻ എന്ന് പറയുന്നത് ഇനി 10 ഡസൻ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അപ്പോഴും അത് പ്ലൂറൽ തന്നെയാണ്. ഷീപ്പ് ആൻഡ് ഷീപ്പ്. അപ്പൊ ഇവിടെ അവര് പ്ലൂറൽ ഫോമിലോട്ട് മാറി എന്നും പറഞ്ഞ് ഒരു ഫിസിക്കൽ ചേഞ്ച് ആ വേർഡ്സിന് അവിടെ വരുന്നില്ല.
അപ്പൊ അതും നൗൺസിന്റെ ഒരു സവിശേഷത. അടുത്ത നോക്കിയാലോ, ദ ഫോളോയിങ് നൗൺസ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ ദ പ്ലൂറൽ ഫോംസ്. ഈ താഴെ പറഞ്ഞിരിക്കുന്ന നൗൺസ് എപ്പോഴും അതിന്റെ പ്ലൂറൽ ഫോമിൽ തന്നെയാണ് ആ നൗൺസിനെ ഉപയോഗിച്ച് വരുന്നത്. അപ്പൊ എന്താണ്, ദേ ടേക്ക് ദ പ്ലൂറൽ ഫോം ആഫ്റ്റർ ദ വെർബ്. ഓക്കെ, ഈറ്റബിൾസ് ഭക്ഷണ സാധനങ്ങൾ, ഈറ്റബിൾസ്. സറൗണ്ടിങ്സ്, ഇപ്പൊ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സെന്ററിലുണ്ട്, അതിന്റെ ചുറ്റാകെ മറ്റൊന്നിരിക്കുന്നത്, ദാറ്റ് ഇസ് സറൗണ്ടിങ്. സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾ എന്നുള്ള അർത്ഥമാണ് സറൗണ്ടിങ്സ്. അപ്പൊ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മാറി. സോ അത് എപ്പോഴും പ്ലൂറൽ ഫോമിൽ തന്നെയാണ് പറയുന്നത്. ഈറ്റബിൾ എന്ന് നമ്മൾ പറയത്തില്ല. ഈറ്റബിൾ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ കൊള്ളാവുന്നത്. ഈറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന സാധനങ്ങൾ. അതാണ് അതിന്റെ ആ ഒരു മീനിങ് മാറുന്നു ഈ വേർഡ് വരുമ്പോഴത്തേക്ക്. അപ്പൊ എപ്പോഴും അത് ആ ഒരു സൗണ്ട് ചേർത്ത് തന്നെ, അതാണ് അതിന്റെ ഒരു ബേസിക് ഫോം എന്ന് പറയുന്നത്. റിച്ചസ്, റിച്ച് എന്ന് പറഞ്ഞാൽ പണക്കാരൻ. റിച്ചസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്കുള്ള വെൽത്തിനെയാണ് റിച്ചസ് എന്ന് പറയുന്നത്. ആംസ്, സിസേഴ്സ്, ഓക്കെ. അപ്പൊ ഇത് ആംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്ന സഹായങ്ങൾ, ഭിക്ഷ കൊടുക്കുന്നത്, അതാണ് ആംസ് എന്ന് പറയുന്നത്. സിസേഴ്സ്, സിസർ എന്ന് പറയത്തില്ലല്ലോ. സിസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഐഡിയലി സൗണ്ട് ലൈക്ക് എ സിസേഴ്സ് ടു മീ, കത്രിക എന്നുള്ള ആ ഒരു സൗണ്ട് വരുന്നില്ല. സോ അപ്പൊ ചില നൗൺസ് ഇങ്ങനെയും ഉണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഫോർത്ത് പോയിന്റ് നമ്മൾ നോക്കിയേ. Some nouns which are plural in appearance are usually used in a singular number. അപ്പൊ ഈ നൗൺസ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും പ്ലൂറൽ അല്ലേ. അപ്പൊ പറയുന്ന ന്യൂസ്. വാട്ട് ഇസ് ഓൾ ദ ന്യൂസ് ടുഡേ? വാട്ട് ഇസ് ദ മെയിൻ ന്യൂസ് ഫോർ ദ ഡേ? നമ്മൾ ഒരിക്കലും വാട്ട് ഇസ് ദ മെയിൻ ന്യൂ ഫോർ ദ ഡേ എന്ന് പറയൂ. ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയതെന്നുള്ളതാ. വാട്ട് ഇസ് ദ മെയിൻ ന്യൂ? ഇന്നത്തെ പ്രധാനപ്പെട്ട പുതിയത് എന്താണ്? അപ്പം ന്യൂസ്, വാർത്ത എന്നുള്ള അർത്ഥം വരണമെങ്കിൽ ന്യൂസിനെ ന്യൂസ് എന്ന് തന്നെ പറയണം. അപ്പൊ പിന്നെ നമുക്കൊരു ന്യൂസസ് ഉണ്ടോ? ഇല്ല. ന്യൂസ് തന്നെയാണ് ന്യൂസ്. ഒരു ന്യൂസ് ആയിരുന്നാലും ന്യൂസ് ആണ്. ഒരു വാർത്തയായാലും 10 വാർത്തയായാലും ന്യൂസ് ആണ്. ന്യൂസസ് ഇല്ല. ന്യൂസ്. പൊളിറ്റിക്സ്, പൊളിറ്റിക് നമ്മൾ പറയത്തില്ലല്ലോ. പൊളിറ്റിക്സ് എപ്പോഴും പൊളിറ്റിക്സ് തന്നെയാ ചേർത്ത് അതിന്റെ അറ്റത്ത്. ഫിസിക്സിന് ഫിസിക്സ് എന്ന് തന്നെയാ പറയുന്നത്. ഫിസിക് എന്ന് പറഞ്ഞ അർത്ഥം മാറി. ഫിസിക്സ് എന്ന് തന്നെ പറയണം. അതേപോലെ മാത്തമാറ്റിക്സ്. So that sound comes. അപ്പൊ ഇങ്ങനെയുള്ള നൗൺസ് എപ്പോഴും അതിന്റെ പ്ലൂറൽ ഫോമിലാണ്. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് ദ സൗണ്ട് അറ്റ് ദ എൻഡ്. പക്ഷേ ഇവരൊക്കെ സിംഗുലേഴ്സ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ അടുത്ത നമുക്ക് പോകാം. ലെറ്റ് us see what more we have. ഇനി കളക്റ്റീവ് നൗൺസ്. നൗൺസിന്റെ കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട്. അപ്പൊ കളക്റ്റീവ് നൗൺസ് ഓഫൻ യൂസ്ഡ് as പ്ലൂറൽസ്. അപ്പൊ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന പലപ്പോഴും പ്ലൂറൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതിന്റെ ആ ഒരു ഉപയോഗം വരുന്നത്. സോ വാട്ട് ഡു വി ഹാവ് ഹിയർ? പബ്ലിക്, പോലീസ്, കാറ്റിൽ, ഓഡിയൻസ്, ഇതൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ് അല്ലെ. സോ അതെപ്പോഴും പ്ലൂറൽ ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മള് പബ്ലിക് എന്ന് പറയുമ്പോൾ പബ്ലിക്സ് എന്ന് പറയത്തില്ലല്ലോ. പോലീസ് എന്ന് പറയുമ്പോൾ പോലീസസ് എന്ന് പറയത്തില്ലല്ലോ. അപ്പൊ പോലീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം പോലീസിന്റേത് എന്നുള്ള അർത്ഥത്തിലേക്ക് അങ്ങ് മാറി. ആൻഡ് സം നൗൺസ് ദാറ്റ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ സിംഗുലർ ഫോംസ് ആർ അഡ്വൈസ്, റൈസ്, ഫ്യൂവൽ. വി ഡോണ്ട് സേ അഡ്വൈസസ്, വി ഡോണ്ട് സേ ഹെയർസ്, we don't say rices, we don't say fuels. അപ്പൊ അത് ഈ ഒരു എന്താ പറയേണ്ടത്, സിംഗുലർ ഫോം ആണ് ശരിക്കും ഈ അഡ്വൈസ് എന്ന് പറയുമ്പോൾ. സോ ഐ ഹാവ് എ പീസ് ഓഫ് അഡ്വൈസ് ഫോർ യു, ഐ ഹാവ് എ ഫ്യൂ പീസസ് ഓഫ് അഡ്വൈസ് ഫോർ യു. സോ പീസിന്റെ പീസസ് ആണ് അവിടെ വരുന്നത്. അഡ്വൈസ് ആൻഡ് അഡ്വൈസസ് അല്ല വരുന്നത്. ഹെയർസ്, നമ്മുടെ തലയിലുള്ള മുടി എല്ലാം കൂടെ ചേർത്ത് ഹെയർ, അതിൽ ഒരെണ്ണത്തിനെ എടുത്തിരുന്നാലും ഹെയർ. അപ്പൊ ഇതൊക്കെ അതിന്റെ സിംഗുലർ ഫോംസ് തന്നെയാണ് എപ്പോഴും. റൈറ്റ്. ഇനി മെറ്റീരിയൽ നൗൺസ്, സാധനങ്ങളുടെ എന്താ പറയേണ്ടത്, ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് വേണമെങ്കിൽ പറയാം. മെറ്റീരിയൽ നൗൺസ് ആർ ഓൾവേസ് യൂസ്ഡ് ഇൻ സിംഗുലർ നമ്പർ. ഗോൾഡ്, ഗോൾഡ്സ് എന്ന് പറയുന്നില്ല. ഗോൾഡ്, കോപ്പർ, സിൽവർ, അയൺ അങ്ങനെ പറയുന്നത്. ഈ മെറ്റീരിയൽ നൗൺസ് മേ ബി യൂസ്ഡ് ഇൻ പ്ലൂറൽ ഫോം വിത്ത് എ ഡിഫറെന്റ് മീനിങ്. മെറ്റീരിയൽ നൗൺസിന്റെ ഒരു പ്രത്യേകത, കോപ്പർ കോയിൻസ്, കോപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കോപ്പർ കോയിൻസ് എന്നാണ്.
കോപ്പർ കൊണ്ടുണ്ടാക്കിയ നാണയങ്ങൾ, അതാണ് കോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ. ആൻഡ് ടിൻസ് എന്ന് പറയുമ്പോഴോ, ടിൻ നമുക്കറിയാം ദാറ്റ് ഇസ് മെറ്റീരിയൽ എന്നറിയാം. അപ്പൊ ടിൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്യാൻസ് ദാറ്റ് ആർ മെയ്ഡ് ഓഫ് ടിൻസ്, ചെറിയ ചെറിയ പാട്ടകൾ ദാറ്റ് ആർ മെയ്ഡ് ഓഫ് ടിൻ. അതാണ് ശരിക്കും ടിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം. അപ്പൊ അതാണ്, അതിനെ പ്ലൂറൽ ഫോമിലോട്ട് മാറ്റിയാൽ അതിന്റെ അർത്ഥം അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. Formation of feminine gender from masculine gender by adding ESSTRIX-ASNE ഇതൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത്. എക്സാമ്പിൾ lion to lioness, ഞാൻ ഇതിനകത്ത് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. The next one is placement of a word before or after noun. അപ്പൊ that's another way of making a different noun. Like servantനെ maid servant എന്നും പറയാം, milkmanനെ milkmaid എന്നും പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആ ഒരു നൗണിന്റെ ജെൻഡർ മാറ്റിയാണ് ചെയ്യുന്നത്. ചില വേർഡ്സിന്റെ അല്ലെങ്കിൽ ആൽഫബറ്റ്സിന്റെ എഡിഷൻ കൊണ്ട് അതിന്റെ ജെൻഡർ നമ്മൾ മാറ്റിക്കൊണ്ടുവരുന്നത്. That is what we are doing here. Okay, now let's move on. ഇനി masculine noun containing vowel, masculine noun like actor. അപ്പൊ അതിനെ നമ്മൾ റിമൂവ് ദ വവൽ ആൻഡ് ആഡ് ESS. അതാണ് ESS പറഞ്ഞ ആക്ടറിനെ ആക്ട്രസ് എന്ന് പറയുന്നു. So actor is for masculine and actress is for feminine. And sometimes no specific note will be applied in some nouns. So while changing into feminine, അപ്പൊ ഒരു സ്പെസിഫിക് നോട്ടും കാണത്തില്ല, യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത വാക്കുകൾ. നോക്ക്, മോങ്ക് is the masculine, അതിന്റെ ഫെമിനൈൻ എന്താണ്, നൺ. ഡ്രോൺ is the masculine, ആകാശത്ത് പറത്തി വിട്ട് ഫോട്ടോ എടുക്കുന്ന ഡ്രോൺ അല്ല. bee is the feminine. drake, duck, drake is the masculine and duck is the feminine. dog is the male and bitch is the female. കണ്ട, ഇത് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത വാക്കുകൾ അല്ലേ. Now let's look at the pronouns. So personal pronouns എന്തൊക്കെയാണ്? I, we, my, mine, our, ours, you, he, she, they, him, her, etc. Any reflexive pronouns: herself, himself. She drank the juice she made herself. So it's reflecting back on you. Okay, sadhana reflective pronouns: himself, myself, yourself, themselves. I will drive the bus myself. I will fly the plane myself. Yeah, so emphatic pronouns: I myself made it. So who made this tasty chicken curry? I myself made it. ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ്. We ourselves. See, emphatic pronouns, because you're emphasizing there. അതാണ് അതിന്റെ കാരണം. Demonstrative pronouns, this, that, these and those. Demonstrative pronouns നമുക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ pronouns വേണം. So indefinite pronouns എന്താണ്? Somebody, I don't know. Somebody, nobody, many, none, someone, few. Indefinite, because definite ആയിട്ട് നമുക്ക് അറിയില്ല. Interrogative pronoun, അത് നോക്കിക്കോ. റിലേറ്റീവ് pronoun നോക്കിക്കോ. Interrogative pronoun: what, who, whose, which, whom. Questions ചോദിക്കാൻ വേണ്ടിയിട്ട്. Distributive pronoun again using like neither, each, either, every. അതൊക്കെ distributive pronouns ആ. Relative pronoun നോക്ക്: who, which, whom, ഇങ്ങനെയൊക്കെ പറയുന്നത്. It all makes sense അല്ലേ. Now okay, അപ്പൊ ഇനിയിപ്പോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. Let's look at the first one here. The place was so dirty that dash wished to run away from there. That everybody wished to run away from there. Anybody wished to run away from there. Few wished to run away from there. Some wished to run away from there. The place was so dirty that some wished to run away from there. Sentence is technically correct. The place was so dirty that few wished to run away from there. The place was so dirty that everybody wished to run away from there. I mean, എല്ലാവർക്കും തോന്നണം അത്ര ഡേർട്ടി ആയിരുന്നുവെങ്കിൽ എല്ലാവർക്കും ആ സെയിം ഫീലിംഗ് തന്നെ വരില്ലേ. So logically the answer is option A. That's the right answer out here. Now second one, dash was there to help me. Something was there to help me. Question is technical. I mean the statement is technically correct.
നമ്മൾ പറയണം എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷെ എപ്പോഴും സൂപ്പർ നാച്ചുറൽ പവർ ഒന്നും ഉണ്ടാവില്ല അല്ലേ? സോ എനിത്തിങ് വാസ് ദേർ ടു ഹെൽപ്പ് മീ? നോ. എനിബഡി വാസ് ദേർ ടു ഹെൽപ്പ് മീ? നോ. നോബഡി വാസ് ദേർ ടു ഹെൽപ്പ് മീ. സാധാരണഗതിയിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്, നോബഡി വാസ് ദേർ ടു ഹെൽപ്പ് മീ. ഇനി സംബഡി പറഞ്ഞാലും കറക്റ്റ് ആണ്. The next one is there dash to eat? Is there some to eat, something to eat, any to eat, few to eat? Is there something to eat? അല്ലേ ലോജിക്കലി കറക്റ്റ് ഇവിടെ. എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ, വിശക്കുന്നു എന്ന് പറയുന്നത് പോലെ. And the next one, number 4, a dash of dancers was dancing on the stage. ഒരു ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ആണോ, ഒരു ഗാലക്സി ഓഫ് ഡാൻസേഴ്സ് ആണോ, ഒരു ഹേർഡ് ഓഫ് ഡാൻസേഴ്സ് ആണോ, അതോ ഒരു ക്ലംപ് ഓഫ് ഡാൻസേഴ്സ് ആണോ? വെൽ, ഒരു ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ആണ് അല്ലേ? സോ അവരെപ്പോഴും ഒരു ട്രൂപ്പ് ആയിട്ടാണ് വരുന്നത്. ഡാൻസ് ട്രൂപ്പ്, പാട്ട് ട്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ആ ട്രൂപ്പാണ് ഈ ട്രൂപ്പ്. നമ്പർ 5, to save the drowning man, a dash of sailors came out on the boats. അപ്പൊ ഇവിടെയും ട്രൂപ്പ് ഉണ്ട്, പക്ഷെ ആ മുകളിലത്തെ ട്രൂപ്പും താഴത്തെ ട്രൂപ്പിന്റെയും ഡിഫറൻസ് സ്പെല്ലിംഗിൽ നോക്കിയേ. ആദ്യത്തത് TROUP, രണ്ടാമത്തത് TROOP ആണ്. ഇവിടെ നമുക്ക് വേണ്ട ആൻസർ എന്താണ്? ട്രൂപ്പ് ആണോ, ക്രൂ ആണോ, ബാൻഡ് ആണോ, ഗാങ് ആണോ? വെൽ, ഐഡിയലി ദി ആൻസർ ഇസ് ക്രൂ. അപ്പൊ a crew of sailors, they came to rescue the man who was drowning. Number 6, a dash of stars consists of millions of stars. അപ്പോ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണോ, ഹേർഡ് ഓഫ് സ്റ്റാർസ് ആണോ, സ്റ്റാക്ക് ആണോ, ഗാലക്സി ആണോ? വെൽ, യു ആർ റൈറ്റ്, ആൻസർ ഇസ് ഗാലക്സി. Number 7, a dash of geese was swimming in the water. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് ഓഫ് geese ആണോ, gaggle of geese ആണോ, or is it a troop of geese, or are they called a bunch of geese? Well, ഇവിടെ the answer is gaggle. Google അല്ല, gaggle, GAGGLE, gaggle. അപ്പൊ a gaggle of geese. ഈ gaggle എന്ന് പറയുന്ന വേർഡിന് രണ്ടർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാം. gaggle എന്ന് പറഞ്ഞാൽ a flock of geese. അതിന് പകരം ഇവിടെ ഫ്ലോക്ക് എന്നുള്ള വേർഡ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഗാഗിൾ യൂസ് ചെയ്യുന്നത്. സോ a flock of geese, അത് തന്നെയാണ് ഗാഗിൾ ഓഫ് ഗീസ് എന്ന് പറയുന്നത്. ഫ്ലോക്കിന് പകരം ഗാഗിൾ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഗാഗിൾ മനുഷ്യനെ കുറിച്ച് പറയാനും ഉപയോഗിക്കും. എന്ന് പറഞ്ഞാല് ഒരടുക്കൻ ചിട്ടയും ഇല്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഒരു കൂട്ടം ജനങ്ങൾ ഒരു ഏരിയയിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അതാണ് a gaggle of disorderly men എന്ന് പറയുന്നത്. A gaggle of disorderly men or disorderly, ജസ്റ്റ് ഒരു ഓർഡറിലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഡിസോർഡർലി, ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ വീഴുമ്പോഴത്തേക്ക് ഒരാൾ എണീക്കുന്നു, ഒരാൾ നടക്കുമ്പോഴത്തേക്ക് ഒരാൾ ഇരിക്കുന്നു, അങ്ങനെ ഇറ്റ് ഇസ് chaos out there. Yeah, alright. So the next one that we have to see here is, ഇനി നമുക്ക് prepositions, adjectives, adverbs and degree of comparison, ഇത്രയാണ് നമുക്ക് ഇനി ഇപ്പം നോക്കാനുള്ളത്. So a preposition is a word that shows a relation between two nouns or between a noun and a pronoun. ഇപ്പൊ രണ്ട് നൗൺസിന് ടേബിളും പേനയും എടുക്കുക. പേന മേശപ്പുറത്തിരിക്കുന്നു, മേശയുടെ അടിയിലിരിക്കുന്നു, മേശയുടെ സൈഡിലിരിക്കുന്നു, മേശയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു, തൂക്കി നിർത്തിയേക്കുന്നു. അപ്പൊ ഇതിന്റെ ഡിഫറൻസസ് എല്ലാം അപ്പൊ നമുക്കുള്ളത് പേനയും മേശയുമാണ്. So on the table, under the table, side of the table, beside the table, above the table, near the table, after the table, before the table. അപ്പൊ നോക്കണേ, ഈ ഡിഫറൻസസ് എല്ലാം വരുത്തുന്നത് ഈ കുഞ്ഞു വേർഡ്സ് ആയ പ്രിപ്പോസിഷൻസ് ആണ്. അപ്പൊ പൊസിഷൻ ഓഫ് ദ പ്രിപ്പോസിഷൻ. Okay, so what is it? A preposition usually precedes its object. ഈ പെനയും പേപ്പറിന്റെയും സെന്റൻസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒബ്ജക്ട് ഏതാണ് വരുന്നത്? സബ്ജക്ട് ഇസ് ദ പെൻ. പെന്നിന്റെ പൊസിഷൻ ആണ് റിലേറ്റീവ് ടു ദ ടേബിൾ മാറി 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 വരുന്നത്. സോ ഒബ്ജക്ട് ഇസ് ദ ടേബിൾ. അപ്പോ എന്താ പറയേണ്ടത്? ഒബ്ജക്റ്റിന് മുന്നേ വരും. He laughs at the poor. He is angry with you. Okay, so he laughs at whom? The poor. So he and poor ne connect ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ at ഉപയോഗിക്കുന്നത്. He is angry with you. അപ്പൊ he and you connection കൊണ്ടുവരുന്നതിന്. Now, in the case of relative pronouns, it comes after the subject. This is the boy whom I was looking for. Yeah, so this is the boy whom I was looking for. For is the preposition there. Now, this is the pen whose mention I was making of. Of is the preposition there. Upper relative pronouns in after. Okay, this are the random relative pronouns. No, sorry, whom and whose. Those are the relative pronouns there. Whom and whose.
ദിസും ദാറ്റും ഡിസ്ട്രിബ്യൂട്ടീവ് ആണല്ലോ. അപ്പൊ whom and whose ആണ്. റിലേറ്റീവ് പ്രൊനൗൺസ് വരുമ്പോഴത്തേക്ക് സബ്ജക്റ്റിന് ശേഷമായിരിക്കും എന്താ പറയേണ്ട ആ ഒരു preposition വരുന്നത്. Now, in some cases, the preposition comes after its object. So, where is the boy you were complaining against? What are the things you are looking for? What things are they you are looking for? So, against and for, it has gone to the end. So now we have to also look at omission of the preposition. Prepositions ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് omit ചെയ്യാം, and then we have the questions for discussion. Well, let's move on right into it. അപ്പം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഈ prepositionsന്റെ ഡിസ്കഷൻ ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്താണ് ആ ഒരു ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്. സോ ഹിയർ ഇനി omission of preposition ആണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്, and then straight away we will jump on to a few questions that would give you the feel of the question paper. For omission, in many cases when the sentence contains nouns of time or place, or the preposition from, in, for are often omitted. But ഈ താഴത്തെ sentences നോക്കിയേ. He walked many kilometers. Okay, so he came to see me last year. See, ഇവിടെ നമ്മള് he walked many kilometers. ഒരു കോമൺ ടെൻഡൻസി ആണ് he walked for many kilometers എന്ന് പറയാനായിട്ട്. അവിടെ ആ ഫോറിന്റെ ആവശ്യമില്ല. he walked many kilometers പറഞ്ഞാൽ മതി. ആൻഡ് മറ്റൊരു ടെൻഡൻസിയാണ് he came to see me in last year എന്ന് പറയാനായിട്ട്. അവിടെയും ആ in വേണ്ട. he came to see me last year മതി. സോ അതാണ് പറഞ്ഞത്. ചില കേസസ് ഓഫ് നൗൺസ് ഓഫ് ടൈം അല്ലെങ്കിൽ പ്ലേസ് അല്ലെങ്കിൽ നൗൺസ് ഓഫ് ഈ നൗൺസ് ഓഫ് ടൈം ആൻഡ് പ്ലേസിൽ പ്രിപ്പോസിഷൻ സ്പെസിഫിക്കലി ഫ്രോം, ഇൻ, ഫോർ ഇതിനെ നമുക്ക് ഒമിറ്റ് ചെയ്യാം എന്നുള്ളത്. Alright, so here is the first question for you. So he applied dash the manager. Appa he applied for the manager ആണോ, to the manager ആണോ, with the manager ആണോ, by the manager ആണോ? Well, the answer is option B. He applied to the manager. അല്ലെ, മാനേജർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. So he applied to the manager. I hope you can see the screen. Right. Okay. Now let's move on to the next one. Now, trust dash God and do the right thing. So, trust in God ano, trust for God ano, trust to God ano, trust with God ano. So it's always trust in God that you have. Now, she is worthy with a price. She is worthy for a price. She is worthy to a price. She is worthy of a price. Question number 3. അപ്പൊ she is worthy with the price എന്ന് പറഞ്ഞാൽ സെന്റൻസ് is okay കേട്ടോ, പക്ഷേ she is worthy only if she has that price എന്നുള്ളത്. Otherwise the girl or the lady is not worthy എന്നുള്ള ആ ഒരു അർത്ഥം അവിടെ വരും. So definitely that is nonsense അല്ലെ, that doesn't make sense. So we don't want that. ഇവിടെ she is worthy of a price, ഒരു സമ്മാനം കൊടുക്കണം, she is worth it, അവർ അർഹിക്കുന്നു എന്ന് പറയുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. Right. Let's move on to the next one now. Next one is Mr. Gomez has no taste of music ano, no taste for music ano, no taste with music ano, no taste to music ano. Well, what is the answer? That's no taste for music ano. The next one is you are hard at hearing, of hearing, with hearing, or is it for hearing? You are hard at, of, with, for ഏതായിരിക്കും നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരിക when you're hard of hearing ആണ്. That is the most appropriate one to be used in this situation. ഇനി നമുക്ക് adjectivesന്റെ കാര്യം നോക്കാം അല്ലെ. An adjective modifies അല്ലെ. അപ്പൊ എന്തിനാ അത് modify ചെയ്യുന്നത്? It tells us more about a noun or a pronoun. ഒരു നൗണിനെ കുറിച്ചോ ഒരു പ്രോനൗണിനെ കുറിച്ചോ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരികയാണ് ഒരു അഡ്ജക്റ്റീവ്. അങ്ങനെയാണ് ഒരു അഡ്ജക്റ്റീവ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അഡ്ജക്റ്റീവ്സ് യൂഷ്വലി പറയുന്നത് എന്തൊക്കെയാണ്? വാട്ട് കൈൻഡ് എന്ന് പറയും, ഹൗ മെനി എന്ന് പറയാം, വിച്ച് വൺ എന്ന് പറയാം, അങ്ങനെ തുടർന്ന് കുറെ കാര്യങ്ങൾ അവിടെ പറയാം. എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ മ്യൂസിക്. സോ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക്? ബ്യൂട്ടിഫുൾ. Blue sky. What kind of sky? Blue sky. A large room. Which one? The large room.
ഓക്കെ, അങ്ങനെ നമുക്ക് സി അവിടെയെല്ലാം മ്യൂസിക്കിനെയും സ്കൈനെയും റൂമിനെയും മോഡിഫൈ ചെയ്ത് അതിന്റെ അർത്ഥത്തിനെ കുറെ കൂടെ അർത്ഥവത്താക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വിപുലീകരിച്ചു. Now adjectives are usually found right before a noun, right after a noun, or after a linking verb. യൂഷ്വലി നമുക്ക് ഒരു നൗണിന് തൊട്ട് മുന്നേ കാണാം, ഒരു നൗണിന്റെ തൊട്ട് നൗൺ കഴിഞ്ഞ ഉടനെ ഒന്നുകിൽ നൗണിന്റെ ലെഫ്റ്റിൽ അല്ലെങ്കിൽ നൗണിന്റെ റൈറ്റിൽ അഡ്ജക്റ്റീവിനെ നമുക്ക് കാണാം. ഇനി അതും അല്ലെങ്കിൽ ആ ലിങ്കിങ് വേർബിന് ശേഷം വരും. Okay, now some adjectives such as articles, numbers and possessive adjectives usually come before the noun. അപ്പോൾ equipped with this information about adjectives, we will look at some examples. അപ്പോൾ അതിനു മുമ്പേ let's also look at adverbs. നമ്മൾ adjectives നോക്കുമ്പോൾ തന്നെ adverbs are also really very important about words. I hope you can see the screen now. What does an adverb do? Adverb modifies and tells us more about a verb, adjective or another adverb. From adjectives modify nouns. From adverb ആ adjectiveനെ modify ചെയ്യും, അല്ലെങ്കിൽ ഒരു verbനെ modify ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു adverbനെ modify ചെയ്യും. ഇതാണ് adjectivesന്റെ പണി. So it tells how, when, where, or to what extent എന്നുള്ളത്. Okay, fine. ഇനി comparison and adjectives. So how does this work? So adjectives and adverbs have three forms that show a greater or lesser degree of the characteristic of the basic word: the positive, the comparative, and the superlatives. അതാണ് അതിന്റെ ആ ഒരു ത്രീ ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയേണ്ടത്, അതിന്റെ ആ ഒരു കമ്പാരിസണിൽ വരുന്ന ഡിഗ്രിയിൽ അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നതിനകത്ത് മാത്രമാണ് ആ ഡിഗ്രി ഓഫ് കമ്പാരിസണിലാണ് ശരിക്കും അവിടെ ആ ഒരു ഡിഫറൻസ് വരുന്നത്. സോ മേരി ഈസ് മോർ ലേസി ഓഫ് ദ ടു. അപ്പൊ മേരി ഇസ് മോർ ലേസി, നമ്മളിവിടെ രണ്ട് ആൾക്കാരുടെ കാര്യം പറയുന്നു, മറ്റൊരു വ്യക്തിയുടെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് രണ്ടുപേരിലും മേരിയാണ് കൂടുതൽ ലേസി ആയിട്ടുള്ളത്. രണ്ടും ലേസിയാ, പക്ഷെ മേരിയാണ് കൂടുതൽ ലേസി ആയിട്ടുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ച് സോ യു ഹാവ് യൂസ്ഡ് ദ പോസിറ്റീവ്. നൗ മേരി ഇസ് ദ ലേസിയസ്റ്റ് ഗേൾ ഐ നോ. അപ്പൊ സൂപ്പർലേറ്റീവ് കമ്പയർ ടു മോർ ദാൻ ടു തിങ്സ്. എനിക്ക് അറിയാവുന്ന ഗേൾസിൽ വെച്ച് ഏറ്റവും ലേസിയാണ് മേരി എന്നുള്ളതോട് പറയുന്നത്. മേരി ഈസ് ദ ലേസിയസ്റ്റ് ഗേൾ ഐ നോ. So that is the superlative എന്നുള്ളത്. Now there are some words to which comparison does not apply. ചില വേർഡ്സിന് കമ്പാരിസൺ ആവശ്യമില്ല. കാരണം എന്താ, അത് ഓൾറെഡി അതിന്റെ ഹയസ്റ്റ് ഫോമിൽ തന്നെ കിടക്കുക, അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയിൽ തന്നെ അത് കിടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇമീഡിയറ്റ്ലി, I want it immediately എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ വേണമെന്നാ. You can't say I want it more immediately. അല്ലെങ്കിൽ I want it immediately എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Immediately അത്രയും മതി. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ന് തന്നെയാണ്. അപ്പോ മോർ ലാസ്റ്റ് അല്ലെങ്കിലോ ലാസ്റ്റസ്റ്റോ ഒന്നും അവിടെ ഇല്ല. ലാസ്റ്റ് ഇസ് ദ ലാസ്റ്റ്, ഫസ്റ്റ് ഇസ് ദ ഫസ്റ്റ്, ഫസ്റ്റസ്റ്റ് ഒന്നുമില്ല. സോ ഇറ്റ്സ് ജസ്റ്റ് ഫസ്റ്റ്. യുണീക് മീൻസ് ആ ഒരു സിംഗിൾ പീസ്. ഡെഡ്ലി, ഡെഡ്ലിയസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഡെഡ്ലി ഇൻ ഇറ്റ് സെൽഫ് ഇസ് ഡെഡ്ലി. സുപ്രീം, സുപ്രീമസ്റ്റ് നമ്മൾ പറയണം. സുപ്രീം ഗോഡ് എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ സുപ്രീം ഇറ്റ് സെൽഫ് ഇസ് ദ സുപ്രീമസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ വി ഡോണ്ട് സേ സുപ്രീമസ്റ്റ്. അപ്പൊ അതാണ് ചില വേർഡ്സിന് എന്താ പറയേണ്ടത്, ഇനി ഒരു ഫെർദർ കമ്പാരിസൺ അവിടെ ഇല്ല. അപ്പൊ ദീസ് വേർഡ്സ് ആർ ഗുഡ് ഇനഫ്. കാരണം അത് അതിന്റെ ആ ഒരു ഹയസ്റ്റ് ക്വാളിറ്റിയിലെത്തി നിൽക്കുവാണ് ഈ വേർഡ്സ് നമ്മൾ ഇങ്ങനെ തന്നെ പറയുമ്പോഴത്തേക്ക്. Now, do not combine two superlatives. രണ്ട് സൂപ്പർലേറ്റീവ്സിനെ എടുത്ത് കമ്പയർ ചെയ്യരുത്, അല്ലെ കമ്പൈൻ ചെയ്യരുത്. See, that was the most bravest thing he ever did. That was the bravest thing he ever did. Bravest എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു ബ്രേവറി അവിടെ വരാനില്ല. So that was the bravest. ഓക്കെ, അപ്പൊ മോസ്റ്റ് ബ്രേവസ്റ്റ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇൻകറക്റ്റ് എന്നുള്ളതാ, എസ്പെഷ്യലി നിങ്ങളുടെ ടെസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. Now he grew up to be the most handsomest boy in the town. So he grew up to be the most handsome boy in town. Handsomest എന്നുള്ള ഒന്നില്ല. ഹാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദാറ്റ് ഇസ് ദ ഹൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് മുകളിലോട്ടൊരു ഒരു വേർഡ് പിന്നെ ഇല്ല.
അപ്പൊ രണ്ടെണ്ണം. അപ്പൊ ഹാൻസമെസ്റ്റും മോസ്റ്റും കൂടെ വേണ്ട. മോസ്റ്റ് ഹാൻസം എന്ന് മാത്രം പറഞ്ഞാൽ മതി. And do not combine two comparatives. So Mary was more friendlier than Susan. The മോറും ഫ്രണ്ട്ലിയറും വേണ്ട. Mary was friendlier than Susan എന്ന് പറഞ്ഞാൽ മതി. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വേണ്ട എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Now let us do these questions. The girl whom you met is the dash sister of Ravi. നമ്മുടെ options eldest, elder, older, oldest. The eldest sister of Ravi. Okay, fine. Second one, the historical place is seeing worth, worthy of seeing, worth seeing, or worthy seeing. It is worth seeing. Option C is the right answer. The next question, these flowers smell sweet ano, sweetly ano, more sweetly ano, most sweetly ano. These flowers smell sweet. These flowers smell sweet. The Shrishti has searched that office. Whole the office, the whole office, a whole office, or some whole office. അപ്പൊ സൃഷ്ടി ഓഫീസ് മുഴുവനും സെർച്ച് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. സോ ദ ഹോൾ ഓഫീസ്. ഓപ്ഷൻ ബി. വില്യം ഷേക്സ്പിയർ ഇസ് ഫേമസ് ആസ് a poet and dramatist, a poet and a dramatist, a poet and dramatist, the poet and the dramatist, the poet and a dramatist. A poet and dramatist. കാരണം ഇത് രണ്ടും വില്യം ഷേക്സ്പിയറിന്റെ ക്വാളിറ്റീസ് ആണ്. So option B is the right answer here for us. Now, and the next one is, what does the dash leader suggest? What does the other leader suggest? What does the another leader suggest? What does the others leader suggest? What does the another's leader suggest? What does the other leader suggest? Option A is the right answer. And the next question is, he dash money. He has few money. He have few money. He has little money. He have little money. He has little money. Has വരുന്നത് because he is a single subject. അപ്പൊ കുറച്ച് പൈസയേ ഉള്ളൂ എന്നുള്ളത് കാണിക്കുകയാണ് ഈ 4 ഓപ്ഷൻസും. അതിന് ലിറ്റിൽ മണി നമുക്ക് അവിടെ ഉപയോഗിക്കാം. കോയിൻസ് ആണെങ്കിൽ നമുക്ക് ഫ്യൂ കോയിൻസ് എന്ന് പറയാം. പക്ഷെ മണി ആസ് സച്ച് ഇസ് നോട്ട് കൗണ്ടബിൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? മണി ആസ് സച്ച് ഇസ് നോട്ട് കൗണ്ടബിൾ. മണി ക്യാൻ ബി കൗണ്ടഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് യൂണിറ്റ് വിച്ച് ഇസ് റുപ്പി, ഓർ ഇൻ ടേംസ് ഓഫ് കോയിൻസ്. അതിനെ നമുക്ക് എണ്ണാം. നോട്ട്സിനെ നമുക്ക് എണ്ണാം. പക്ഷേ നമുക്ക് പറയാം 1000 rupees ഉണ്ടെന്ന് പറയാം. We normally don't say I have 1000 monies, I have little money, I have a lot of money. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. Because money is uncountable. Money can be counted in terms of its unit എന്നുള്ളതാണ്. Alright. So let's move on to the next one. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാല് we have determiners and articles. അപ്പൊ അതിനകത്ത് പിന്നെ conjunctions, tenses and verbs, narration, active and passive voice, synonyms, antonyms and homonyms, one-word substitutions, idioms, phrases and proverbs, modals and auxiliaries, non-finites, commonly confusing words, spelling errors, punctuation. ഇതെല്ലാം കൂടെ ഒരൊറ്റ സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ഇതെല്ലാം നോക്കും. അപ്പൊ ഇതിനകത്ത് ഇനി ഒരു സ്പെസിഫിക്കൽ ആർട്ടിക്കിൾസിന്റെ കാര്യത്തിൽ മാത്രം we might have a little discussion for about a minute or two. ബാക്കിയെല്ലാം നമുക്കിനി ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. And that's what we will do in the next part of the video. So I will see you very soon with the remaining. Thank you very much for watching, and you guys have a good day ahead. Please continue to the next part so that you can practice on all these things out there. So thank you very much once again. Thank you. In this video, we will review, or our revision will be on part 3, perspectives of education and leadership for PRT, TGT and PGT. ഇതിന് മൂന്നിനും applicable ആണ്. PRT ക്ക് ശരിക്കും 60 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്നാണ് വരുന്നത്. ആൻഡ് 40 each for TGT and PGT. അപ്പൊ നമുക്ക് ഒത്തിരി അങ്ങ് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ അല്ല ഇത്. ഇറ്റ്സ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ദ ലേണർ, 10 questions ഉണ്ടാകും for TGT and 15 for PGT.
And understanding teaching learning, TGTക്കും PGTക്കും 15 each വരും. And creating conductive learning environment അതിനകത്ത് 6 questions for TGT and 4 for PGT. School organization and leadership അതിനകത്ത് TGTക്ക് 6 questions PGTക്ക് 4 questions ആണ്. So ഇതാണ് ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്രമം. സോ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ റിവ്യൂ ചെയ്യുക, നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. ഓക്കെ, alright, so let's begin now. Let's move on to the first question. So, education of a child really begins. അപ്പോൾ ഏത് സ്റ്റേജിലാണ് ഒരു ചൈൽഡിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക? Once he takes birth, ആ ജനനം വരുന്ന ആ ഒരു സമയം മുതലാണോ? Once education ആ ഒരു age 3 ആകുമ്പോഴേ തുടങ്ങുള്ളൂ? Well, answer is option A. ആ ജനിക്കുന്ന സമയം മുതൽ this is actually applicable. Now let's move on to the next question out here. The next one is, family is the original social institution from which all other institutions emerged. ഇത് ആരാണ് പറഞ്ഞത്? ഫാമിലി ആണ് ആ ഒരു ഒറിജിനൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. Well, you can see option B is the right answer here. From option B, Ballard is the one who said these words. Question number 3. Which of the following is not the primary function of schools? First one is reorganization and reconstruction of human experiences, or is it all-round development of the child, or to make the children self-reliant, or advancement of culture? So നമ്മൾ ഇവിടെ നോക്കുന്നത് which is not the primary function ആണ്. So that's again another not question. അപ്പോൾ ഈ not questions നമ്മൾ specific ആയിട്ട് നോക്കണം. So answer is option D. അപ്പോൾ A, B and C are relevant functions എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം of the school. Number 4, the best teacher in a village school is he who carries community experiences to the classroom, or prepares instructional programs in the interest of community, or carries classroom experiences to community, or is it all of the above? Well, ഒരു teacher in a village school in ഒരു atmosphere നോക്കിയാൽ, well, all of the above ആണ്. All these are applicable. Okay. Now, secular education in India means what? Secular education, an education opposed to religion, or an education indifferent to religion, or an education emphasizing equality of religions. എന്താണ് നമ്മുടെ answer? Well, it's option C, an education emphasizing equality of religions. Number 6, school works as a social subsystem for transmission of culture, preservation of culture, advancement of culture, or is it all of these? A school works as a social hub for all of these: transformation, preservation, and also advancement of culture. Number 7, society is nothing but a process of interaction among people. ഇതാരാണ് പറഞ്ഞത്? Society is nothing but a process of interaction among people. So society മറ്റൊന്നുമല്ല, ആൾക്കാർ തങ്ങളിലുള്ള ആ ഒരു ഇന്ററാക്ഷന്റെ ഒരു പ്രക്രിയയാണ് സൊസൈറ്റി. അതാണ് ഇവിടെ പറയുന്നത്. So who said this? Well, this was by Reuter. Okay. Number 8, Article 351 is about A, education of tribals, B, promotion of Hindi, promotion of secularism, or English as an official language. എന്താണ് Article 351? പൊതുവെ, what is it all about? So it's about promotion of Hindi across India. Number 9, education in the mother tongue at primary stage to children belongs to linguistic minorities has been mentioned in article. But ഏത് ആർട്ടിക്കിളിലാണ് education in mother tongue for the primary children അല്ലെങ്കിൽ ആ ഒരു എന്താ പറയേണ്ടത് children belonging to linguistic minorities? അപ്പൊ അത് ഏത് ആർട്ടിക്കിൾ വഴിയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്? Is it 250, 350, 349 or 351? Well, the answer is 350. And number 10, which of the following statements about growth and development is not correct? ഇവിടെ ഒരു not question ആണ് നമുക്ക്. So not questions നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, otherwise we might go wrong in the not questions. ഇവിടെ option B, growth is a function of the environment എന്നുള്ളത് is not correct about growth and development. ബാക്കി എയും സിയും ഡിയും correct ആണ്, and that is applicable. Number 11, development is, ഒരൊറ്റ വേർഡിൽ നമുക്ക് പറയാനാണെങ്കിൽ, what is development? Maturation ആണോ, ലേണിംഗ് ആണോ,
synthesis of abilities ആണോ അതോ ഇത് മൂന്നും കൂടിയാണോ അതിനകത്ത് വരുന്നത്? Well, development is all of these. ഇതെല്ലാം അതിനകത്ത് വരുന്നു. Number 12. The son of a goldsmith becomes an expert goldsmith. It is an example of biological, heredity, social heredity, transfer of instinct, or is it none of these? Aber endana sherikum vida? It's option B, social heredity. It's not transfer of instinct. Ivda instinct alla transfer agunnathu. It's a social heredity ennulladana. Okay, karanam this is again occupational based what we are talking about. Number 13. Which of the following statements regarding personality traits is correct? Personality traits നെ കുറിച്ച് ഇതിനകത്ത് ഏതൊക്കെയാണ് correct എന്നുള്ളതാണ് ചോദ്യം. Well, the answer is option D. ഇത് മൂന്നും correct ആണ്. That's traits of personality cannot be developed in isolation without taking the help of environment. ചുറ്റുപാടുകളുടെ സാഹചര്യത്തിന്റെ എൻവയൺമെന്റിൽ അല്ലാതെ ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി ട്രേറ്റ്സിന്റെ ഡെവലപ്മെന്റ് ഐസൊലേഷനിൽ നടക്കില്ല എന്നാണ്. Now, subjective traits of the individual are determined by genetic factors. That's again another truth. A bad environment can surpass good inheritance, but good environment is not a substitute for poor heredity. A bad environment എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അത് it can surpass good inheritance. Good inheritance കിട്ടാതെ വന്നു പോകും ബാഡ് എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഗുഡ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് ആ ഒരു പുവർ ഹെറിഡിറ്റിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നുള്ളത്. ഗുഡ് എൻവയൺമെന്റിന് ഗുഡ് എൻവയൺമെന്റ് തന്നെ ഉണ്ടാകണം, എന്നാലേ എന്താ പറയേണ്ടത് പ്രോപ്പർ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുകയുള്ളൂ. സോ ഓൾ ഓഫ് ദീസ് ആർ applicable എന്നുള്ളത്, അല്ലെങ്കിൽ they are all correct എന്നുള്ളത്. Number 14. Which of the following characteristics denote infancy period? A physical growth is curvilinear, physical growth is rapid, or head grows at relatively slower rate as compared to the other parts of the body, or all of these? Well, the answer is option D. ഇത് മൂന്നും അതിനകത്ത് applicable ആണ്. Physical growth curvilinear ആണ്, and rapid ആയിട്ടുള്ള physical growth ഉണ്ട്, and തലയുടെ വളർച്ച ഒരു സ്ലോവർ റേറ്റ് ആയിരിക്കും ബോഡിയുടെ മറ്റ് പാർട്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. കാരണം തലയുടെ റേറ്റും കൂടെ സെയിം റേറ്റിൽ തന്നെ പോയാൽ the head might turn out to be very big. 15. Which of the following is not the characteristic of infancy period? ഇവിടെ not the characteristic എന്നുള്ളതാണ് ചോദ്യം, ഏത് അല്ല എന്നുള്ളത്. So the answer is option C. That's emotional or social development is not as associated with motor development. അപ്പൊ ഇത് ഒരു characteristic അല്ല എന്നുള്ളത്. ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെന്റ് ആ ഒരു മോട്ടോർ ഡെവലപ്മെന്റ് നടക്കുന്നത് പോലെ പ്രോമിനന്റ് അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വെൽ, that is not a characteristic our infancy period. Right. Number 16. Which of the following characteristic is not associated with emotional development? Which is not associated ആണ് option D. That's emotions are unrelated to physical development എന്നുള്ള ഒരു സംഗതി ഈ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റുമായിട്ട് associated അല്ല, or it is not true about emotional development. Number 17. Social development of an infant depends on his chance of interaction with others, love and affection shown to the child, or the extent to which he is able to attract the attention of others. Although all of the above. Well, the answer is all of the above. I mean, social development happens better when there is a higher chance of interaction with others. That's option A. And it also depends on the love and affection that the child receives. How that is to be taken forward. And the extent to which he is able to attract the attention of മറ്റുള്ളവരുടെ അറ്റൻഷൻ എത്ര ഈ കുട്ടിക്ക് പിടിച്ചു പറ്റാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. Number 18. In a normal learning environment, forgetting is caused. മറവി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? Due to lack of practice for a long time, due to the interference of other learned material, or due to lack of consolidation of memory traces, അതോ ഈ all of the above ആണ്. Forgetting ഉണ്ടാകാനുള്ള കാരണം, മറവി ഉണ്ടാകാനുള്ള കാരണം, ഒന്ന് നമുക്കറിയാം, ഒരു നിരന്തരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിന്റെ അഭാവത്തിൽ നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ
interference of other learned material. മറ്റ് മെറ്റീരിയൽസിന്റെ ഇന്റർഫിയറൻസ്. അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടെ പ്രോമിനന്റ് ആയിട്ട് പഠിച്ചിട്ട് അതാണ് മനസ്സിൽ എപ്പോഴും ഓർത്തു വെച്ചേക്കുന്നതെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് നേരത്തെ പഠിച്ചത്. ആൻഡ് ലാക്ക് ഓഫ് കൺസോളിഡേഷൻ ഓഫ് മെമ്മറി ട്രേസസ്. സോ മെമ്മറി ട്രേസസിന്റെ ആ ഒരു കൺസോളിഡേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഒത്തുകൂട്ടി തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിലും forgetting ഉണ്ടാകും. Number 19. Which of the following is not the characteristic of intellectual development of early childhood? Increased span of attention, exploration of the environment, ability to verbalize all known concepts, or ability to distinguish past, present, and future. Which of the following is not the characteristic of intellectual development? Early childhood period, our intellectual development ഒരു സവിശേഷത അല്ലാത്തത് ഏതാണ് ഇതിനകത്ത് എന്നുള്ളതാണ് ചോദ്യം. The option C, that is ability to verbalize all known concepts. അപ്പൊ ആ ഒരു ഏജില് എന്താ പറയേണ്ടത്, ഏർലി ചൈൽഡ്ഹുഡ് പീരിയഡില് ability to verbalize all known concepts will not be a part എന്നുള്ളത്. നടക്കത്തില്ല. Child will not be able to verbalize everything. That is what we ideally need to understand from here. Number 20. Social development by the end of early childhood is marked by. Social development, our early childhood ന്റെ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് അവിടെ പ്രോമിനന്റ് ആകുന്നത് എന്നുള്ളതാണ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അതായത് ഫീലിംഗ് ഓഫ് ഓട്ടോണമി അവിടെ ഉണ്ടാകുന്ന, എൻഡ് ഓഫ് സോളിറ്ററി പ്ലേസ് അവിടെ വരുന്നു, ആൻഡ് ദ ടെമ്പറമെന്റ് ഓഫ് കോഓപ്പറേഷൻ ആൻഡ് ഫ്രണ്ട്ലിനെസ്. ഓക്കെ, ഇത് മൂന്നും ആണ് ശരിക്കും പുതിയതായിട്ട് അവിടെ ഡെവലപ്പായി വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ആൻഡ് ദിസ് മാർക്സ് ദി എൻഡ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളത്. Number 21. Girls are more dominating than boys in social institutions in which of the following periods? അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ഏത് പീരിയഡ്സിലാണ് അല്ലെങ്കിൽ ഏത് ഗ്രോത്ത് പീരിയഡിലാണ് ശരിക്കും ഗേൾസ് കുറെ കൂടെ അല്ലെങ്കിൽ ബോയ്സിനേക്കാളും ഡോമിനേറ്റിംഗ് ആയിട്ട് വരുന്ന ആ ഒരു കാലഘട്ടം? വെൽ, ഓപ്ഷൻ സി, അതായത് പ്രീ അഡോളസെന്റ് പീരിയഡും ഏർലി ചൈൽഡ്ഹുഡ് പീരിയഡ്, ഈ രണ്ട് പീരിയഡ്സിലും they tend to be more dominant. 22. Physical development of later childhood is marked by. Later childhood വരുന്ന ആ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഓസിഫിക്കേഷൻ ഓഫ് ബോൺസ്, പെർമനന്റ് ടീത്ത്, എക്സസീവ് മോട്ടോർ ആക്ടിവിറ്റി, അതോ ഇത് മൂന്നും കൂടി അതിന്റെ പ്രത്യേകതകളാണോ? വെൽ, ദാറ്റ്സ് റൈറ്റ്, ഇത് മൂന്നും അതിന്റെ പ്രത്യേകതകളാണ്. Number 23. Girls surpass boys physically in infancy, later childhood, early childhood, or adolescence? Well, the answer is later childhood. Let's look at the next one now. 24. The period of later childhood is marked by. Our later childhood in the period, how is it marked by? Well, intellectual maturity, high muscular energy, hero worship, or all of these? Well, ideally all of these. Hero worship ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് they look forward to someone whom they can take as an ideal personality for them. ആ ഒരു പീരീഡിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഈ പറയുന്നത്. Number 25. Which of the following is not the characteristics of intellectual development of later childhood? High interest in science fiction, increased logical power, careful for future, or end of imaginary fears? About which of the following is not the characteristic, not the characteristics of intellectual development of later childhood? Well, the answer is careful for future. So, other ആ ഒരു പീരിയഡില് they are really not bothered എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സംഗതി. Number 26. Children are very much hateful to or indifferent to opposite sex at the age. ഏത് ഏജ് ഗ്രൂപ്പിലാണ് അവർക്ക് ആ ഒരു ഇൻഡിഫറൻസ് ഉള്ളത് to the opposite sex? Well, the answer is 11 to 12. ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. Okay, so our age group there is a little low level of understanding of the opposite sex. 27. Period of later childhood is marked by. Our later childhood in the period എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? Well, the answer is option D.
അതായത് സ്ലോ ആൻഡ് സ്റ്റഡി ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകും, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും, ആൻഡ് ഇൻജസ്റ്റിസിന് എതിരെ പോരാടും. ദാറ്റ്സ് വാട്ട് ദി ആംഗർ അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ഇസ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദീസ്. 28. The best place for social development for a 12-year-old child is neighborhood ആണോ, ഫാമിലി ആണോ, പ്ലേ ഗ്രൗണ്ട് ആണോ, സ്കൂൾ ആണോ? ഒരു 12-year-oldന്റെ കാര്യമാണ് നമ്മളിവിടെ ഈ പറയുന്നത്. പ്ലേ ഗ്രൗണ്ട് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ആ ഒരു സമയത്ത് എന്താ പറയേണ്ടത്, they learn a lot from other kids. Yeah. 29. Group activities and group loyalties are at its peak at the age of. ഏത് ഏജ് ഗ്രൂപ്പിലാണ്? അപ്പോൾ 10 to 12 ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് ഗ്രൂപ്പ് ലോയൽറ്റീസ് അതിന്റെ ആ ഒരു പീക്ക് ടൈമിൽ എത്തുന്നത്. Now, Electra complex. So what does that refer to? Electra complex. That's a daughter comes closer to father, son comes closer to the mother, or inferiority complex in the presence of girls, or is it none of these? എന്താണ് ഈ Electra complex എന്ന് പറയുന്നത്? Well, the daughter getting closer to the father or more attached to the father. അതാണ് Electra complex എന്ന് പറയുന്നത്. 31. According to Freud, superego is properly developed during latency period ആണോ, phallic period ആണോ, anal period ആണോ, or is it none of these? Well, ആ ഒരു സൂപ്പർ ഈഗോ നല്ലതുപോലെ ഡെവലപ്പ് ആകുന്നത് ആ ഒരു ലാറ്റൻസി പീരിയഡിലാണ്. 32. Development is a process of observable social interaction. So ഇത് ആരുടെ ഒപ്പീനിയൻ ആണ് എന്നുള്ളതാണ്. Well, the answer is Robert Sears. Robert Searsന്റെ development is a process of observable social interaction. ഒബ്സർവബിൾ ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് ഡെവലപ്മെന്റിന്റെ ഒരു പ്രോസസ് എന്ന് അദ്ദേഹം പറഞ്ഞു. Number 33, agreement on a concept is possible because concepts are subjective, concepts are objective, concepts are hierarchical. Or is it both A and C? Well, the answer is option D. Concepts are subjective and concepts have an hierarchy. So, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് they are agreement on a concept is possible because of these two components. Number 34. Which of the following statements about concepts is correct? Which of the following is correct about concepts? So, some concepts are more powerful than others. That's correct. All concepts are universal. That's correct. And concepts are differentiated on the basis of their attributes, or is it none of these? Well, the answer is option B. All concepts are universal because it is applied everywhere. It can be applied universally, under the same circumstances and all of that. So, all concepts are universal. 35. Who among the following psychologists is of the view that a learner can be motivated by satisfying his needs? ഒരു ലേണറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആ ഒരു ലേണറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. സോ ദ ലേണർ ഗെറ്റ്സ് മോട്ടിവേറ്റഡ്. വെൽ, ഇതിനകത്ത് ബോത്ത് ആർ റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. ഹെൻറി മുറേ ആസ് വെൽ ആസ് എബ്രഹാം മാസ്ലോ, ഇവർ രണ്ടുപേരും ഈ ഒരു ഒപ്പീനിയൻ വെച്ച് പുലർത്തുന്നവരാണ്. Number 36. Permanent change in behavior brought about by experience of or training. What is this called? നമ്മൾ പറയാറുള്ളത് experience is the best teacher. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു പെർമനന്റ് ചേഞ്ച് വന്നു, അല്ലെ ട്രെയിനിങ്ങിലൂടെ ആ ഒരു എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കുന്നു, അങ്ങനെ പെർമനന്റ് ചേഞ്ച് വന്നു. അപ്പൊ ഇതിനെ ലേണിംഗ് എന്നോ മോട്ടിവേഷൻ എന്നോ അസിമിലേഷൻ എന്നാണോ, ഓർ ഇസ് ഇറ്റ് നൺ ഓഫ് ദീസ്? സോ ദിസ് ഇസ് കോൾഡ് ലേണിംഗ്. ഓക്കെ, പെർമനന്റ് ചേഞ്ച് ഉണ്ടാവുകയാണ്. ഓക്കെ, ത്രൂ എക്സ്പീരിയൻസ്. നമ്മൾ ഒരുപാട് ഡെഫിനിഷൻസ് നമ്മൾ ലേണിംഗിന്റെ നോക്കിയിട്ടുണ്ട്. സോ ദിസ് ഇസ് അപ്രോപ്രിയേറ്റ് ഹിയർ. Number 37. Which of the following enrichment program is suitable for gifted children in the school? Mathematics or science Olympiad, challenging home assignments, map work during studies, or is it all of these? Well, the answer is all of these. Is it applicable? Okay. Number 38. The best me assure of identifying mildly mentally retarded is. Okay. Administration of standardized intelligence test, administration of behavior test, administration of adjustment test, or is it a combination of all?
ഇതിന്റെ മൂന്നിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ. Option D is the right answer. Number 39, the best measure of identifying mildly mentally retarded is, again, administration of standardized intelligence test. നമുക്ക് നേരത്തെ നോക്കിയ ആ ക്വസ്റ്റ്യനില് options are the same here. And the answer is again option D. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. 39. Unsatisfactory relation of a mentally retarded child with the environment is technically called autism ano, maladjustment ano, pseudo dullness ano, or is it none of these? Well, this is called autism. Number 40. A creative child in a class cannot be satisfied unless he is given freedom to manipulate ideas or things. He is allowed to ask questions in his own way. അതോ എയും ബിയും കൂടെ ചേർന്നാണോ അതോ ഇതിലൊന്നും അല്ലയോ എന്നുള്ളത്? വെൽ, എയും ബിയും കൂടെ ചേർന്നുള്ളതാണ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി will not be satisfied if he is not given the freedom to manipulate ideas or things, and if he is not allowed to ask questions the way how he wants to ask. 41. For the development of creative potential of a child, the teacher should. ഒരു ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് എന്തൊക്കെയാണ് ടീച്ചർ ചെയ്യേണ്ടത്? Allow him to be critical to ideas and people, give them chance of problem solving, or ഇത് രണ്ടും കൂടെ ചേർത്താണോ, or is it none of these? Well, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്താ പറയേണ്ടത്, ആ ഒരു ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഒരു കുട്ടിയിൽ ഡെവലപ്പ് ആകും. 42. A teacher can foster creativity in children by developing confidence in them, giving them the opportunity to express, or ഇത് രണ്ടും കൂടെ ചേർന്നാണ്. Well, the answer is option C. It has to be a mixture of these two. 43. Those who are normal in intelligence but slow in academic achievement due to psychological reasons, what are they called? So some children, അവരുടെ ഇന്റലിജൻസിൽ അവർ നോർമലാണ്, പക്ഷെ അവരുടെ അക്കാഡമിക് അച്ചീവ്മെന്റിൽ അവർ സ്ലോ ആണ്. ആൻഡ് ഇതിനുള്ള കാരണം സൈക്കോളജിക്കൽ റീസൺസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കണ്ടീഷനെ എന്ത് പറയും? ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറയോ, ഗിഫ്റ്റഡ് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയോ, അതോ ഇത് രണ്ടും അവർക്ക് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണോ? വെൽ, ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാസോ ക്രീഡോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബാക്ക്വേർഡിറ്റി അല്ല ഇവിടെ വരുന്നത്. അവരുടെ ആ ഒരു അക്കാഡമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് സ്ലോ ആണ് കമ്പയർഡ് ടു their peers. അതുകൊണ്ടാണ് ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്നവരെ വിളിക്കുന്നത്. 44. Emotional disturbances may lead to educational backwardness because educational backwardness ഉണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. അപ്പൊ എന്തൊക്കെ ആയിരിക്കും ആ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, അല്ലെ എന്ത് രീതിയിലായിരിക്കും അത് ആ ഒരു ബാക്ക്വേർഡ്നെസ്സിനെ എഫക്ട് ചെയ്യുന്നത്? So proper emotional development is necessary for social interaction, and emotions will develop intellectual power, that is emotional intelligence എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ ഇത് രണ്ടും കൂടെ ചേർന്നാണ്. സോ ഈ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായാല് ബാക്ക്വേർഡ്നെസ് വരും. അതിന്റെ കാരണം ആ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് ഒന്ന് സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. ആൻഡ് രണ്ട്, ഇമോഷൻസ് വിൽ ഡെവലപ്പ് ഇന്റലക്ച്വൽ പവർ. അപ്പൊ ഈ ഇന്റലക്ച്വൽ പവർ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇമോഷൻസ് ആണ് ഇമോഷണൽ ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. That's when the child learns how to behave in certain conditions or under a given situation. Alright. 45. Which of the following measures should be adopted by teacher to check educational backwardness? അപ്പൊ ഈ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് കൺട്രോളിൽ വെക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ടീച്ചർ ചെയ്യണം? Well, the answer is option D. അപ്പൊ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, റെഗുലർ ഫീഡ്ബാക്ക്, റെമഡിയൽ ടീച്ചിങ് നടക്കണം, ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ചേഞ്ച്. ഇത് മൂന്നിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആകുമ്പോഴാണ് a teacher would be successful, or rather a teacher would have taken successful measures to stop our educational backwardness. 46. Teaching by small steps and frequent short assignments techniques are used for സ്ലോ ലേണേഴ്സ് ആണോ, ലേണിംഗ് ഡിസേബിൾഡിന് വേണ്ടിയിട്ടാണോ, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ചിൽഡ്രൻ ആണോ, ചിൽഡ്രൻ വിത്ത് ഓൾ ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് ആണോ? വെൽ, ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. അപ്പം നമുക്ക് സ്ലോ ലേണേഴ്സ് ഒക്കെ ആയിരുന്നാലും ശരി തന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ
ഇത് ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് വേണ്ടത് with all types of discipline. അത് സ്ലോ ലേണർ ആകാം, ലേണിംഗ് ഡിസേബിൾഡ് ആകാം, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആകാം, എല്ലാവർക്കും ഇത് ഒരെണ്ണം ആപ്ലിക്കബിൾ ആണ്. 47. The stage in which a child begins to think logically about objects and events is known as logically കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് എന്താണ് പറയുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആയോ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണോ, അതോ സെൻസർ മോട്ടറി സ്റ്റേജ് ആണോ? Well, the answer is concrete operational stage ആയി. അപ്പോഴാണ് ആ ഒരു ലോജിക്കാലിറ്റി അപ്ലൈ ചെയ്ത് തിങ്ക് ചെയ്യാൻ കഴിയുന്നത്. 48. Which of the following is a social characteristic of a learner? A power of sensory perception, thinking ability, power of synthetic imagination, or ability to relate oneself with others? Well, the answer is option D. That's the ability to relate oneself with others. Number 49. Which is the characteristic of formative evaluation? അപ്പോൾ ഇതിൽ formative evaluation the characteristic എന്താണ്? Option D is the answer. Evaluation is conducted during teaching. So it forms an opinion of what the child has learned. അതാണ് formative evaluation ഒരു characteristic. Number 50. As per the cognitive development theory of Jean Piaget, adolescent students are in which stage of development? അപ്പോൾ പിയാജറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി നോക്കുകയാണെങ്കിൽ ഈ അഡോളസെന്റ് സ്റ്റുഡൻസ് അവരുടെ ഏത് ഏജ് സ്റ്റേജിലാണ് ഡെവലപ്മെന്റിന്റെ? അപ്പൊ സെൻസോമോട്ടറി, കോൺക്രീറ്റ്, ഓപ്പറേഷണൽ, ഫോമൽ. വെൽ, അവരുടെ ഫോമൽ ഓപ്പറേഷണൽ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. Number 51. Cone of experience related to teaching learning was suggested by, well, നമുക്കറിയാം cone of experience is always related to Edgar Dale, അല്ലേ? So he is the one who suggested this. Number 52. Which of the following statements is true in the case of a test prepared by you as a teacher? ഇതിൽ ഏതൊക്കെ correct ആണ്? If the test is reliable, it is objective. If a test is valid, it is also reliable. A test is reliable, it is valid. If a test is valid and reliable, it is useful. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ? അപ്പൊ ഒരു ടെസ്റ്റിനെ നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റീവ് ആണ്. ഇനി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ശരിക്കും വാലിഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അത് റിലയബിളും ആണ്. അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും. ഒരു ടെസ്റ്റ് റിലയബിൾ ആണ്, അത് വാലിഡും ആണ്. അതല്ലെങ്കിൽ a test is valid and reliable, അങ്ങനെ വന്നാൽ ഇറ്റ് ഈസ് യൂസബിൾ എന്നുള്ളത്. സോ option B. If a test is valid, it is also reliable. അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് we have to think of അതിന്റെ ആ ഒരു വാലിഡിറ്റിയെ കുറിച്ച് നോക്കുക. അപ്പോ വാലിഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ കോണ്ടന്റ് അവിടെ കവർ ചെയ്യുന്നുണ്ടോ, അതോ ആ പ്രോപ്പർ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണോ, അതോ ഔട്ട് ഓഫ് സിലബസ് ആയി പോയോ? അതാണ് ആ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇഫ് ഇറ്റ് ഇസ് വാലിഡ് ഫോർ ദ സബ്ജക്ട് ദാറ്റ് വാസ് ടോട്ട്, for the type of test that is being conducted, എന്നാൽ അത് റിലയബിളും ആണ് എന്നുള്ളത്. സോ ടെസ്റ്റിനെ വാലിഡ് ആക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ പ്രധാന ഉദ്ദേശം. അത് വാലിഡ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റിലയബിൾ ആവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളത്. 53. The field of study which uses role playing, simulation and self-evaluation as strategies for adult learners is known as pedagogy ആണോ, andragogy ആണോ, anthropology ആണോ, psychology ആണോ? Well, the answer is option B. Andragogy is the answer. Now, and number 54. Which among the following is a non-cognitive characteristic of a learner? Recalling, problem solving, identifying important sensory inputs, or believing what is true? Well, the answer is believing what is true എന്നുള്ളത്. Non-cognitive characteristic of a learner, believing what is true. 55. Diagnostic evaluation ascertains. എന്താണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ നിന്ന് നമുക്ക് കിട്ടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ what does it try and evaluate എന്നുള്ളതാണ്. Well, the answer is option B, that is causes and remedies of persistent learning problems during instructions.
About what are the causes of problems which are persistent എന്നുള്ളത് and അതിന് ഉള്ള remedies എന്തായിരിക്കും കൊണ്ടുവരാൻ കഴിയും. So option B is the right answer. Number 56. Among the following, which one is an example of instructional software? Instructional software എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഏതാണ് ഈ നാലെണ്ണത്തിൽ? Okay, that's radio talk. ഒരു instructional software നമുക്ക് radio talk എന്ന് പറയാം. Now, 57. Which teaching aids enhance the skills like reading, listening, and pronunciation? Audio lingual teaching aids ആണോ? Scientific teaching aids ആണോ? General knowledge and teaching ആണോ? അതോ theoretical based teaching aids ആണോ? Well, the answer is audio lingual teaching aids. അതാണ് reading, listening, and pronunciation പോലെയുള്ള skillsനെ enhance ചെയ്യും. Number 58. As per the cognitive development theory of Piaget, adolescent students are in which stage of development? അപ്പോൾ adolescent students അവരുടെ ആ ഒരു formal operational stage-ലാണ്. I think this question has been repeated. 59. Which of the following statements best explains the concept of team teaching? Team teaching-നെ explain ചെയ്യുന്ന sentence ഏതാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, well, option C, we can see more than two teachers plan and teach the same class as per their expertise. That's the right answer here in this case. Okay. Now, number 60. Peer group interaction in classroom helps in. Peer group interaction classroom എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിനാണ്. Okay, so to understand the concept. Number 61. Which of the following is an example of maximum performance test? A maximum performance test in the example എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ aptitude test ആണ് maximum performance test in the example. Number 62. Reflective practice implies use of one's reflective practice എന്ന് പറയുമ്പോൾ okay, എന്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. Well, that is metacognition എന്നുള്ളത്. അതാണ് reflective practice. 63. Inclusive education implies അല്ലെങ്കിൽ inclusive education ആ ഒരു മീനിങ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ what happens because of this എന്ന് നോക്കിയാൽ, well, that ensures that no child is left behind in education. അതാണ് include ചെയ്യുക, everybody to be included. Option D is the right answer. 64. Which of the following is an example of higher order of cognitive learning outcome? Higher order of cognitive learning outcome. That's the example. Option C, learning of concepts and abstractions. Learning of concepts and abstractions. Number 65. Which of the following is the key behavior contributing to effective teaching? From teaching in a effective key contributor എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, well, that is option D, explaining concepts in a logical step-by-step presentation. Logical ആയിട്ട് step by step. ഇതിപ്പോ നമ്മൾ എന്താ പറയേണ്ടത്, കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയെന്ന് നോക്കുമ്പോഴത്തേക്ക് we can understand. അത് ലോജിക്കൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ then it is easy for them to understand. 66. World-class Indian institutions set the highest standards of multidisciplinary teaching and research and hosted scholars and students from across backgrounds and countries. Now find the name of the institution which is not in the list of NEP 2020. അപ്പോൾ NEP-യിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇല്ലാത്ത ഒരു ഓർഗനൈസേഷന്റെ പേര് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നുള്ളതാണ്. That's Osmania University. Okay. Number 67. What are the elements of evaluation plane? Evaluation plane the elements എന്താണെന്നുള്ളതാണ്. For purpose, analysis, resources, authority. ഇതിനകത്ത് നമ്മുടെ ആൻസർ ഓപ്ഷൻസ് A and C only, B only, B, C and D. Well, A, B and C. അപ്പോൾ C, A is purpose, B is resources and C is analysis. ഇത് മൂന്നുമാണ് അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഇവാലുവേഷൻ പ്ലെയിനിന്റെ എലിമെന്റ്സ് എന്ന് പറയും. Number 68. Which of the following learning outcomes are intended in teaching organized at understanding level? അപ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ പഠിപ്പിക്കുന്നതിന് എന്ത് ലേണിംഗ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം ആണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഇന്റൻഷൻ എന്നുള്ളത്. So the answer is option B, that is seeking of relationships and patterns among facts. അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ.
69. Who was the chairman of NEP 2020 drafting committee? Well, the answer is option B, Dr. K. Kasturirangan. Yeah. And number 70, when did the Union Cabinet approve the new National Education Policy? അതായത് NEP 2020 എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു ക്യാബിനറ്റ് അത് അപ്രൂവ് ചെയ്തത്? Well, that was on the 29th of July 2020. 71. What is the guiding light for the National Education Policy 2020? ആ ഒരു പോളിസിയെ ഗൈഡ് ചെയ്ത ലൈറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. And that is option C, rich heritage of ancient and eternal Indian knowledge. So that was the guiding force or the guiding light behind, all the changes that were brought about in NEP 2020. 72. According to NEP 2020, the Indian education system produced great scholars such as, Charaka, Nagarjuna. Now find the odd one from the list. അപ്പോൾ ഈ ലിസ്റ്റ് നമുക്ക് എന്താ പറയണ്ട ആ ഒരു ഗ്രേറ്റ് സ്കോളർ എന്നുള്ള രീതിയിൽ ഇല്ലാത്ത പേര് ഇന്ത്യൻ സ്കോളർ എന്നുള്ള രീതിയിൽ ഇല്ലാത്തത്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി, Xenocrates. We know that is not an Indian origin. അല്ലേ? 73. How many of the fundamental principles are mentioned in NEP 2020? Is it 5, 11, 22 or 20? Well, the answer is 22 are there in all. 74. How much percent, of a child's cumulative brain development occurs prior to the age of 6 according to NEP 2020? അപ്പോൾ ഒരു 6 വയസ്സ് ആകുന്നതിന് മുന്നേ ബ്രെയിനിന്റെ എത്ര ശതമാനം ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്? So this is something that is mentioned in NEP 2020. Over 85% of the brain development happens in. Number 75, National Education Policy 2020 replaced by a new pedagogical and curricular structure. അപ്പോൾ അത് ഏത് സ്ട്രക്ചറാണ് NEP 2020 റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കരിക്കുലർ സ്ട്രക്ചർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് നമ്മുടെ റിട്ടൺ ടെസ്റ്റിന് മാത്രമല്ല നമ്മുടെ ഇന്റർവ്യൂ സമയത്തും ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. വെൽ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. 5+3+3+4 മോഡലാണ് 2020 റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് NEP 2020. 76. What is the age group covered in school education according to NEP 2020 new curricular structure? സ്കൂൾ എഡ്യൂക്കേഷനിൽ വരേണ്ട ഏജ് ഗ്രൂപ്പിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് ഇസ് 3 to 18 എന്നുള്ളത്. 77. What are the classes which cover the secondary stage? ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ക്ലാസ്സസ് ആണ് എന്നുള്ളത്. ദാറ്റ് ഇസ് 9 to 12. 9, 10, 11 and 12. ഈ 4 ക്ലാസ്സസ് ആണ് സെക്കൻഡറി സ്റ്റേജിനകത്ത് വരുന്നത്. അപ്പോ മിഡിൽ സ്റ്റേജിൽ വരുന്നതോ? മിഡിൽ സ്റ്റേജിൽ വരുന്നത് obviously it has to be 6 to 8. 6 to 9 അല്ല, 6 to 8 ആണ്. ഓപ്ഷൻ സി. ഇനി പ്രിപ്പറേറ്ററി സ്റ്റേജിനകത്ത് വരുന്നതോ? Now it's easy for us to find out, അല്ലേ? That's option B, 3 to 5. Yeah. And number 80, what are the classes which cover the foundational stage according to NEP 2020? Appo covers only class 1 and 2, or covers only Anganwadi, preschool and Balvatika, or covers Anganwadi, preschool, Balatika and 2 years, that is class 1 and 2, or covers up to class 5. ഫൗണ്ടേഷണൽ സ്റ്റേജിന്റെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ഓപ്ഷൻ ബി ആണ്. അംഗൻവാടി, പ്രീ സ്കൂൾ ആൻഡ് ബാൽവതിക. Number 81. NEP proposed the universal provisioning of quality early childhood development care and education must be achieved എന്നുള്ളത്. So what is the timeline for this? ഏത് ടൈം കൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്? That's by 2030. 82. What is the timeline to ensure that all students entering grade 1 are school ready according to NEP 2020? അപ്പോൾ അതിന്റെ timeline is again 2030. Number 83, which educational organization will prepare NEP 2020 proposed pedagogical framework for early childhood care and education? Either organization. So that will be NCER. 84.
National Education Policy. Again, NEP 2020 proposed establishment of preparatory class or Balavatika. What is the age limit for these classes? About our class like age limit. So prior to the age of 5, they should have attended these classes. 85. Which among the following are the foundational pillars in NEP 2020? Accessibility, affordability, accountability, quality, equity, and access. Equity എന്താണെന്നുള്ള നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So I'm not going to explain it out here. നമ്മുടെ ലെസണിനകത്ത് അതുകൊണ്ട്. So the answer is option D. അതായത് ഇതെല്ലാം അതിന്റെ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് ആണ്. Accessibility, affordability, accountability, quality, equity, and access. Okay. Number 86. The behavioral approach focuses on the actual behavior of dash in organizations. Persons are no, other persons and groups are. So the answer is persons and groups. A group nathum alkare thanneyanallo. Number 87. Dash has or have been among the pioneers of the behavioral approach to the study of public administration. Herbert A. Simon, Robert A. Dahl, allegil both A and B, or Woodrow Wilson. Answer is option C, Herbert A. Simon and Robert A. Dahl. 88. The greatest limitation of which approach is that one cannot get a true picture of how an organization functions in practice. Okay. About greatest limitation. Either approach our limitation where one person cannot get a correct picture. That's a clear understanding of how an organization functions. I mean, not in theory, but in practice. Other is option D. That's the institution and structural approach. There is a limitation of all. 89. How does hierarchy of authority, or what does hierarchy of authority mean? Oh, the lower levels have to pursue the goals laid down by the higher levels, or the upper levels of hierarchy set the goals to be pursued, or the upper levels cannot take disciplined action against subordinates, or the lower levels have the freedom to carry out the operations. Well, the answer is option A. That's 1 and 2. That is, lower levels, they have to pursue the goals what are laid by the higher levels. So, higher level തീരുമാനിക്കുന്ന ആ ഗോൾസിന്റെ അറ്റൈൻമെന്റ് ആയിരിക്കണം ലോവർ ലെവലിലുള്ളവർ ചെയ്യുന്നത്. ആൻഡ് അപ്പർ ലെവൽസ് ഓഫ് ഹൈറാർക്കി സെറ്റ് ദ ഗോൾസ് ടു ബി പെർസ്യൂഡ്. ആ സെന്റൻസ് തന്നെ ആക്ച്വലി അവിടെ തിരിച്ചിട്ടിരിക്കുകയാണ് അല്ലെ. നമ്പർ 90. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ഗോ ടുഗെദർ. ഇത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹൈറാർക്കി ആണോ, പ്രിൻസിപ്പിൾ ഓഫ് കറസ്പോണ്ടൻസ് ആണോ, പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ആൻഡ് കൺട്രോൾ ആണോ, പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലൈസേഷൻ? വെൽ, ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് correspondence ennolla. Number 91. According to Chester Bernard, orders are authoritative when they are issued by a superior, issued by the top executive, accepted by the subordinates, or understood by the subordinates. Orders എപ്പോഴാണ് authoritative ആകുന്നത്? According to Chester Bernard. Well, the answer is option C, when they are accepted by the subordinates. ആ ഒരു സമയത്താണ് ഓർഡേഴ്സ് അതോറിറ്റേറ്റീവ് ആകുന്നത്. അക്കോർഡിംഗ് ടു എങ്കിൽ മാത്രമേ സബോർഡിനേറ്റ്സ് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ഇംപ്ലിമെന്റേഷൻ അവിടെ നടക്കുകയുള്ളൂ അല്ലെ. നമ്പർ 92. The great man theory of leadership led to the rise of അപ്പോൾ behavioral theory of leadership, or trait theory of leadership, or situational theory of leadership. The trait theory of leadership ആണ് great man theory of leadershipൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. 93. The standard of leadership is achievement of goals of the organization, settlement of disputes in an organization, capacity to influence others to follow, or maintaining the core values of the organization and its distinctive identity. ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ടു ഫോളോ. ആ ഒരു ലീഡർഷിപ്പിന്റെ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് അതാണ്, ഒരു മാനദണ്ഡം പ്രധാനമായിട്ടും ഒന്ന് അതാണ്. മറ്റുള്ളവരെ ഫോളോ ചെയ്യാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത്. 94. Assertion. അപ്പോ assertion is this:
Functionally, a leader is partly a manager. ഒരു ലീഡർ പകുതി മാനേജറാണ്. ആ ഒരു ഫങ്ഷൻസിന്റെ ആസ്പെക്ട് ഇത് നോക്കാം. അതിന്റെ റീസണോ, എ ലീഡർ ഡസ് ഓൾ ദ മാനേജ്മെന്റ് ഫങ്ഷൻസ്. ഒരു ലീഡർ എല്ലാ മാനേജ്മെന്റ് ഫങ്ഷൻസും ചെയ്യുന്നത് കൊണ്ട് ഒരു ലീഡർ ഒരു മാനേജറും കൂടിയാണ് എന്നുള്ളതാണ് അത് പറഞ്ഞു വരുന്നത്. സോ A and R are true and R explains A ആണോ? A and R are true but R does not explain A ആണോ? A is true but R is false. A is false but R is true. Well, the answer is option C. A is true but R is false. A leader does not do all the management functions. അല്ലേ? മാനേജ്മെന്റ് ഫങ്ഷൻസ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് തന്നെയുണ്ട്. അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ നെസസറിലി നോട്ട് എ മാനേജർ. അതാണ് അവിടെ വരുന്ന ഒരു ഡിഫറൻസ്. 95. Assertion is the team leader and manager are interchangeable. Reason, leadership is a subclass of management. Managementന്റെ ഒരു സബ്ക്ലാസ് ആണ് ലീഡർഷിപ്പ് എന്നും ടീം ലീഡർ ആൻഡ് മാനേജേഴ്സ് ആണ്. അപ്പൊ മാനേജറിനെ എടുത്ത് ടീം ലീഡർ ആക്കാം, ടീം ലീഡറിനെ എടുത്ത് മാനേജർ ആക്കാം, അല്ലെങ്കിൽ അവരുടെ റോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നു എന്നാണ്. നമ്മുടെ ആൻസർ ഇസ് ഡി. എ ഇസ് ഫോൾസ്. ടീം ലീഡേഴ്സും മാനേജേഴ്സും ഇന്റർചേഞ്ചബിൾ അല്ല. Manager is a manager, team leader is a team leader. But R is true. Leadership is a subclass of management. R out of true one. 96. Assertion is the laissez-faire style of leadership depends on the leader to provide external motivation. And reason, the leader principally assumes the role of group member and supply materials when asked. Okay. അപ്പൊ ഇതിന്റെ ആൻസറോ ഓപ്ഷൻ ഡി. എ ഇസ് ഫോൾസ് ബട്ട് ആർ ഇസ് ട്രൂ. എ അതായത് the laissez-faire style of leadership, it does not depend on the leader to provide external. ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ആർ ഇസ് ഐഡിയലി ട്രൂ. അപ്പൊ അതായത് leader in principle, leader takes up the role of a group member and the leader supply materials whatever is required when asked for. Yeah. Number 97. Assertion. In contrast with trait theory, behavioral theory attempts to describe leadership in terms of what leaders do. And the reason of trait theory has failed to recognize the influence of situational factors on leadership. Okay. The answer is option B. A and R are true. Behavioral theory actually it tries to describe leadership in terms of what leaders do. That's behavior എന്ന് പറയുന്നത്. ബിഹേവിയറൽ തിയറി പറയുന്നതും അത് തന്നെയാണ്. ഇപ്പൊ ലീഡേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കുന്നത് അവര് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട്. റീസൺ ഇസ് trait theory did not ideally recognize and influence situational factors on leadership. Option B ആണ്. എയും ആറും ട്രൂ ആണ്, but R is not the correct explanation of A. Okay. 98. Who has distinguished between leadership of position, leadership of personality, and leadership of function? ആരാണ് ഇതിന്റെ ഒരു ഡിഫറൻസസ് തന്നിട്ടുള്ളത്? That's given by point. Number 99. 99 is according to Bernard, what is not a function of leadership? Manipulation of means, stimulation of coordinated action, defense of institutional integrity, control of the instrumentality of action. അപ്പോൾ ലീഡറിന്റെ ഒരു ഫംഗ്ഷൻ അല്ല. ബേർണാഡ് പറയുന്ന അനുസരിച്ച് ഇതിനകത്ത് ഏതാണ് ലീഡറിന്റെ ഒരു ഫംഗ്ഷൻ അല്ലാത്തത്? ഡിഫൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി. So that is not a function of leadership according to Bernard. And number 100. The most important quality of leadership according to Bernard is എന്താണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി? Well, vitality and endurance. That is when a leader ideally becomes a leader എന്ന് വേണമെങ്കിൽ നമുക്ക്. Alright, so this brings us to the end of discussion of all the questions, or rather we have now discussed 100 questions. I hope this discussion was helpful for you. Wish you all the very best and thank you very much. My name is Sebastian. Wish you all the best. Hi, welcome. And ഈ ഒരു ലെസണിൽ നമുക്ക് വീണ്ടും കോമൺ പേപ്പറിന്റെ തന്നെയാണ്, പക്ഷേ നമ്മൾ പാർട്ട് 2 ആണ് ഇവിടെ കവർ ചെയ്യുന്നത്.
general awareness and proficiency in computers. ഈ രണ്ട് ടോപ്പിക്സിലും കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് വാട്ട് വി വിൽ ഡു ഹിയർ. കോൺസെപ്റ്റ് വീഡിയോസ് എല്ലാം എൻട്രി ആപ്പിൽ ഓൾറെഡി നിങ്ങളുടെ കോഴ്സിന്റെ കൂടെ യു വുഡ് ഹാവ് റിസീവ്ഡ് ഇറ്റ്. അപ്പോൾ ലെറ്റ് us begin the പ്രാക്ടീസ്. അപ്പൊ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻഡ് വളരെയധികം ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ദീസ് ആർ ഓൾ റെലവെന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് യു ഓൾസോ നീഡ് ടു പ്രാക്ടീസ് എ ലോട്ട് മോർ. ഓക്കെ, പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സീ. Android is a mobile operating system designed primarily for touchscreen mobile devices such as smartphones and tablets. Which among the following was the first Android operating system? ആദ്യത്തെ Android operating system ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ the answer is option B, Alpha എന്നായിരുന്നു അതിന്റെ പേര്. Okay. Number 2. Which among the following key combinations can be used to search in Windows Explorer? Windows Explorer search ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. So what do we use? Control F അതോ Control S ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? Well, we use Control F. Number 3, a router is a networking device that forwards data packets and is connected to 2 or more data lines from different networks. Which among the following was the earliest device which had almost the same functionality as that of a router? ഇവിടെ ഒരു argument as that of a router. Okay. So, what is the answer? Interface delay device or interface traffic manager or interface routing processor or interface message processor or interface data manager? ഏതാണ് നമ്മുടെ answer? Well, the answer is option D, interface data manager. In computer programming, API is set to subroutine definitions, protocols, and tools for building software and applications. Now, which among the following is an application programming interface for the programming language Java, which defines how a client may access the database? അപ്പോൾ ഒരു ക്ലയന്റ് ഡേറ്റാബേസ് എങ്ങനെ ആക്സസ് ചെയ്യും എന്ന് നിർണ്ണയിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി, JSX. ഈ ഓപ്ഷൻസിൽ കാണുന്നത് എല്ലാം ജാവയായിട്ട് റിലേറ്റഡ് ആണ്. But JSX is the one, that's the answer for this particular question. Number 5. Which of the following errors occur when software tries to access protected memory? Protected ആയിട്ടുള്ള മെമ്മറി ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിലേത് എറർ ആണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? Well, the answer is option A, that is segmentation fault. Segmentation fault ആണ് ഇവിടെ സംഭവിക്കുന്നത്. Now, number 6. Which among the following is a term representing unit of data storage in computer memory? അപ്പോൾ യൂണിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോറേജ് ആണ്. പിക്സൽ ആണോ, ഡെസിമൽ ആണോ, ഒക്ടറ്റ് ആണോ, പോയിന്റ് ആണോ, ഫ്രാഗ്മെന്റ് ആണോ? എന്താണ് അതിന്റെ ആൻസർ നമുക്ക്? Well, answer is option C. Octet is the data storage unit from the given options that we have here. Pixel is to do with resolution. Number 7. Microsoft PowerPoint is a slideshow presentation program for use on both Microsoft and Apple. Okay. Now, in MS PowerPoint, broadcast is a feature and the tab, in which tab is this available? അപ്പോൾ ഒരുപാട് ടാബ്സ് ഉണ്ട് പവർ പോയിന്റിന്. അപ്പം അതിൽ ഏത് ടാബിലാണ് ബ്രോഡ്കാസ്റ്റ് എന്ന ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്? ദിസ് ഇസ് റിയലി റെലവെന്റ് ഇൻഫർമേഷൻ ഫോർ എ ടീച്ചർ. കാരണം മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഈ ഒരു ഫീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതിനകത്താണ് അതുള്ളത്? സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ആ ഒരു ടാബിലാണ് ബ്രോഡ്കാസ്റ്റ് എന്ന ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്. യു ക്യാൻ ചെക്ക് ദാറ്റ് ഫോർ യുവർസെൽഫ്. Number 8. Which among the following carries signals that control the actions of the computer? ഒരു കമ്പ്യൂട്ടറിന്റെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽസ് ക്യാരി ചെയ്യുന്നത് ഏത് എന്നുള്ളതാണ്. Well, that is called the control bus. Number 9. Which among the following is not a secondary memory? Secondary memory അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. That's option A, cache. Okay, that's not a secondary memory. Number 10. Which among the following is a cloud computing platform and infrastructure created by Microsoft?
Microsoft created a cloud computing platform infrastructure. ഇതിൽ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ that's option E, that is Azure. And number 11, after a credit card transaction has been authorized by the issuing bank by sending an authorization code to the merchant, the settlement stage of the process begins. അങ്ങനെയാണ് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ പോകുന്നത്. അപ്പോൾ ഒരു ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പം ആ ഇഷ്യൂവിംഗ് ബാങ്ക്, ആ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ആ ട്രാൻസാക്ഷനെ ഓത്തറൈസ് ചെയ്തിട്ട് ഒരു ഓത്തറൈസേഷൻ കോഡ് ആ മെർച്ചന്റിന് അയക്കും. അതാണ് മെർച്ചന്റിന് റെസീറ്റിൽ പ്രിന്റ് ആയി കിട്ടുന്നത്. സോ അവിടെ സെറ്റിൽമെന്റ് പ്രോസസ്, അവിടെ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ മെർച്ചന്റിന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ് അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. Which of the following is a system type used to process such statements? ഏതാണ് ഓക്കെ അതിന് ഉപയോഗിക്കുന്ന സിസ്റ്റം എന്നത്? ഇറ്റ്സ് കോൾഡ് ബാച്ച് പ്രോസസ്. ഓക്കെ, കാരണം ഈ ട്രാൻസാക്ഷൻസ് ഒരു ബാച്ചസ് ആയിട്ടാണ് ഇത് പ്രോസസ് ആയി പോകുന്നത്. Number 12. What kind of software would you most likely use to keep track of a billing account? ഒരു ബില്ലിംഗ് അക്കൗണ്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബില്ലിംഗ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് ശേഖരിക്കുന്നതിനോ വേണ്ടി എന്ത് ടൈപ്പ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇസ് ഓപ്ഷൻ സി, സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് തന്നെ നമുക്ക് അതിന് യൂസ് ചെയ്യാമെന്നുള്ളത്. Number 13. Data duplication wastes the space but also promotes a more serious problem. And what is this problem called? Data duplication. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെറുതെ ഒരു കോപ്പി എടുത്ത് നമ്മൾ അങ്ങ് ഇട്ടുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് അവിടെ വേസ്റ്റ് ആയി പോകും. പക്ഷെ അതുകൊണ്ട് വേറൊരു പ്രോബ്ലവും കൂടെ അവിടെ ഉണ്ടാകുന്നത് കുറെ കൂടെ സീരിയസ് ആയിട്ടുള്ളത്. ആൻഡ് വാട്ട് ഇസ് ദാറ്റ് പ്രോബ്ലം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, data inconsistency would be a larger problem that can be associated with data duplication. Number 14. Which ports connect special types of music instruments to sound cards? ഏത് പോർട്ടാണ് അതിന് ഉപയോഗിക്കുന്നത്? ആ പോർട്ടിന്റെ പേര് എന്ത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓപ്ഷൻ സി, ഇറ്റ് ഇസ് USB. നമ്മുടെ USB പോർട്ട്, നോർമൽ USB പോർട്ട്, USB 2, USB 3, അങ്ങനെ ഡിഫറെന്റ് പോർട്ട്സ് ഉണ്ട്. Number 15. The process of transferring files from a computer on the internet to your computer is called internet ഉപയോഗിച്ച് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന to your computer. What is that called? It's very easy. The answer is downloading. ഇതിനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. സെയിം പ്രോസസ് ഇന്റർനെറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫറിങ് ടു അതർ സിസ്റ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് അപ്ലോഡിംഗ് എന്ന് പറയാം. Number 16. In Excel, on the Microsoft Excel, Dash allows users to bring together copies of workbooks that other users have worked on independently. മറ്റ് യൂസേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്ത ഷീറ്റ്സിനെ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഫീച്ചർ എക്സലിനുണ്ട്. സോ വാട്ട് ഇസ് ദാറ്റ് ഫീച്ചർ കോൾഡ്? ദാറ്റ് ഇസ് കോൾഡ് മെർജിങ്. ഡിഫറെന്റ് ഷീറ്റ്സിനെ മെർജ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോസസ്. അത് എക്സലിന്റെ ഒരു ഫീച്ചറാണ്. Number 17. If you want to connect to your own computer through the internet from another location, you can use. So if you want to connect, നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യണം ത്രൂ ദ ഇന്റർനെറ്റ് മറ്റൊരു ലൊക്കേഷനിൽ നിന്ന്. സോ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വുഡ് ബി യൂസ്ഡ് ഹിയർ? സോ ടെൽനെറ്റ് ഇസ് വാട്ട് വുഡ് ബി യൂസ്ഡ് ഹിയർ. Number 18. To reload a web page, which button has to be pressed? Redo, reload, restore, control or refresh. ഏത് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യണം ഒരു വെബ് പേജിനെ ഒന്നും കൂടെ ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? What do we have to do? Well, the answer is refresh. Ideally, if you look at your screen, there is no reload button. നമുക്കൊരു റിഫ്രഷ് ബട്ടൺ ആണ് ഉള്ളത് അല്ലേ? Number 19. Mobile commerce is best described as. Mobile commerce നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? Use of kiosks in marketing, transporting products, or buying and selling goods or services through wireless handheld devices, or using notebook PCs in marketing, or is it none of the above? Well, the answer is option C. That's buying and selling goods or services through wireless handheld devices. Mobile adanallo. Wireless handheld device anallo mobile ennu parayunnu. Number 20. Video processors consist of dash and dash which store and process images. Video processors naathu rendu karyam. Okay, so what are those ennullada? That's VGA and memory. Okay,
VGA and memory. അപ്പോൾ VGA മെമ്മറിയും കൂടെ വേണം നമുക്ക് ഇത് സ്റ്റോർ ചെയ്യുന്നതിനും ഇമേജസ് പ്രോസസ് ചെയ്യുന്നതിനും we need these. Number 21. Dash are words that a programming language has set aside for its own use. Okay. എന്താണ് റിസർവ്ഡ് കീസ് ആണോ റിസർവ്ഡ് വേർഡ്സ് ആണോ? വാട്ട്സ് ദി ആൻസർ? ഇറ്റ്സ് കോൾഡ് റിസർവ്ഡ് വേർഡ്സ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെറ്റ് ചെയ്തേക്കുന്ന ഈ വേർഡ്സിനെ മാറ്റി വെച്ചിരിക്കുക അതിന്റെ ബിൽറ്റ് ഇൻ യൂസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ആക്സസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സസിനകത്ത് നമുക്ക് ഡേറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഐഡിയലി ഇസ് എ റിസർവ്ഡ് വേർഡ്. അതിനകത്ത് ഒരു ഫോർമുലയുടെ പാർട്ടായിട്ട് വരുന്ന ഒരു വേർഡാണ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഫീൽഡിന് ഡേറ്റ് എന്ന നെയിം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആക്സിസ് വിൽ ത്രോ ആൻ എറർ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ആക്ഷൻ, ഡേറ്റ് ഓഫ് കളക്ഷൻ, ടുഡേസ് ഡേറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് ആ ഡേറ്റിനെ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഡേറ്റ് എന്ന ലേബിൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ്സ് എ ഡിഫറെന്റ് ഓപ്ഷൻ ഓൾടുഗെദർ. 22. What is the process of copying software programs from secondary storage media to the hard disk? അപ്പോൾ ആ പ്രോസസ്സിന്റെ പേരാണ് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഹാർഡ് ഡിസ്കിലോട്ട് കോപ്പി ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം. കോൺഫിഗറേഷൻ ആണോ, ഡൗൺലോഡ് ആണോ, സ്റ്റോറേജ് ആണോ, അപ്ലോഡ് ആണോ, ഇൻസ്റ്റലേഷൻ ആണോ? വാട്ട് ഇസ് ദിസ് കോൾഡ്? ഓപ്ഷൻ ഇ, ഇൻസ്റ്റലേഷൻ. ഓക്കെ, സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ് നമ്മൾ ഇവിടെ മൂവ് ചെയ്യുന്നത്. അതൊരു സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലോട്ട്. അതുകൊണ്ടാണ് അതിനെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു സോഫ്റ്റ്വെയർ മൂവ് ചെയ്യുക മാത്രമല്ല, മൂവ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്താലല്ലേ അതിനെ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഇൻസ്റ്റലേഷൻ. Number 23. The first step in the transaction processing cycle captures business data through various modes such as optical scanning or at an electronic commerce website. So what is it? Document and report generation ആണോ, database management ആണോ, transaction processing startup ആണോ, data entry ആണോ? Well, that is called data entry. That is the first step എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. That's why it's called data entry. Now, number 24. When the pointer is positioned on a dash, it is shaped like a hand. ഇങ്ങനെ ഒരു കൈ പോലെ വരും. എവിടെയാണത്? Is it grammar error, formatting error, screen tip, spelling error, അതോ hyperlink ആണോ? Well, the answer is screen tip. ഒരു screen tipലേക്ക് വരുമ്പോൾ. But most of the computers do give you the option to change how the pointer would look. പക്ഷെ ഇതൊരു built-in functionality ആണ്. This is by default ഇത് ഇങ്ങനെ തന്നെയായിരിക്കും സ്ക്രീൻ ടിപ്സിന് വരിക. പക്ഷെ ഡിപ്പെൻഡിങ് ഓൺ ദ സോഫ്റ്റ്വെയർ നമുക്ക് അതിനെ മാറ്റാൻ ഉള്ള ഓപ്ഷൻസ് ചില സോഫ്റ്റ്വെയർസ് തരുന്നത്. Number 25. The computer abbreviation KB usually means. KB കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Is it kitbit or kilobyte? Well, the answer is option E, kilobyte. Number 26. Which of the following are advantages of CD-ROM as a storage media? CD-ROM ഒരു storage media എന്ന നിലയിൽ what are the advantages of it? That's option D, അതായത് all of these. The CD-ROM is an inexpensive way to store large amount of data and information. അതൊരു cheap method ആണ്. Cheap method in the sense like വില കുറവാണ് എന്നുള്ളതാണ്. Cost effective ആയിട്ടുള്ള ഒരു method ആണ്. Now CD-ROM disks retrieve data and information more quickly than magnetic disks. Magnetic disks ഇപ്പം വലുതായിട്ട് യൂസിലില്ല. അത് പഴയ മോഡൽ ഡിസ്ക് ആണ്. CD-ROMs ideally data retrieve ചെയ്യുന്നതിന് കുറെ കൂടെ ഈസിയാണ്. And CD-ROMs make less errors than magnetic data. അപ്പോൾ compared to magnetic data നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ these are the advantages എന്നുള്ളതാണ്. Okay, so that's why it's good. 27. A or an? Yes. Is a special visual and audio effect applied in PowerPoint to text or content? Content. അത് ഏതാണ് ശരിക്കും അതിന്റെ ആൻസർ? ഓപ്ഷൻ എ. സോ ആനിമേഷൻ ആണ് ആ ഒരു സ്പെഷ്യൽ വിഷ്വൽ ആൻഡ് ഓഡിയോ എഫക്ട്. Let's move on. Number 28. Which of the following is a storage device that uses rigid, permanently installed magnetic disk to store data or information? Floppy disk, hard disk, permanent disk, optical disk, or is it none of these? What is the answer? Well, that is a hard disk. It's hard, that's a spelling error. It's hard disk, HAR, hard disk. Yeah. Number 29.
The piece of hardware that converts your computer's digital signal to an analog sign that can travel over telephone lines is called. എന്താണ് അതിന് പറയുന്നത്? Red wire, blue cord, tower, modem, or is it none of these? Answer is modem. Number 30. Personal computers can be connected together to form a പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ട് അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. ഇതിനെ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് വാട്ട് ക്യാൻ ബി ഫോം? സെർവർ ഉണ്ടാക്കുവോ, സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുവോ, നെറ്റ്വർക്ക് ഉണ്ടാക്കുവോ, എന്റർപ്രൈസ് ഉണ്ടാക്കുവോ? വെൽ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. ഒരു നെറ്റ്വർക്ക് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഡിഫറെന്റ് ഓപ്ഷൻസ് അതെ ഈ ഒരു നെറ്റ്വർക്കിങ്ങിന്. നമുക്ക് വൈഫൈ യൂസ് ചെയ്തും ഇത് ഒരു നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. 31. A dash is the term used when a search engine returns a web page that matches the search criteria. അപ്പോൾ നമ്മുടെ സെർച്ച് ക്രൈറ്റീരിയ അനുസരിച്ച് റിസൾട്ട്സ് കൊണ്ടുവരികയാണ് വെബ് സെർച്ച് എഞ്ചിൻ. സോ ആ പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? വെൻ ആ റെലവെന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് വാട്ട് ഇസ് ദാറ്റ് കോൾഡ് എന്നുള്ളതാണ്. ലോഗ് ആണോ, ഹിറ്റ് ആണോ, ലിങ്ക്, വ്യൂ ഓർ സക്സസ്? വെൽ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. ദാറ്റ്സ് എ ലിങ്ക്. കാരണം ആ ഒരു ലിങ്കിനെയാണ് പിന്നെ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് യു ഗെറ്റ് ഇൻ ടു ദ റെലവെന്റ് ഇൻഫർമേഷൻ അല്ലേ. 32. What type of resources or what type of resource is most likely to be a shared common resource in a computer network? അപ്പൊ ഇതിനകത്ത് ഏത് റിസോഴ്സ് ആയിരിക്കും ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഏത് റിസോഴ്സ് ആയിരിക്കും ഒരു ഷെയർഡ് കോമൺ റിസോഴ്സ് ആയിട്ട് വരിക? കീബോർഡ്സ് ആണോ, സ്പീക്കേഴ്സ് ആണോ, പ്രിന്റേഴ്സ് ആണോ, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്സ് ആണോ? ഫ്ലോപ്പി ഡിസ്ക് അല്ല, ഫ്ലോപ്പി ഡിസ്കിന്റെ ഡ്രൈവ്സ് ആണോ ഇവിടെ ചോദിക്കുന്നത്? വെൽ ആൻസർ ഓപ്ഷൻ എ. പ്രിന്റേഴ്സ് ആണ് ഒരു നെറ്റ്വർക്കിനകത്ത്. ബാക്കിയെല്ലാം സ്പീക്കേഴ്സ് ആയാലും ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ആയാലും കീബോർഡ്സ് ആയാലും അതെല്ലാം ഓരോ സിസ്റ്റത്തിനും ഡെഡിക്കേറ്റഡ് ആയിരിക്കും. നമ്പർ 33. എക്സാമ്പിൾ ഓഫ് നോൺ ന്യൂമറിക് ഡേറ്റ. നോൺ ന്യൂമറിക് ഡേറ്റ ഏതാണ് ഇതിനകത്ത്? ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഓപ്ഷൻ എ ആണ്. എംപ്ലോയി അഡ്രസ് ആണ് ഐഡിയലി ഒരു നോൺ ന്യൂമറിക്. സംടൈംസ് ഇറ്റ് കുഡ് ബി എൻ ആൽഫ ന്യൂമറിക് ഡേറ്റ. അതിനകത്ത് ഹൗസ് നമ്പർ ഉണ്ടാവും. സോ ദാറ്റ്സ് ഓൾസോ എ ന്യൂമറിക്. പക്ഷേ pure numeric and non-numeric alphabets ഉണ്ടെങ്കിൽ then ideally it's a non-numeric data എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Number 34. A word in a web page that when clicked opens another document. ഒരു വെബ് പേജിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഉണ്ടാകും, or maybe sometimes a sentence ഉണ്ടാകും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമുക്ക് ഏത് ഡോക്യുമെന്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റിന്റെ പേരായിരിക്കും അവിടെ ഉണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഡോക്യുമെന്റ് ഓപ്പൺ ആവും. അതിനെ നമ്മൾ എന്ത് പറയും? അതിന് പറയുന്ന പേര് ഇസ് കോൾഡ് ഹൈപ്പർ ലിങ്ക്. അപ്പൊ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു വേർഡോ ഒരു ഇമേജോ എന്തെങ്കിലും വേണം. അതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഈ ലിങ്ക് കണക്ട് ചെയ്യാം മറ്റൊരു പേജിലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ മറ്റൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി. Number 35. A computer cannot boot if it does not have one of these. അപ്പൊ ഏതാണ് അതിനകത്ത് ഇല്ല എങ്കിൽ കമ്പ്യൂട്ടർ ബൂട്ട് ആകാത്തത്? Well, that's option C, operating system. Operating system ഇല്ലെങ്കിൽ the computer is ideally of no use എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Number 36. What characteristic of read-only memory, that is the ROM, makes it useful? ആ ROM-നെ യൂസ്ഫുൾ ആക്കുന്ന അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഏതാണ് എന്ന്? Well, the answer is option B. Let's see what B is. Data in ROM is non-volatile. That is, it remains there even without electrical power. ഇതാണ് റോമിനെ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്രദമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ റോമിലെ ഡേറ്റ ആ പവർ സോഴ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ അവിടെ ഉണ്ടാകും. പവർ സോഴ്സ് വിഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഡേറ്റ അങ്ങ് പോവുകയാണെങ്കിൽ, ഡിലീറ്റ് ആയി പോവുകയാണെങ്കിൽ പിന്നെ റോം കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. എപ്പോഴും സിസ്റ്റം ഓൺ ആക്കി വെക്കേണ്ടി വരും. അങ്ങനെ ആയിരുന്നുവെങ്കിൽ. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ആ പവർ സോഴ്സ് പവർ അതിനകത്ത് ഇല്ലെങ്കിലും റോം വിൽ സ്റ്റിൽ സ്റ്റോർ ദ ഡേറ്റ. 37. Which of the following refers to a small single site network? ഒരു സ്മോൾ സിംഗിൾ സൈറ്റ് നെറ്റ്വർക്ക് അതിന് എന്താണ് ശരിക്കും പറയാ? ലാൻ ആണോ, DSL ആണോ, റാം ആണോ, USB ആണോ, CPU ആണോ? Let's see the answer. Option A. ലാൻ ആണ് അതിന്റെ ആൻസർ. ഒരു സിംഗിൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ പ്രോബബ്ലി ഒരു വീട്ടിനകത്ത് ഒരു 4 കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓഫീസിനകത്ത് ഒരു 4 or 5 കമ്പ്യൂട്ടേഴ്സ് തങ്ങളിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആണ്. അതിനെയാണ് ലാൻ എന്ന് നമുക്ക് പറയാം.
Number 38. Which keystroke will take you to the beginning or the end of a long document? നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടല്ലേ ഈ ഒരു ഡോക്യുമെന്റിന്റെ ഫ്രണ്ടിലേക്ക് അല്ല മുകളിലേക്കും താഴേക്കും നമുക്ക് ഈസി ആയിട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് നമുക്ക് റൈറ്റ് സൈഡിൽ അതിന്റെ സ്ക്രോൾ ബാർ ഉണ്ടാകും, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇനി ഈ പേജ് ഡൗൺ ബട്ടണൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് ഒറ്റയടിക്കങ്ങ് അതിന്റെ എൻഡിൽ പോകാനും എൻഡിൽ നിന്ന് എവിടെയാണെങ്കിലും ഒറ്റയടിക്ക് തിരിച്ച് ബിഗിനിങ്ങിൽ വരുന്നതിനും ഒരു ഓപ്ഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് പേജ് അപ്പ് അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ. അപ്പൊ ഈ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ള കീസ് ആണ്. സംടൈംസ് യു മെ നോട്ട് ഫൈൻഡ് ദീസ് കീസ് ഓൺ ദി ലാപ്ടോപ്പ്. ലാപ്ടോപ്പിലും ഉണ്ടാകും. ലാപ്ടോപ്പിൽ അതിനെ അബ്രിവിയേറ്റ് ചെയ്ത് ഒരു പക്ഷെ എഴുതാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കീബോർഡിൽ നോക്കിയിരുന്നാലും ഇറ്റ് വിൽ സംടൈംസ് ബി അബ്രിവിയേറ്റഡ്. PGDN, PGUP. അപ്പൊ പേജ് ഡൗൺ പേജ് അപ്പ് എന്ന് പറയുന്നത് അതാണ്. Number 39. Coded entries which are used to gain access to a computer system are called entry codes, passwords, security commands, code words, or is it none of these? അപ്പൊ കോഡഡ് എൻട്രീസിന് എന്താണ് പറയുന്നത്? ദോസ് ആർ ഐഡിയലി പാസ്വേഡ്. പാസ്വേഡിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. In order to gain access into the computer, we need the password. That is why it's called a coded entry encoded. Number 40. In Word, you can force a page break by. എങ്ങനെയാണ് വേർഡിനകത്ത് നമുക്കൊരു പേജ് ബ്രേക്ക് എങ്ങനെ ഫോഴ്സ് ചെയ്ത് ആഡ് ചെയ്യാം? ബൈ ഡിഫോൾട്ട് അതിനൊരു പേജ് ബ്രേക്ക് ഉണ്ടാകും. സോ ഹൗ ഡു യു? ഐ മീൻ there are many ways of doing it. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് what is one option? Option C. By positioning your cursor at the appropriate place and pressing Control and Enter. നമുക്ക് എവിടെയാണോ ആ ഒരു പേജ് ബ്രേക്ക് ആവശ്യം നമ്മുടെ മൗസ് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം Control Enter പ്രസ് ചെയ്യുമ്പോൾ you get a page break. ബാക്കിയുള്ള ഇൻഫർമേഷൻ goes on to the next page എന്നുള്ളതാണ്. And that's the end of the general information on computers. ഇനി നമുക്ക് ജനറൽ അവയർനെസ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. So which crop was the earliest to be cultivated by the people of Indus Valley? Okay, wheat, rice, cotton or rye. ഏതായിരുന്നു ഏർലിയസ്റ്റ് കൾട്ടിവേറ്റഡ് ആയിട്ടുള്ളത് അവർ ഇൻഡസ് വാലി civilization നമ്മൾ നോക്കിയാൽ? Well, the answer is cotton. 42. Indus seals. So what does this mean? Indus seals were purely secular in character, were used as means of exchange by Harappans, or reveal their religious character, or were exported in big numbers. So what does this mean? B. Were used as means of exchange by Harappans. Indus seals. And which was not the cause of Aryan's victory over the Dasas or Dasya? Okay, which is not a cause and not the cause. It's a not question. Well, the answer is option D. That's use of elephant in war was not a cause for their victory. Which means elephants never use ചെയ്തില്ലായിരിക്കാം, അല്ലെങ്കിൽ എലിഫൻസിന്റെ യൂസ് അവർക്ക് ആ ഒരു വിക്ടറി നേടുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടില്ലായിരിക്കാം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. 44. The important characteristics of the Vedic religion were എന്തൊക്കെയായിരുന്നു? Vedic religion's important ആയിട്ടുള്ള characteristics. Goddess like Prithvi, Aditi and Usha, or goddess are co-equal to their male partners, or predominance of male deities, or worship of nature. ഇതിൽ നാലില് എങ്ങനെയാണ് അതിന്റെ ആ ഒരു കോമ്പിനേഷൻ വരിക? Well, we can see it's option A, that's 3 and 4. For 3, predominance of male deities and worship of nature. അത് ഒരു വേദിക് റിലിജന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Number 45. Which of the following statement is not correct regarding Indra? Okay. Now, he was a god exclusively associated with sacrifices. He was known as, Purandara or, breaker of force. Breaker of force. He killed the evil dragon Virata, or he was the god of thunder. Which of the following is correct എന്നല്ല ചോദ്യം, which of the following is not correct എന്നുള്ളതാണ്. It is a not question.
Lived option A. He was the god exclusively associated with sacrifices. Indra was definitely not that type of a god. 46. Which of the following region was called Aryavarta? Aryavarta. A the region are Yamuna to West Bengal, or Punjab to Delhi region, or the whole of northern India, or the region beyond Vindhya mountain? Well, the answer is option B, that's Punjab and Delhi region. Number 47. In India, Vama law enjoyed. What did Vama law enjoy? That's legal sanction only, or religious sanction only, or economic sanction only, or the sanction of both the state and religion. So Vama law ഉണ്ടായിരുന്ന privilege എന്തായിരുന്നു? Well, option D, the sanction of both the state and religion. Number 48. Which statement of an asceticism is correct? The Atharva Veda after refers to ascetics as, Vrityas, or by the time the Upanishads, asceticism was widespread, or Vritya was a priest of non-Vedic fertility cult, which involved ritual dancing and, flagellation, or is it all of the above? Well, the answer is all of the above. All these were correct or are correct. Number 49. Early schism in Buddhism divided the Buddhist order into what? എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. The answer is option A. It's a Sthavarvadins and Mahashankis. Okay, so that's how the earliest Buddhist order was divided. And let's move on to the 50th question. Which one of the following statement on the social life or in the Sangam era is not correct? ഇത് വീണ്ടും ഒരു not question ആണ്. So let me show you the answer. That's option D. That's Tolkappiyar calls the commercial community as Vaishikas. So that is one statement that is not correct with regards to the social life in the Sangam era. Okay, the rest are all correct. Number 51. The highest of the plateaus in the world is the plateau on the highest of all the plateaus. Well, that's the Tibetan plateau. Tibetan plateau is the highest. Number 52. The country Congo is in dash continent. Congo is the continent. Okay, other African continent. Asian continent. Well, that's in the Asian continent. Number 53. China's sorrow. In the മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു question ആണ്. What is China's sorrow? Well, that's option C, Guangzhou. Number 54. Sugar bowl of the world. ഇപ്പോൾ ലോകത്തിന്റെ sugar bowl എന്ന് പറഞ്ഞാൽ what is that place? It's Cuba. 55. The city of palaces. City of palaces. Is it Kolkata or is it Rome? Well, the answer is Kolkata. 56. Which of the following does not come under the public sector? Cisco, IISCO, SAIL, or the ordnance factories. Ordnance factories, യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുന്ന ഫാക്ടറീസ് അല്ലെങ്കിൽ തോക്കിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിന് ആ ഫാക്ടറീസ് ആണല്ലോ ഓർഡിനൻസ് ഫാക്ടറീസ് എന്ന് പറയുന്നത്. So, which does not come under the public sector? Well, option A, that's Cisco, doesn't come under the public sector. 57. Among the steel plants, as one of the following has been built with Russian assistance. Which one is that? Well, that is option B, the Bhilai plant. Okay. 58. The cafeteria approach for family planning was put forward during third plan Janata Party rule. It was during the Janata Party rule. Number 59. The Monopolies and Restrictive Trade Practice Act was passed in 1968, 1969, 1970, or was it in 1971? Well, that was in 1969. Okay, so we will look at one more question here. Number 60. Inflation is caused by what? Causes inflation in the Chal? Well, increase in general spending or money supply. അതാണ് ശരിക്കും inflation എന്ന് പറയുന്നത്. General spending കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. So that is when inflation happens. So number 60. The Monopolies and Restrictive Trade Practices Act was passed in which year? The answer is option B,
That was in 1969. Number 61. Which of the following has largest share in India's export? നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. ഓക്കെ, മാനുഫാക്ചേർഡ് ഗുഡ്സ് തന്നെയാണ് ലാർജസ്റ്റ് എക്സ്പോർട്ട് ഷെയർ ഉള്ളത്. Number 62. A presidential ordinance remains in force for എത്ര നാളത്തേക്ക് അത് നിൽക്കും? Will it be for 3 months or 1 month or 6 months or until it is revoked? Well, it would ideally be valid for 6 months. 63. Special Economic Zone Act was passed on. എന്നായിരുന്നു Special Economic Zone Act? Option C, that was in May 2005. 64. Rupee was made convertible on current account in which year? That was in 1994. The Constitution of India was adopted on. നമുക്ക് എന്നായിരുന്നു Constitution of India adopt ചെയ്തത്? Well, the answer is option C. That's 26th of November 1949. 66. Who administers the oaths of office to the Vice President? Okay, the answer is option B. That's the President of India. Number 67. Who among the following is not appointed by the President? ഇതിൽ President appoint ചെയ്യാത്തത് ആരാണ്? That's option D. That's the Vice President. Number 68. The minimum age to qualify for the membership of Rajya Sabha. Minimum age is 30 years. Number 69. For the Union territories not having legislatures of their own, laws are enacted by the Parliament. And number 70. The minister who is not a member of either house of the Parliament must get himself elected within എത്ര നാൾക്കുള്ളിൽ ഒരു മിനിസ്റ്റർ ആയിട്ട് അങ്ങ് നിയോഗിക്കപ്പെട്ടു, but then he has to get elected. അത് ആ മിനിസ്റ്റർ ആയിട്ട് എത്ര നാളിനുള്ളിൽ നടക്കണം? That should happen within 6 months. Number 71. Dada Saheb Phalke Award is given in the field of cinema, social services, creative writing, or politics. Well, that's given in the field of social services. 72. Constitution describes India as a federation of states ano, quasi-federation ano, union of states ano, dominion of states, of free states. Well, definitely no. Option C, union of states ano. 73. Which of the following article cannot be amended by simple majority? Simple majority കൊണ്ട് amend ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ that is procedure of election of the president. Not very easy to change that one. 74. Constitution provides residual powers to the union government, state government, president. Well, it gives special powers to the union government. 75. Charge on a particle cannot be positive ano, negative ano, neutral ano, although partly positive, partly negative. Well, that's the answer. Option D, partly positive, partly negative. 76. Current is nothing but a flow of atoms, molecules, electrons, or neutrons. Well, that's option C, electrons. 77. Like charges, do they attract or do they repel? Like aayittulla charges. Option B, they repel each other. 78. Which among the following is an insulator? ഇതിൽ ഏതാണ് ഒരു ഇൻസുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്? That is silver. 79. Which material is used to form semiconductors? Semiconductors ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് സിലിക്കോൺ ആണ്. Option A. Number 80. Current passing through a conductor cannot cause heating effect, gravitational effect, magnetic effect. Well, that is gravitational effect create ആവത്തില്ല. Number 81. Lead is added to petrol. Leaded petrol എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? Lead എന്തിനാണ് പെട്രോളിൽ ആഡ് ചെയ്യുന്നത്? To decrease the cracking. Number 82. The purest form of iron. Wrought iron ano, cast iron ano? It is wrought iron. 83. Rusting is a special case of corrosion applied to nickel, tin, iron, or silver. Well, that's applied to iron. Number 90. The name of Neeraj Chopra is associated with which game? Cricket or football? Well, ideally it's javelin throw. Number 91. J.G. Mendel is known for his work in the field of
biotechnology, genetics, parasitology, or medical engineering? Well, the answer is genetics. Number 92, sound travels fastest in air, water, vacuum, or iron? Well, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് അയണിലാണ്. The maximum displacement of the particle in a wave motion is called. Maximum displacement of a particle, ആ ഒരു വേവ് മോഷനിൽ എന്താണ് ശരിക്കും അതിനെ അറിയുന്നത്? That's called amplitude. 94. pH factor is used to measure what? pH factor എന്തിനാണ് യൂസ് ചെയ്യുന്നത്? So it's used to measure the acidity of a liquid. Number 95, the common salt contains. നമ്മൾ കോമൺ സോൾട്ടിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ that is sodium and chloride. Number 96, brass contains the metals of. ബ്രാസിൽ ഏതൊക്കെ മെറ്റൽസ് ആണ് അടങ്ങിയിട്ടുള്ളത്? That's copper and zinc. 97, goiter is caused by the malfunction of liver, brain, spleen, or thyroid. So the answer is option D, that's thyroid. 98, the blood pressure of a normal man is. Normal human being എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So is it 100 by 150 or 50 by 100, 80 by 120 or 200 by 300? Well, the answer is option C, that's 80 by 120. 200 by 300 high ആയിപ്പോയി, വളരെ ഹൈ ആയിപ്പോയി. 50 by 100 low ആയിപ്പോയി. 100 by 150 ആ ഒരു ബോർഡർ ലൈൻ ആയി, ഹൈയിലേക്ക് പോകുന്നതിന്റെ ഒരു ബോർഡർ ലൈൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Number 9, deficiency in vitamin B causes rickets, scurvy, beriberi, or night blindness. Vitamin B ആണ്, so that causes beriberi. Alright, so we have now discussed a total of 99 questions and its answers, and we have come to the end of the session. Thank you very much for watching. Wish you all the very best. Thank you once. छात्रों को मेरा नमस्कार। आइए हमारे व्याकरण KVS के जनरल हिंदी व्याकरण के पूर्ण सामग्री के अध्ययन के बाद आज हम एक मेगा प्रश्नोत्तरी का समाधान करने जा रहे हैं। आज के यह संपूर्ण ग्रामर के क्वेश्चन सीरीज में लगभग 75 प्लस प्रश्न और इनके उत्तर होंगे। मुझे निश्चय है कि ज़रूर इनमें से ही क्वेश्चंस आएगा। उसी तरह तैयार किया है आज का यह പ്രാക്ടീസ് സെഷൻ या അഭ്യാസ് സെഷൻ. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രാമാറ്റിക്കൽ പാർട്ടിൽ നിന്നുമുള്ള വ്യാകരണിക് ഭാഗത്തിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ദൗത്യം. ഏകദേശം 75 പ്ലസ് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശീലിക്കുന്നത്. ജനറൽ പേപ്പറിന് 10 മാർക്കാണ് ഹിന്ദി ഉള്ളത്. ആ മുഴുവൻ മാർക്കും നമുക്ക് വാങ്ങത്തക്ക രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഇതിൽ നിന്ന് തന്നെ ആവും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഏകദേശം ഉറപ്പിച്ച് പറയാവുന്നതാണ്. അത്രയ്ക്കും നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് प्रैक्टिस कड़ाम। तो देखिए हमारे मेगा क्वेश्चन पेपर के व्याकरण विभाग के सबसे पहला क्वेश्चन देखिए, संधि विच्छेद के बारे में है। हमने पढ़ा है संधि, इसमें सही संधि क्या है ऐसा पूछा गया है। देखिए ഇതിൽ ശരിയായ संधि विच्छेद ഏതാണെന്നാണ് ചോദ്യം. നോക്കൂ, उच्चारण शब्द का संधि विच्छेद है, सही संधि विच्छेद कौन सा है? ഉച്ചാരൺ എന്ന വാക്കിൻ്റെ ശരിയായ സന്ധി വിച്ഛേദം അല്ലെങ്കിൽ പിരിച്ചെഴുത്ത് എന്താണെന്നാണ് ചോദ്യം. ശ്രദ്ധിച്ച് മാത്രം ഉത്തരം എഴുതുക. ഉച്ചാ പ്ലസ് ചരൺ, ഉച്ച് പ്ലസ് ചാരൺ, ഉച്ച് പ്ലസ് ചാരൺ, ഉത് പ്ലസ് ചാരൺ. ഏതായിരിക്കും ഇതിൽ ശരിയായ സന്ധി വിച്ഛേദമെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. മനസ്സിൽ ഓർത്തു നോക്കുന്ന ഉത്തരവൊന്ന് മനസ്സിൽ കോറിയിടുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിലൊന്ന് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരവൊന്ന്
നോട്ട് ചെയ്ത് വെക്കുക. ശരിയായ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. ഉച്ചാരണിൻ്റെ ശരിയായ പിരിച്ചെഴുത്ത് സന്ധി വിച്ഛേദ് ഒന്നാമത്തെ നമുക്കറിയാം അതാവില്ല. ഉച്ച പ്ലസ് ചരൺ ആവില്ലെന്ന് ഉറപ്പാണ്. ഉച്ച് പ്ലസ് ചാരൺ ആണോ എന്ന് സംശയമുണ്ടാവാം, പക്ഷേ അത് തെറ്റാണ്. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഉത് പ്ലസ് ചാരണാണ് ഉച്ചാരൺ. ഉത് പ്ലസ് ചാരൺ ഉച്ചാരണാണ്. ഉത് പ്ലസ് ചാരണാണ് ഉച്ചാരൺ. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഉത് പ്ലസ് ചാരണാവുമ്പോൾ അത് ചായായി മാറുന്നു, ഉച്ചാരൺ ആയി മാറുന്നു. ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തുകൊള്ളുക. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു क्वेश्चन ആണ്. सेकंड क्वेश्चन देखिए, दूसरे प्रश्न देखिए. निम्नलिखित विकल्पों में से करण कारक का उदाहरण है. करण कारक हमने पढ़ा था, तो याद कीजिए वह. ഓർമ്മിച്ച് നോക്കൂ കരൺ കാരക എന്താണെന്നാണ് പഠിച്ചതെന്ന്. ഇതിലേതാണ് കരൺ കാരക എന്നാണ് ചോദ്യം. രാജാനെ ഭിക്കാരി കോ ദാൻ ദിയ, बच्चा पतंग उड़ाता है, बढ़ई लकड़ी से मेज बनाता है, खान से हीरे निकलते हैं, आदि आदि ऑप्शंस दिए हैं हम. कौन सा होगा उत्तर? देख लीजिए कौन सा होगा. करण कारक हम किसके लिए प्रयुक्त है? करण कारक किसके लिए प्रयुक्त? करण कारक का जो चिन्ह क्या है? करण कारक के लिए प्रयुक्त वह चिन्ह क्या है? हमें पता है, നമുക്കറിയാം അത് സേ എന്നാണെന്നറിയാം. അപ്പോൾ ഇവിടെ സേ വന്നിട്ടുള്ള ഏതെങ്കിലും ആയിരിക്കും അതിൻ്റെ ഉത്തരമെന്നറിയാം. പക്ഷേ ഇവിടെ രണ്ട് സേ വന്നിട്ടുണ്ട്. ഒന്ന് बढ़ई लकड़ी से मेज बनाता है, खान से हीरे निकलते हैं. ऐसे दो ऑप्शनों में से आ गया है. करण कारक का चिन्ह तो से होगा, के कारण भी हो सकता है, के द्वारा भी हो सकता है. हमने पढ़ा था उस समय करण कारक चिन्हങ്ങൾ केवल से മാത്രമല്ല के कारण, के द्वारा आदि भी हो सकता है. के कारण, के द्वारा എന്നിവയും ആകാം എന്തിൻ്റേത്? കരൺ കാരകിൻ്റെ ചിഹ്നങ്ങൾ. അപ്പോൾ നോക്കൂ, കരൺ കാരകിൽ എന്താണ് പറയുന്നത്? ജോലി ചെയ്യാൻ ഉപയോഗിച്ച സാധനം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഉപകരണം, അങ്ങനെയുള്ള എന്തു വരാം? കരൺ കാരകിൽ വരാം. കരണത്തിന് ഉപയോഗിച്ചത് എന്താണോ അതാണ് കരൺ കാരകിൽ വരുന്നത്. ചെയ്യാൻ ഉപയോഗിച്ചത് എന്താണോ അത് കരൺ കാരകിൽ വരും. എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ഓപ്ഷൻ ആവും? നോക്കൂ, बढ़ई लकड़ी से मेज बनाता है. കാർപ്പൻ്റർ തടി കൊണ്ട് ആണ് എന്തുണ്ടാക്കുന്നത്? മേസ് ബനാത്ത ഹെ. മേശ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനം എന്താണ്? തടിയാണ്. അതുകൊണ്ട് തന്നെ ആൻസർ കരൺ കാരക ഏതാണ്? ഓപ്ഷൻ സി, बढ़ई लकड़ी से मेज बनाता है, वही കരൺ കാരക ആൻസർ ഹേ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നേരത്തെ തന്നെ ക്ലിയർ ആയി കാണും. എങ്കിലും ഉദാഹരണം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും. अगला देखिए, द्रौपदी का चीर होना मुहावरे का अर्थ है. ദ്രൗപദിയുടെ വസ്ത്രം എന്ന മുഹാവരയുടെ അർത്ഥം എന്താണ്? അല്ലെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ വസ്ത്രം എന്ന് പറയാറുണ്ട്. അതിൻ്റെ ആ മുഹാവരയുടെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ബഠാ ചഠാക്കർ കഹന എന്താണ്? വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ കാര്യങ്ങളെ വികസിപ്പിച്ചും ചുരുക്കിയും ഒക്കെ പറയുക എന്നുള്ളതാണ്. ഇല്ലാത്ത കാര്യത്തെ പെരുക്കി പറയുക, വലിയ കാര്യത്തെ ചെറുതാക്കി പറയുക എന്നിങ്ങനെയുള്ളത് അതാണോ? അത്യധിക് വിസ്തൃത് ഹോന, വളരെ വിശാലമായി പോവുക. ദൃഢസങ്കല്പലേന, ദൃഢനിശ്ചയം എടുക്കുക. തുച്ഛ ഹോന, വളരെ തുച്ഛമായി പോവുക. അത്യധിക് വിസ്തൃത് ഹോന, വളരെ വിശാലമായി പോവുക. എന്താണ്? പാഞ്ചാലിക്ക് വസ്ത്രം എങ്ങനെയായിരുന്നു? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് അത് തീരുന്നേ ഇല്ലായിരുന്നു. കാരണം അത്രയധികം വിസ്തൃതമായി ആയി പോവുകയായിരുന്നു. അതിനൊരു അവസാനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? अत्यधिक विस्तृत होना है, द्रौपदी का चीर होना। चीर का अर्थ वस्त्र है, ऐसा भी पूछ सकते हैं पर्याय पद में। चीर का अर्थ क्या है? चीर का अर्थ है वस्त्र या कपड़ा, वो भी ध्यान लेना। ऐसे ऐसे बीच में कहने वाले बातों को भी लिख लेना है।
ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പറയുന്ന വാക്കുകളുടെ അർത്ഥങ്ങളും കൂടി എഴുതിയെടുക്കുക. चीर का अर्थ है वस्त्र, तो इसका उत्तर है अत्यधिक विस्तृत होना, വളരെ വിശാലമാകുക എന്നതാണ് ഇതിൻ്റെ ഉത്തരം. अगला देखिए, सेना का पर्यायवाची शब्द है. सेना शब्द के पर्यायवाची शब्द इसमें है, वो कौन सा है? സേന എന്ന വാക്കിൻ്റെ പര്യായ പദം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? കടക്, ഘടക്, താരക്, ദക്ഷക്. ഏതാണ്? കടക്, ഘടക്, താരക്, ദക്ഷക് എല്ലാം കായിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ഘടക് എന്താണെന്നറിയാം, എന്തിൻ്റെയെങ്കിലും ഒരു ഘടകം എന്ന് നമ്മൾ പറയും. താരക്, താരകം നക്ഷത്രമാകുന്നു. ദക്ഷക്, ദക്ഷാകർണേവല, വളരെ ദക്ഷാവാനായിട്ടിരിക്കുന്ന ആൾ, അല്ലെ ശ്രദ്ധാവാനായിട്ടിരിക്കുന്ന ആളെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കടക് എന്താണ്? കടക് എന്ന് വെച്ചാൽ സേനയാണ്. സേനാക്ക പര്യായവാചി ശബ്ദ ഹേ കടക്. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായ ഉത്തരം. സേനയുടെ പര്യായവാചി ശബ്ദം എന്താണ്? കടക് ആണ്. സേന, एक और प्रश्न आ सकता है, सेना कौन सी സംജ്ഞ है? സേന എന്ന് പറയുന്നത് ഏത് തരം സംജ്ഞയാണ് എന്നൊരു ചോദ്യം വന്നാൽ എന്തെഴുതും? സേന എന്നുള്ള വാക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ കോണ്ടക്സ്റ്റിൽ അത് പറഞ്ഞതേ ഉള്ളൂ. സേന എന്നത് ഏതാണ്? ഒരു വലിയ കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഏത് സംജ്ഞയാണത്? സമൂഹവാചക സംജ്ഞയാണ്. സംജ്ഞയായിട്ട് അത് ചോദിച്ചാൽ അതുകൂടി ഇപ്പോൾ തന്നെ എഴുതി വെക്കുക. സേന സമൂഹവാചക സംജ്ഞയാണ്. ഒരു വലിയ ആൾക്കൂട്ടത്തെ സൂചിപ്പിക്കുക. സേന എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾക്കാരല്ല, വലിയ സേനയാണ്. വലിയ അധികം പടയാളികളുള്ളൊരുന്ന് ഒരു കൂട്ടത്തെയാണ് സേന എന്ന് പറയുന്നത്. സേന സമൂഹവാചക സംജ്ഞയാണ്. अगला प्रश्न देखिए, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. कौन सा शब्द बहुव्रीहि समास का सही उदाहरण है? താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവ്രീഹി സമാസത്തിൻ്റെ ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം. നിശിദിൻ, ത്രിഭുവൻ, ദശാനൻ, പുരുഷസിംഹ, ഇങ്ങനെ 4 ഓപ്ഷനുകളുണ്ട്. ഇതിലേതാണ് ബഹുവ്രീഹി സമാസിൻ്റെ ഉദാഹരണം എന്നാണ് ചോദ്യം. ബഹുവ്രീഹി സമാസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു. എന്താണ് ബഹുവ്രീഹി സമാസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു വാക്കിന് ഒരു നിശ്ചിതമായ അർത്ഥവും മറ്റൊരു സാങ്കേതികമായ അർത്ഥം, അതായത് നിശ്ചിതമായ അർത്ഥവും ഒരു വിശേഷപ്പെട്ട അർത്ഥവും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളെയാണ് ബഹുവ്രീഹി സമാസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ശരിയായ അർത്ഥത്തിന്, ആ വാക്കിൻ്റെ അർത്ഥത്തിന് പലപ്പോഴും എന്തുണ്ടാവില്ല? പ്രാധാന്യം ഉണ്ടാവില്ല. അത് മറ്റാരുമായെങ്കിലും ബന്ധപ്പെട്ടതായിരിക്കും. ആ വാക്കിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടാവില്ല. അത് നൽകുന്ന വിശേഷപ്പെട്ട അർത്ഥത്തിനായിരിക്കും എപ്പോഴും എന്തുണ്ടാവുന്നത്? പ്രാധാന്യമാകുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബഹുവ്രീഹി 2 അർത്ഥങ്ങളുണ്ട്. അതിൽ വിശേഷാർത്ഥത്തിനാണ് പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുക. അങ്ങനെയുള്ള സമാസത്തെയാണ് ബഹുവ്രീഹി എന്ന് പറയുന്നതെങ്കിൽ ഇതിലേതായിരിക്കും? എനിക്കറിയാം നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കാണുമെന്ന്. ദശാനൻ ആണ് ശരി. കാരണം ദശാനൻ എന്ന വാക്കിൻ്റെ സാധാരണ അർത്ഥം എന്താണ്? 10 മുഖമുള്ള ആളെന്നാണ്. അപ്പോൾ 10 മുഖമുള്ള ആരും ദശാനനാവാം. പക്ഷേ എന്താണ്? ദശാനനൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക ആരെയാണ്? 10 തലയുള്ള ഒരു രാക്ഷസനെ പറ്റി നമ്മൾ ആലോചിക്കും. ആരാണത്? രാവണ രാക്ഷസനാണ്, അല്ലെങ്കിൽ രാവണനാണ്. അപ്പോൾ ദശാനൻ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ 10 തലയുള്ള ആളെന്നുള്ള അർത്ഥത്തിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താണ് വരുന്നത്? രാവണൻ എന്നർത്ഥമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പദങ്ങളെയാണ് എന്ത് പറയുന്നത്? ബഹുവ്രീഹി സമാസ പദങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉത്തരം എന്താണ്? ദശാനനാണ് ഉത്തരം. ദശാനൻ എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥത്തിലുപരി നമ്മൾ രാവണനെയാണ് അപ്പോൾ ആലോചിക്കുക. ദശമുഖൻ എന്ന് പറഞ്ഞാലും രാവണൻ തന്നെയാണ്. ദശകന്ധരൻ എന്ന് പറഞ്ഞാലും, ദശകന്ധർ എന്ന് പറഞ്ഞാലും രാവണൻ തന്നെ. കന്ധർ എന്ന് വെച്ചാൽ എന്താണ്? കന്ധ, കഴുത്ത് എന്നുള്ള അർത്ഥത്തിൽ വരും. മുഖം എന്ന അർത്ഥത്തിൽ തന്നെ വരും. ദശകന്ധരൻ എന്നും പറയാറുണ്ട് രാവണനെ. तो देखिए वहाँ निशिदिन, अन्य ऑप्शन के बारे में भी मैं अभी कहता हूँ. निशिदिन नामक एक ऑप्शन है. निशिदिन कौन सा समास है? निशी और दिन, रात और दिन, वो क्या है? वो तो द्वंद्व समास है. दोनों समान है. रात और दिन हमारे लिए समान ही है, या निशी का ऑपोजिट है रात, ऐसा भी द्वंद्व समास में आ सकते हैं. त्रिभुवन कौन सा समास है? त्रिभुवन, त्रिभुवन द्विगु समास है, क्योंकि उसके आगे त्रि है, संज्ञा का सूचक है, इसलिए त्रिभुवन द्विगु समास है. पुरुष सिंह कौन सा है? पुरुष सिंह कौन सा समास है? विशेषण और विशेष्य उसमें है, इसलिए वह कर्मधारय समास है. तो अगला प्रश्न देखिए,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹിന്ദി में शब्दों का लिंग निर्धारण किसके आधार पर होता है? ഹിന്ദിയിൽ വാക്കുകളുടെ ലിംഗനിർണ്ണയം നടക്കുന്നത് എന്തിൻ്റെ ആധാരത്തിലാണ്? സംജ്ഞ, സർവനാം, ക്രിയ, പ്രത്യയ. ക്രിയയുടെ ആധാരത്തിലാണോ, പ്രത്യയത്തിൻ്റെ ആധാരത്തിലാണോ, സർവനാമാണോ, സംജ്ഞയാണോ എന്താണ് ലിംഗനിർണ്ണയത്തിന് ആധാരം? എന്താണ്? കണ്ണുമടച്ച് നമുക്ക് പറയാം സംജ്ഞയാണ്. സംജ്ഞയാണ് എന്തിൻ്റെയെങ്കിലും പേരിനെ സൂചിപ്പിക്കുന്നത്. രാമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണത്, പുല്ലിംഗമാണെന്ന് അറിയാം. നദിയിൽ യമുന എന്ന പേര്, അത് നദിയുടെ പേരാണ്, അത് സ്ത്രീലിംഗമാണെന്ന് നമുക്കറിയാം. അപ്പോൾ സംജ്ഞയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ സംജ്ഞയാണ് ഹിന്ദി में शब्दों का लिंग निर्धारण के आधार. സംജ്ഞ ഹി ഹേ. സംജ്ഞയാണ് പ്രധാനമായി ഹിന്ദിയിലെ ലിംഗനിർണ്ണയത്തിൻ്റെ ആധാരമെന്ന് നമുക്ക് പറയാം. अगला प्रश्न देखिए. विपरीतार्थक शब्द संबंधी एक प्रश्न है. विलोम शब्द के बारे में या विपरीत पदम ഓപ്പോസിറ്റിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. इनमें से कौन सी विपरीतार्थक शब्द पदच्छेद का अर्थ है? पदच्छेद माने क्या है? ഇലകൾ പൊഴിയുന്ന സമയത്തെയാണ് നമ്മൾ പദച്ഛേദം എന്ന് പറയുന്നത്. അതിന് ഓപ്പോസിറ്റ് ഏതാണ്? വസന്ത, വിസ്താർ, സർദി, ശീതൾ. കോൺസാ ഹേ? ഇലകൾ പൊഴിയുന്ന കാലമാണ് പദച്ഛേദെങ്കിൽ ഇലകൾ മുട്ടിടുന്ന അല്ലെങ്കിൽ ഇലകൾ തളിരിടുന്ന കാലം ഏതാണ്? ജറൂർ വഹി ഹേ. आपने जो कहा वही है सही आंसर. वसंत काल. वसंत इसका इसका विलोम शब्द है. पदच्छेद का ऑपोजिट है वसंत. ओके, अगले प्रश्न की ओर जा रहे हैं. कौन सा शब्द बहुवचन है? नीचे दिए गए ഓപ്ഷൻ में कौन सा शब्द बहुवचन है? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ബഹുവചന ശബ്ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാതാ, പ്രാൺ, ലഡ്ക, കിതാബ്. कौन सा है बहुवचन शब्द? मादा, प्राण, लड़का, किताब. मादा बहुवचन नहीं है, एकवचन है. लड़का बहुवचन नहीं है. मादा का बहुवचन कौन सा क्या है? माताएम है. लड़का का बहुवचन लड़के है. किताब का किताबें है. പ്രാൺ കാ ബഹുവചൻ പ്രാൺ ഹി ഹേ. നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ എത്രയോ പേരുടെ പ്രാണൻ പോയി ആ ഒരു അപകടത്തിൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എത്രയോ പേരുടെ പ്രാണൻ എന്നേ നമ്മൾ പറയാറുള്ളൂ. പ്രാണനുകൾ എന്ന് പറയാറുണ്ടോ? ഇല്ല. പ്രാണിൻ്റെ ബഹുവചനം എന്ത് തന്നെയാണ്? പ്രാൺ തന്നെയാണ്. അതുകൊണ്ട് ഈ താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചന ശബ്ദം പ്രാൺ എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് ആ ബസ് അപകടത്തിൽ എത്രയോ പേരുടെ പ്രാണൻ പോയി. പ്രാണനുകൾ പോയി എന്ന് പറയാറില്ല. ആ ഒരു ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും അത് വരാൻ സാധ്യതയുണ്ട്. പ്രാണിൻ്റെ ബഹുവചൻ പ്രാൺ തന്നെയാണ്. अगला विशेषण संबंधित एक प्रश्न है. देखिए, कौन सा शब्द गुणवाचक विशेषण है? ഇതിൽ ഏത് വാക്കാണ് ഗുണവാചക വിശേഷണമായിട്ട് വരുന്നത്? ഗുണവാചക വിശേഷൻ എന്താണ്? നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഏതെങ്കിലും വ്യക്തിയുടെ, പദാർത്ഥത്തിൻ്റെ, മറ്റുള്ള വസ്തുക്കളുടെ ആവട്ടെ, അവയുടെ ഗുണം, ദോഷം, നിറം, അതിൻ്റെ അവസ്ഥ എന്നിങ്ങനെയുള്ള എല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? ഗുണവാചക. പേരിൽ ഗുണവാചകം എന്നാണെങ്കിലും രംഗം, രൂപം, ആകാരം എല്ലാം വരാം. പേരിൽ ഗുണവാചകമാണെങ്കിലും ഗുണവും ദോഷവും ഉണ്ടാകാം. പദാർത്ഥത്തിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ ഗുണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഗുണം മാത്രമല്ല. ഇപ്പോൾ ബുര ആത്മീ എന്ന് പറഞ്ഞാലും അതെന്താണ്? ഗുണവാചക വിശേഷമാണ്. കാരണം ആ വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ബുരായാണ്, മോശമാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മലയാളത്തിലെ ഗുണം എന്നതല്ല ഇവിടെ ആലോചിക്കുന്നത്. ആ സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുണ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഗുണവാചക വിശേഷണം ഏതാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിനകത്ത് എന്തൊക്കെ വരാമെന്ന് പറഞ്ഞു? ഗുണം വരാം, ദോഷം വരാം, രൂപം വരാം, നിറം വരാം, ആകാരം വരാം, എല്ലാം വരാം, അവസ്ഥ വരാം, എല്ലാം വരാം. നോക്കൂ. ലാൽ ഫൂൽ, 5 ലഡ്കെ, 10 ഹാത്തി, ഇൻമേ സെ കോയി നഹി. 5 ലഡ്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണത്തെപ്പറ്റി പറയുന്നില്ല, സംഖ്യയാണ് പറയുന്നത്. 10 ഹാത്തിയും സംഖ്യ പറയുന്നു. ഇൻമേ സെ കോയി നഹി എന്ന് പറഞ്ഞാൽ ഇതിലൊന്നുമല്ല. ഒന്നാമത്തെ ഒന്ന് നോക്കൂ, ഏതാണ്? ലാൽ ഫൂൽ, ചുവന്ന പുഷ്പം. ചുവന്ന പുഷ്പം എന്നുള്ളത്, ചുവപ്പ് എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നിറത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നുണ്ട്? ഗുണവാചക വിശേഷണങ്ങളിൽ എന്താകാം? ഗുണം, ദോഷം, നിറം, രൂപം, ആകാരം, അവസ്ഥ എന്തുമാകാം. അപ്പോൾ നിറവതിൽ വരുന്നത് കൊണ്ട് ഗുണവാചക വിശേഷണം ഏതാണ്?
ലാൽ ഫൂൽ എന്നുള്ളതാണ്. നിരുത്തർ ശബ്ദ കാ ശുദ്ധ സന്ധി വിച്ഛേദ് ഹേ. നിരുത്തർ എന്ന വാക്കിൻ്റെ ശരിയായ സന്ധി വിച്ഛേദം ഏതെന്നാണ് അടുത്ത ചോദ്യം. നീ പ്ലസ് ഉത്തർ, നീ വിസർഗ് ഉണ്ട് അതിൽ, നീ പ്ലസ് ഉത്തർ, നീ പ്ലസ് ഉത്തർ, നിർ പ്ലസ് ഉത്തർ, നീ പ്ലസ് ഉത്തർ ഏതാണ്? നിരുത്തറിൻ്റെ സന്ധി വിച്ഛേദ്. നീ പ്ലസ് ഉദറിൽ ഉദറേ വരുന്നുള്ളൂ, ഉത്തർ വരുന്നില്ല. നീ പ്ലസ് വിസർഗമുള്ള ഉത്തറിലും ഉദറേയുള്ള ഉത്തറില്ല. നിർ പ്ലസ് ഉത്തർ, നിർ പ്ലസ് ഉത്തർ ആണോ നീ വിസർഗ് വരുന്ന ഉത്തറാണോ നിരുത്തറിന് വരിക സന്ധി വിച്ഛേദമായിട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോഴുള്ള PPTയിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. വിസർഗ വന്നാൽ നമ്മൾ എന്താ പറയുക? नी प्लस उत्तर क्या है? विसर्ग के साथ जो नी दिया है वहाँ उसी के साथ उत्तर जुड़ने पर क्या होगा? निरुत्तर होगा. വിസർഗമുള്ള നീയും ഉത്തരൂടെ ചേരുമ്പോഴാണ് എന്തായിത്തീരുന്നത്? നിരുത്തർ എന്ന വാക്ക് ആയിത്തീരുന്നത്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദു പ്ലസ് വസൻ. ദു എന്നുള്ള വിസർഗം ചേർത്ത വസൻ ചേരുമ്പോൾ ദുർവസനായി മാറുന്നു. ദുർവസനം ധരിക്കുന്ന ആളാണ് ആര്? ദുർവാസാവ്. ദുർവസൻ ധരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മുഷിഞ്ഞ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ ശ്രദ്ധയില്ലാത്ത ആളായതുകൊണ്ടാണ് ദുർവാസാവ് എന്ന പേര് വന്നത്. ദുർവസനം ധരിക്കുന്ന ആളാണ് ദുർവാസാവ്. അപ്പോൾ ദു പ്ലസ് വസൻ എന്താണ്? ദുർവസനാണ്. നീ പ്ലസ് ഉത്തർ, അതായത് അവിടെ വിസർഗം വരണം, 2 കുത്തുകൾ വരുമ്പോഴാണ് അത് അങ്ങനെയാവുന്നത്. അപ്പോൾ ശരിയായ സന്ധി വിച്ഛേദം വിസർഗമുള്ള നീ പ്ലസ് ഉത്തറാണ് ഇതിലെ ശരിയായ നിരുത്തർ എന്ന ആൻസർ. देखिए दिए गए शब्दों में शुद्ध वर्तनी वाला शब्द है. താഴെ തന്നിരിക്കുന്ന വാക്കുകളിൽ അക്ഷരത്തെറ്റില്ലാത്ത വാക്ക് ഏതാണ് എന്നാണ് ചോദ്യം. സർവോദം, സംസാരിക്, ശ്രോത്, കീർത്തി ഏതാണ്? സർവോദം എന്ന വാക്കില്ല, സർവോത്തം എന്ന വാക്ക് ഹിന്ദിയിലുണ്ട്. സൻസാരിക് എന്ന വാക്ക് ഹിന്ദിയിലില്ല. സാംസാരിക് അല്ലെങ്കിൽ സാൻസാരിക് എന്ന് പറയും. സാൻസാരിക് എന്ന വാക്കുണ്ട്. ശ്രോത് എന്ന വാക്ക് ഹിന്ദിയിലുണ്ട്. കീർത്തി എന്ന വാക്കും ഹിന്ദിയിലുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ വാക്ക് ഏതാണ്? ശ്രോതും കീർത്തിയും ഹിന്ദിയിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ശരിയായ വാക്ക് ഏതായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ ശരിയായ വാക്ക് എഴുതിയിരിക്കുന്നതനുസരിച്ച് കീർത്തി എന്ന വാക്കും ശ്രോത് എന്ന വാക്കും ഹിന്ദിയിൽ ഉണ്ടാവാം. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന രീതിയിൽ ശ്രോത് എന്നുള്ളതാണ് ശരിയായ വാക്ക്. സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എന്ന് സൂചിപ്പിക്കുന്ന ശ്രോതാണ് ശരിയായ വാക്ക്. കാരണം അതിൽ അക്ഷരത്തെറ്റുകളില്ല. കീർത്തി എന്നത് ദീർഘമല്ല, കീർത്തി എന്നത് ഹ്രസ്വമാണ്. ഇടതുവശത്താണ് അതിൻ്റെ വള്ളി വരേണ്ടത്. ഖടിപ്പായി ബായി ഓർ അനാഹി, ഇടതുവശത്തായിരിക്കണം അതിൻ്റെ വള്ളി വരേണ്ടത്. എങ്കിലാണെങ്കിൽ അത് ശുദ്ധമായ എഴുത്തിലത് അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ ശുദ്ധവർത്തനിയിലത് ശരിയാവുകയുള്ളൂ. കീർത്തി, കീർത്തി എന്നാണ് പറയുന്നത്. കീർത്തി എന്ന് നമ്മൾ പറയില്ല, കീർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഹ്രസ്വമാകണം. അതുകൊണ്ട് ഇതിലെ ശരിയായ ഉത്തരം ഏതാണ്? ശ്രോത് എന്നുള്ളതാണ്. അഗല പ്രശ്നം देखिए, पुष्प कौन सा शब्द है? पुष्प कौन सा शब्द है? तत्सम, तद्भव, देशज, विदेशज. तो हमने उसमें इसकी चर्चा नहीं किया था हमारे क्लास में, क्योंकि ऐसे प्रश्न हमारे सिलेबस में इसके बारे में नहीं दिया है, इसलिए मैंने वहाँ नहीं कहा था. पर अभी कहता हूँ, आपको जल्दी ही समझ में आ जाएगा. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. തത്സം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ വാക്കുകൾ അതുപോലെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ തത്സം എന്ന് പറയുന്നു. തദ്ഭവ് എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ നിന്ന് വന്ന വാക്കുകൾ അല്പം ഭേദത്തോടെ അല്പം മാറ്റത്തോടെ ഹിന്ദിയിൽ ഉപയോഗിച്ചാൽ അതിനെ തദ്ഭവ് എന്ന് പറയുന്നു. ദേശജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്ത് നിന്നും നമ്മുടെ ദേശത്തെ മറ്റ് ഭാഷകളിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് ഭാഷകളിൽ നിന്നും ഹിന്ദിക്ക് കിട്ടിയ വാക്കുകളാണ് ദേശജ് എന്ന വാക്കുകൾ. വിദേശജ് എന്ന് വെച്ചാൽ വിദേശ ഭാഷകളിൽ നിന്നും നമുക്ക് കിട്ടിയ വാക്കുകളെ നമ്മൾ എന്ത് പറയുന്നു? വിദേശ ശബ്ദ അല്ലെ വിദേശജ് എന്ന് പറയുന്നത്. ബുക്ക് എന്ന പദം ഇപ്പോൾ ഹിന്ദിയിൽ ഉപയോഗിക്കാറുണ്ട്, അത് വിദേശജാണ്. അതുപോലെ അലമാര എന്ന വാക്ക് വിദേശ വാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പല വാക്കുകൾ, ഒത്തിരി വാക്കുകളുണ്ട്, അതെല്ലാം നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കണം. അങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്താണ്? വിദേശജാണ്. ടെലിവിഷൻ, ടെലിവിഷൻ എന്ന പദം ഹിന്ദിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത് വിദേശജ് വാക്കാണ്. മൊബൈൽ
എന്ന വാക്ക് ഹിന്ദി, അതെല്ലാം വിദേശജ വാക്കാണ്, വിദേശത്ത് നിന്ന് കിട്ടിയത്. ദേശജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് ഭാഷകളിൽ നിന്നും ഹിന്ദിക്ക് കിട്ടിയ വാക്കുകൾ ദേശജാണ്. തദ്ഭവ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്നും അല്പം മാറ്റം വന്ന വാക്കുകൾ തദ്ഭവാണ്. തത്സം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതത്തിൽ നിന്നും അതേപടി ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം തന്നെ തത്സമാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് പുഷ്പ് എന്ന വാക്ക്. പുഷ്പ് എന്ന വാക്ക് എന്താണ്? സംസ്കൃത പദമാണ്. പുഷ്പം എന്ന് മലയാളത്തിൽ പറയും. പുഷ്പ് തത്സമാണ്. കാരണം സംസ്കൃതത്തിൽ നിന്ന് അതുപോലെ തത്സം, സംസ്കൃതಕ್ಕೆ സമാൻ, സംസ്കൃതത്തെ പോലെ തന്നെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് സംസ്കൃതം എന്ന് പറയുന്നു. തത്സം ബിനാ भेदभाव के संस्कृत से उसी प्रकार प्रयोग करने वाले शब्द तत्सम है. സംസ്കൃതത്തിൽ നിന്നെടുത്ത് അതുപോലെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് തത്സം. അതുകൊണ്ട് പുഷ്പ് എന്നത് എന്താണ്? തത്സമാണ്. പക്ഷേ പുഷ്പിൽ നിന്നും ഹിന്ദിയിലെ വാക്ക് ഏതാണ്? തദ്ഭവ്. അതിൽ നിന്നും നമ്മൾ ഹിന്ദിയിലേക്ക് മാറ്റിയെടുത്ത വാക്ക്, പുഷ്പത്തിനോട് ചേരുന്ന ഫൂൽ എന്നൊരു വാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. पुष्प से फूल नामक एक शब्द हमने बनाया है, तो वह तो तद्भव है. पुष्प से बना हुआ शब्द है क्या? फूल. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അഗ്നി എന്നൊരു വാക്കുണ്ട് ഹിന്ദിയിൽ. അഗ്നി സംസ്കൃതത്തിലുമുണ്ട്. അതുകൊണ്ട് അത് ഏത് വാക്കാണ്? തത്സമാണ്. ഈ അഗ്നിയിൽ നിന്നും ഒരു തദ്ഭവ വാക്ക്, അതായത് അഗ്നി എന്ന വാക്കിനെ അല്പം ഭേദം വരുത്തിയിട്ട് നമ്മൾ ഹിന്ദിയിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതേതാണ്? അഗ്നി എന്ന് വെച്ചാൽ തീയാണ്. അതിന് പകരമായിട്ട് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ആഗ് എന്നുള്ളൊരു വാക്ക്. അതെന്താണ്? തദ്ഭവാണ്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. അഗ്നി സംസ്കൃതം, അതിൽ നിന്ന് അല്പം മാറ്റം വരുത്തി നമ്മൾ ഉണ്ടാക്കിയ വാക്കാണ് ആഗ്. അതുകൊണ്ട് അതെന്താണ്? തദ്ഭവാണ്. സംസ്കൃത വാക്കിലെ അല്പം രൂപമാറ്റം വരുത്തി ഹിന്ദിയിലെ പുതിയൊരു പദം ഉണ്ടാക്കുന്നതിനെയാണ് തദ്ഭവ ശബ്ദങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തത്സം ശബ്ദം ഏതാണ്? പുഷ്പ് എന്നുള്ളതാണ് തത്സം ശബ്ദ. अगला देखिए, मन या मनः प्लस भाव, इसका संधि कौन सा शब्द है? इसका सही संधि कौन सा शब्द है? मनः പ്ലസ് ഭാവ് എന്നത് ചേരുമ്പോൾ ഉണ്ടാകുന്ന ശരിയായ വാക്ക് ഏതാണെന്നാണ്. മൻഭാവ്, മനഹയാവ്, മനോഭാവ്, മന്യാവ്. എന്താണ്? നമുക്കറിയാം, നമ്മൾക്ക് സ്ഥിരം ഉപയോഗിക്കുന്നൊരു വാക്ക് അതിലുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഉത്തരം. നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? മൻഭാവ് നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല, മനഹയാവ് ഉപയോഗിച്ചിട്ടില്ല, മനയാവ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ മനോഭാവ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മനോഭാവം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആൻസർ എന്ത് തന്നെയാണ്? മനഹ പ്ലസ് ഭാവ്, മനോഭാവ് ആണ്. കിസ് ശബ്ദമേ ഉപസർഗ് നഹി ഹെ, ഇതിൽ ഏത് വാക്കിലാണ് ഉപസർഗം ഇല്ലാത്തത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപവാദ, പരാജയ, പ്രഭാവ്, ഓഠിന, 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപസർഗമില്ലാത്ത, ഉപസർഗം എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഒരു വാക്കിൻ്റെ മുൻപിൽ ചേർക്കുന്ന ശബ്ദാംശങ്ങളെയാണ് ഉപസർഗം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വാക്കിൻ്റെ മുൻപിൽ ചേർക്കുന്ന ശബ്ദാംശങ്ങളാണ് എന്ത്? ഉപസർഗങ്ങൾ. അപവാദ്, പരാജയ, പ്രഭാവ്, ഓഠിന എന്നിങ്ങനെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപവാദ് എന്നുള്ളത് അപ എന്നൊരു ഉപസർഗം അവിടെ ഉണ്ട്. പരാജയത്തിലോ പര എന്നൊരു ഉപസർഗവും അവിടെയുണ്ട്. പ്രഭാവ് എന്നതിലോ പ്ര എന്നൊരു ഉപസർഗം അവിടെയുണ്ട്. ഓഠിന എന്നതിൽ ഉപസർഗമുണ്ടോ? ഓ കഴിഞ്ഞാൽ ഠന എന്നുള്ളതിന് അർത്ഥമില്ല. അതുകൊണ്ട് അതെന്തല്ല? ഉപസർഗമല്ല, അതൊരു വാക്കാണ്. ഓഠിന എന്ന് വെച്ചാൽ എന്താണ്? ടു കവർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുതയ്ക്കുക എന്നുള്ളതാണ്. അവിടെ ഉപസർഗമില്ല. അപവാദിൽ അപവുണ്ട്, ഉപസർഗവാദ് എന്നൊരു വാക്കുണ്ട്. പരാജയത്തിൽ പര എന്നൊരു ഉപസർഗവും ജയ എന്നൊരു വാക്കുമുണ്ട്. പ്രഭാവിൽ പ്ര എന്ന ഉപസർഗവും ഭാവ് എന്ന വാക്കുമുണ്ട്. പക്ഷേ ഓഠിന എന്നതിൽ ഒറ്റയൊരു പദമാണ്. അതിൽ എന്തില്ല? ഓ കഴിഞ്ഞ് ധന എന്നൊരു വാക്ക് ഹിന്ദിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഉപസർഗം ചേർന്ന പദമല്ല. അപ്പോൾ അവിടെ ആൻസർ ഓഠിനയാണ്. ഉപസർഗമല്ലാത്ത വാക്ക് ഏതെന്ന ചോദ്യത്തിന് ആൻസർ ഓഠിന എന്നുള്ളതാണ്. മഖിയ മാർന മുഹാവരേക്ക അർത്ഥ ബത്തായി. മഖി എന്ന് വെച്ചാൽ ഹിന്ദിയിൽ എന്താണ് അർത്ഥം? ഈച്ച എന്നുള്ളതാണ്. മഖിയ മാർന എന്നതിൻ്റെ ഹിന്ദിയിലെ മുഹാവരയുടെ ഹിന്ദി അർത്ഥം എന്താണ്? ഇന്തസാർ കർണ, പ്രതീക്ഷിക്കുക. ലാഭ് കെ ബദലെ ഹാനി, ലാഭത്തിന് പകരം നഷ്ടം. ബേക്കാർ ബൈഠേ രഹന, വെറുതെ ഇരിക്കുക. സാഹസിക് കാര്യ, സാഹസികമായ കാര്യങ്ങൾ ചെയ്യുക. ഏതാണ്?
നമ്മൾ പറയാറുണ്ട് മക്കി ഈച്ച എന്നറിയാൻ മാറിന അടിക്കുക. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് വെറുതെ ഈച്ച അടിച്ച് ഇരിക്കുകയാണ് നമ്മൾ പറയാറുണ്ട്. വെറുതെ ഈച്ച അടിച്ചിരിക്കുക എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു പണിയും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബേക്കാർ ബൈഠേ രഹന, വെറുതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ബേക്കാർ ബൈഠന. അഗ്ല देखिए, इनमें से कौन सी युग्म शब्द गलत है? താഴെ പറഞ്ഞവയിൽ ഏത് ശബ്ദയുഗ്മമാണ്, ശബ്ദങ്ങളുടെ സമൂഹമാണ്, യുഗ്മമാനെ സമൂഹ്, തെറ്റായിട്ടുള്ളത്? നഗർ എന്നുള്ളതിൻ്റെ അർത്ഥം ഷഹറാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. മറ്റേത് നശ എന്ന് വെച്ചാൽ മത് എന്നൊരർത്ഥമുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. നാരി സ്ത്രീ ആണോ എന്നൊരു ചോദ്യം. നിസാൻ ചിഹ്ന ആണോ? ഇതിലേതാണ് തെറ്റ് എന്നുള്ളതാണ്. നഗർ എന്ന വാക്കിന് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഷഹർ, നഗരം, പട്ടണം. ഷഹറും പട്ടണം തന്നെയാണ് ഉപയോഗിക്കാറുണ്ട്. അതിലെ അക്ഷരങ്ങളെല്ലാം തന്നെ ശരിയുമാണ്. നഷ എന്നുള്ള വാക്ക് ലഹരിയാണ്. മത് എന്ന് വെച്ചാൽ ലഹരിയാണ്. മതോന്മത്ത് ഹാത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ്? ആ മതം പാടിളകി അല്ലെ ലഹരി കയറിയ ആന അല്ല, അതുതന്നെയാണ് മതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതം ലഹരിയാണ്. നാരി സ്ത്രീ, അക്ഷരത്തെറ്റൊന്നുമില്ല. നാരി എന്ന് വെച്ചാൽ സ്ത്രീയാണെന്ന് നമുക്കറിയാം. നിസാൻ ചിഹ്ന്, ചിഹ്ന് എന്നൊരു വാക്കുണ്ട് ഹിന്ദിയിൽ. പക്ഷേ നിസാൻ എന്നൊരു വാക്ക്, കിസാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കിസാൻ കിസ്കാ പര്യായവാചി ശബ്ദമായി, കൃഷക് യാ കിസാൻ, കൃഷിക്കാരൻ്റെ പര്യായവാചി ശബ്ദമാണ് കിസാൻ. പക്ഷെ നിസാൻ ഈസാ ശബ്ദ സുനാഹെ, നിസാൻ എന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, നിസാൻ എന്ന വാക്കില്ല. അവിടെ ഷാ വന്നിരുന്നെങ്കിൽ ആ വാക്ക് കറക്റ്റായാണ്, നിഷാൻ ആയനെ. നിഷാൻ എന്ന് വെച്ചാൽ എന്താണ്? സിമ്പൽ അല്ലെങ്കിൽ ചിഹ്നം എന്ന അർത്ഥം തന്നെയാണ്. പക്ഷെ അവിടെ ഷായ്ക്ക് പകരം സാ വന്നിരിക്കുന്നതുകൊണ്ട് ആ വാക്ക് തെറ്റാണ്. അപ്പോൾ അവിടെ തെറ്റായ വാക്കിൻ്റെ സമൂഹം ഏതാണ്? നിസാൻ ചിഹ്ൻ എന്നുള്ളതാണ് തെറ്റായത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. अगला प्रश्न देखिए, निम्नलिखित में भाववाचक संज्ञा कौन सी है? ശത്രുത, വീർ, മനുഷ്യ, ഗുരു. ഭാവവാചക സംജ്ഞ എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സംജ്ഞ പഠിക്കുമ്പോൾ വ്യക്തിവാചക സംജ്ഞ എന്ന് വെച്ചാൽ ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരുകളെല്ലാം വ്യക്തിവാചക സംജ്ഞയാണ്. ജാതിവാചക സംജ്ഞയിൽ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്ന എല്ലാ പേരുകളും ജാതിവാചക സംജ്ഞയാണ്. ഭാവവാചക സംജ്ഞയിൽ എന്താണ്? ഏതെങ്കിലും ഭാവം, അവസ്ഥ, അതിൻ്റെ ദശ, അതിൻ്റെ ആ സമയത്തെ കാലഗണന അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ എല്ലാം ചേരുന്നത് എന്നാണ് ഭാവവാചക സംജ്ഞയെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ ഭാവവാചക, ഭാവ എന്ന വാക്കിൽ തന്നെ ഭാവം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീർ എന്നത് വീരൻ എന്നാണ് അർത്ഥം. മനുഷ്യ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ എന്നാണ്. ഗുരു എന്നതിൻ്റെ അർത്ഥം ഗുരു എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ളതാണ്. അതൊക്കെ എന്താണ്? ജാതിവാചക സംജ്ഞകളാണ്. വീർ, വീരൻ. വീരൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി വീരന്മാരുണ്ട്. എല്ലാ വീരന്മാർക്കും പൊതുവെ ഉപയോഗിക്കുന്ന വാക്കാണ് വീരൻ. അതുകൊണ്ട് അത് ജാതിവാചകമാണ്. മനുഷ്യ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഗോപാലനും രാഘവനും പത്രോസിനും സുരേഷിനും എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്ന, ജേക്കബിനും ലത്തീഫിനും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് മനുഷ്യ എന്നുള്ളത് പൊതുവേ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യ എന്നുള്ളത് എന്താണ്? ജാതിവാചകമാണ്. പക്ഷേ രാമനോ ജോസഫോ ആണെങ്കിൽ അത് വ്യക്തിവാചകമാവും, കാരണം അതൊരു വ്യക്തിയുടെ പേരായതുകൊണ്ട്. അപ്പം മനുഷ്യ ജാതിവാചകമാണ്. ഗുരുവും ജാതിവാചകമാണ്. ലോകത്തുള്ള അധ്യാപകരെ അല്ലെ ഗുരുക്കന്മാരെ എല്ലാം ഗുരു എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുക. അതുകൊണ്ട് അതും ജാതിവാചകമാണ്. ഇവിടെ വരുന്ന ഭാവം ഏതാണ്? ശത്രുത എന്നതിനോട് ചേർത്ത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കാണ് ശത്രുതാ മനോഭാവം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ശത്രുത എന്നതൊരു ഭാവമാണ്. തീർച്ചയായിട്ടും ഏതാണ് ഭാവവാചക സംജ്ഞ? ശത്രുത എന്നതാണ് അവിടെ ഭാവവാചക സംജ്ഞ. അതൊരു മനോഭാവമാണ്. അടുത്ത നോക്കൂ, നിമ്നലിഖിത് में कौन सा शब्द पुल्लिंग है? ഇതിൽ പുല്ലിംഗ ശബ്ദം ഏതാണ് എന്നുള്ളതാണ്. സുന്ദരത, കപട്, സുന്ദരത, മൂർഖത, നിദ്ര. കപട്, സുന്ദരത, മൂർഖത, നിദ്ര ഏതായിരിക്കും? ചെറിയൊരു ഏറ്റവും എളുപ്പമുള്ളൊരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും അധികാംശവും അമ്മിൽ ഏതൊരു വാക്ക് ഹിന്ദിയിൽ പറയുന്നു അത് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അമ്മിലാണ് അവസാനിക്കുന്നെങ്കിൽ അത് ഭൂരിഭാഗവും
എല്ലാ വാക്കുകളെന്ന് പറയുന്നില്ല, ചില അപവാദങ്ങളുണ്ട്. അതൊഴിച്ചാൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ പുല്ലിംഗമാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഉദാഹരണത്തിന് പുസ്തക് എന്നൊരു വാക്ക്. പുസ്തകം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയും? പുസ്തകം എന്ന് പറയും. ആ വാക്ക് എന്താണ്? പുല്ലിംഗമായിരിക്കും. അതുപോലെ ഗ്രാം എന്നൊരു വാക്ക്, ഗ്രാം പറയാറുണ്ട്. മലയാളത്തിൽ നമ്മൾ എന്താണ് ഇതിന് പറയുന്നത്? ഗ്രാമം എന്ന് പറയും. അതെന്ത് വാക്കാണ്? അത് പുല്ലിംഗമാണ്. ആകാശ്, മലയാളത്തിൽ നമ്മൾ ആകാശം എന്ന് പറയും അതിന്, അത് പുല്ലിംഗമാണ്. ഇവിടെ നോക്കുക അങ്ങനെ ഏതെങ്കിലും വാക്കുണ്ടോ എന്ന്. സുന്ദരത എന്ന വാക്കിനെ സുന്ദരതാം എന്ന് പറയില്ല, മൂർഖതാം എന്ന് പറയില്ല, നിദ്രാം എന്ന് പറയില്ല മലയാളത്തിൽ. കപട് എന്നതിന് നമ്മൾ എന്ത് പറയും മലയാളത്തിൽ? കപടം എന്ന് പറയാറുണ്ട്. അപ്പോൾ പുല്ലിംഗ ശബ്ദം ഏത് തന്നെയാണ്? കപട് അല്ലെങ്കിൽ കപടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന കപടാണ് അതിലെ പുല്ലിംഗ ശബ്ദം. സുന്ദരത, മൂർഖത, നിദ്ര आदि स्त्रीलिंग शब्द है. अगला देखिए, दिगु समास का उदाहरण कौन सा है? दिगु समास के बारे में मैंने पहले बताया था. दिगु समासത്തെ പറ്റി ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. എന്താണ് ദിഗു സമാസത്തിൽ? എന്തുണ്ടാകും? ഏതെങ്കിലും ഒരു സംഖ്യയുടെ സൂചകം ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സൂചകം ഉണ്ടാകുമെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ്? ദിഗു സമാസാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നോക്കൂ, ഇവിടെ ഏതെങ്കിലും വാക്കിൽ അങ്ങനെ ഉണ്ടോ എന്ന്. അന്വയ, ദിൻ രാത്, ചതുരാനൻ, ത്രിഭുവൻ, 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ വാക്കുകളിൽ നമുക്ക് തോന്നുന്നത് 2 വാക്കുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞ ദിഗു സമാസിൽ സംഖ്യാസൂചകമായിട്ടുള്ള എന്തെങ്കിലും വരും. പക്ഷേ ഇവിടെ 2 വാക്കുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അവിടെയാണ് സംശയം. എന്താണ്? ചതുരാനൻ എന്നുള്ളതിൽ ചതുർ എന്ന് വെച്ചാൽ 4 എന്നാണ്, അവിടെ സംഖ്യ വന്നിട്ടുണ്ട്. ത്രിഭുവൻ എന്നതിലും സംഖ്യ വന്നിട്ടുണ്ട് 3. 3 എന്ന് വെച്ചാൽ തീനാണ്, 3 ഭുവനം എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ദിഗു സമാസ് അല്ലേ? എന്താണ് അഭിപ്രായം? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ത്രിഭുവൻ എന്ന വാക്കിന് മറ്റ് ഒരർത്ഥമുണ്ടോ? ഏതെങ്കിലും ഒരു വിശേഷ അർത്ഥമുണ്ടോ? ത്രിഭുവൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വിശേഷ അർത്ഥത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? ചതുരാനൻ എന്ന വാക്ക് വേറൊരു വിശേഷ അർത്ഥത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ചതുരാനൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വിശേഷ അർത്ഥത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മാവിന് പകരമായി ഉപയോഗിക്കും. ചതുരാനൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പര്യായവാചി ശബ്ദം ബ്രഹ്മാവ് എന്നുള്ളതാണ്. ബ്രഹ്മാവിൻ്റെ മുഖങ്ങൾ 4 പറയുന്നു. അത് 4 വേദങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതിൽ 5 തലകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് ശിവൻ ക്രോധത്താൽ വെട്ടിക്കളഞ്ഞുവെന്നും അങ്ങനെ 4 മുഖമായി 4 വേദങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അതെന്നും കഥയുണ്ട്. അങ്ങനെ ശിവൻ ശാപം കൊടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മറ്റു ദേവതമാരെ, ഈ ത്രിമൂർത്തികളിൽ ഞങ്ങളെ 2 പേരെയും മാത്രമേ ഉപാസിക്കൂ ആളുകൾ. ബ്രഹ്മാവിനെ നമ്മളെവിടെ ഉപാസിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല, ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ മറ്റോ. അത് ശിവൻ്റെ ശാപമാണെന്ന് പറയുന്നത്. അതൊരു കഥയായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അത് കഥയാണ്. പക്ഷേ ഇവിടെ എന്താണ്? കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ചതുരാനനാണോ ത്രിഭുവനാണോ ദിഗു സമാസ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ എളുപ്പമാണ്, പറഞ്ഞു കഴിഞ്ഞു. ചതുരാനൻ എന്നതിന് ബ്രഹ്മാവ് എന്നൊരു മറ്റൊരർത്ഥമുണ്ട്. പക്ഷെ ത്രിഭുവൻ എന്നതിൽ ഒരൊറ്റ അർത്ഥമില്ല. ത്രിഭുവൻ എന്ന വാക്ക് 3 ലോകങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം. അതിൽ സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളാണ്. ത്രിഭുവൻ്റെ അർത്ഥം സ്വർഗം എന്ന് മാത്രമാണെങ്കിൽ നമുക്കതിനെ എന്താണെന്ന് പറയാമായിരുന്നു? ബഹുവ്രീഹിയാണെന്ന് പറയാമായിരുന്നു. മറ്റൊരു വിശേഷ അർത്ഥമുണ്ട്. പക്ഷേ ഇത് 3നെയും കൂടി ചേർത്ത് പറയുന്ന പേരാണെന്ത്? സ്വർഗത്തെയും പാതാളത്തെയും ഭൂമിയെയും ചേർത്ത് പറയുന്ന പേരാണ് ത്രിഭുവൻ. ത്രിഭുവൻ എന്ന വാക്കിന് കേവലം ഒറ്റ ഒരു വിശേഷാർത്ഥമല്ല ഉള്ളത്, പല പല അർത്ഥങ്ങളാണുള്ളത്. അല്ലെങ്കിൽ ഈ 3നെയും കൂടി സൂചിപ്പിക്കുന്നതുകൊണ്ട് അത് സംഖ്യാസൂചകം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് സമാസാണ്? ദിഗു സമാസാണ്. ചതുരാനൻ എന്ന വാക്കിന് ബ്രഹ്മാവ് എന്നൊരു ഡയറക്റ്റ് അർത്ഥമുള്ളത് കൊണ്ട്, അല്ലെ വിശേഷാർത്ഥമുള്ളത് കൊണ്ട് അത് ബഹുവ്രീഹി സമാസും. ദിഗു സമാസ് ഏതാണ്? ത്രിഭുവൻ എന്ന വാക്കും ആണ്. നോക്കൂ, നിമ്നലിഖിത് में से एक शब्द में दिगु समास है, उस शब्द का चयन कीजिए. അടുത്തതും ദിഗു സമാസ് കണ്ടെത്താനാണ് ചോദ്യം. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യം ഉണ്ടാവും. ആജീവൻ, ഭൂതാൻ, സപ്താഹ, പുരുഷ സിംഗ്. ഏതാണ് സംഖ്യ വരുന്നത്? ആജീവനിൽ സംഖ്യയില്ല, ഭൂതാനിൽ സംഖ്യയില്ല, സപ്താഹ് സംഖ്യയുണ്ട്. സപ്തം എന്നത് 7നെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. സപ്ത്, സാത്ത്.
പുരുഷസിംഹിലും സംഖ്യയില്ല. സംഖ്യയുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, അവിടെ കൺഫ്യൂഷൻ ഇല്ല. ഏതാണ്? സപ്താഹ എന്നുള്ളതാണ് അവിടെ ദ്വിഗു സമാസ്. അഗല പ്രശ്നം देखिए, इनमें से कौन सी शब्द शुद्ध है? ഇതിൽ ഏത് വാക്കാണ് ശുദ്ധമായിട്ടുള്ളത്? പ്രാൺ, ഭസ്മ, ഹിന്ദു, ചിഹ്ന ഏതാണ്? ഏത് വാക്കാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്? നോക്കൂ, പ്രാൺ എന്നുള്ള വാക്ക് നോട്ടത്തിൽ നമുക്ക് തെറ്റൊന്നും തോന്നില്ല, ശരി തന്നെയായിട്ട് തോന്നുന്നത്. ബാക്കിയുള്ള വാക്കുകളോട് നോക്കാം. ഭസ്മ എന്നല്ല വരേണ്ടത്, ഭസ്മാണ് വരേണ്ടത്. ഹിന്ദു എന്ന വാക്ക് നോക്കുമ്പോൾ ശരിയായിട്ട് തോന്നാം, പക്ഷേ ഹിന്ദിയിൽ ഹിന്ദു എന്നതിൻ്റെ ശരിയായ വർത്തനി എന്താണ്? ഊ ഹ്രസ്വമല്ല, ദീർഘമാണ് വേണ്ടത്. ഹിന്ദു എന്നാണ് നമ്മൾ എഴുതുന്നത്. ചിഹ്ന അല്ല, ചിഹ്ന ആണ്. ഹായ്ക്ക് ശേഷമാണല്ലേ, ഹായുടെ പകുതി നായുമാണ് വരേണ്ടത്. ശരിയായ ആൻസർ പ്രാൺ എന്നുള്ളതാണ്. കാൻ കതർന മുഹാവരെ കാ അർത്ഥ ബതായിയെ. കാൻ കതർന എന്ന വാക്കിൻ്റെ മുഹാവരയുടെ അർത്ഥം എന്താണ്? ബഹുത് തേജ് ദൗഡന, ബഹുത് ചാലാക് ഹോന, സോച്ച് വിചാർ മേ പഠന, ബഹുത് ആദർ കർണ. വളരെ വേഗത്തിൽ ഓടുക, വളരെ ബുദ്ധിയോടെ പ്രവർത്തിക്കുക. സോച്ച് വിചാർ മേ പഠന, ചിന്തയിൽ മുഴുകുക. ബഹുത് ആദർ കർണ. ആൻസർ ബഹുത് ചാലാക് ഹോന, വളരെയധികം ബുദ്ധിമാനാകുക, അല്ലെ വളരെയധികം ബുദ്ധികൂർമ്മത കാണിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? കാൻ കതർന എന്ന പ്രയോഗം അവിടെ ഉപയോഗിക്കുന്നത്. ഇൻമേ സെ കോൺ സി ശബ്ദ കർമ്മകാരക് ഹേ? കർമ്മകാരക് ഏതാണെന്നാണ് ചോദ്യം. കർമ്മകാരകിൻ്റെ വിഭക്തി പ്രത്യയം എന്താണെന്ന് നമ്മൾ നോക്കുക ആദ്യം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കുക. പേട് സെ ഫൽ ഗിര, മേനെ ഹരി കോ ബുലായ, ലഡ്ക പേട് സെ ഗിര, ഹരി മോഹൻ ഗോ റുപ്യ ദേത്താ ഹെ. 4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. പേട് സെ ഫൽ ഗിര എന്നുള്ളത് ഏത് കാരകാണ്? അലഗാവ് കാ ബോധ ഹോനെ വാല, എന്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും വേർപെടുന്നു എന്ന സൂചനയുണ്ടെങ്കിൽ, അവിടെ സേ എന്ന ചിഹ്നം കൂടി ഉണ്ടെങ്കിൽ എന്താണ് അത്? അലഗാവ് കാ ബോധ് കരാനെ, വേർപെടലിൻ്റെ സൂചന നൽകുന്നത് തീർച്ചയായിട്ടും അപാദാൻ കാരകായിരിക്കും. അപാദാൻ. അപ്പോൾ പേട് സെ ഫൽ ഗിര എന്ന് വെച്ചാൽ മരത്തിൽ നിന്നും പഴം വേർപെടുകയാണ്. അപ്പോൾ അതേത് കാരകമാണ്? അപാദാൻ കാരകമാണ്. മേനെ ഹരിക്കോ ബുലായ, ഞാൻ ഹരിയെ വിളിച്ചു. കോ എന്ന ചിഹ്നം വരുമ്പോൾ, പരസർഗം വരുമ്പോൾ, പരസർഗങ്ങൾ എന്നാണെന്നല്ലോ അതിൽ പറയുന്നത്. കാരക ചിഹ്നങ്ങളെ പരസർഗം എന്നാണ് പറയുന്നത്. കോ എന്ന പരസർഗം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അത് 2 അവസരങ്ങളിൽ വരുന്നുണ്ട്. ഒന്ന് കർമ്മകാരകത്തിലും വരുന്നുണ്ട്, ഒന്ന് സമ്പ്രദാൻ കാരകത്തിലും കോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സമ്പ്രദാൻ കാരകത്തിൽ കോ, കേലിയെ എന്നിങ്ങനെയുള്ളവ വരുന്നുണ്ട്. അപ്പോൾ കോയും സമ്പ്രദാൻ കാരകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കർമ്മകാരകവും സമ്പ്രദാൻ കാരകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കർമ്മകാരകത്തിൽ കർമ്മത്തിനോട് ചേർന്നായിരിക്കും കോ വരുന്നത്. സമ്പ്രദാൻ കാരകത്തിൽ മറ്റാർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള അർത്ഥം വരികയാണെങ്കിൽ അതെന്തായിരിക്കും? സമ്പ്രദാൻ കാരകമായിരിക്കും. അല്ലെങ്കിൽ കർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും എന്ത്? കർമ്മകാരകമായി കോ വരുമ്പോഴായിരിക്കും അത് കർമ്മകാരകാകുന്നത്. ഇവിടെ നോക്കൂ, വാക്കുകളുടെ അർത്ഥം നോക്കുമ്പോൾ മനസ്സിലാകും. പേട് സെ ഫൽഗിര നമ്മൾ പറഞ്ഞ അപാദാൻ കാരകാണ്. മേനെ ഹരിക്കോ ബുലായ, ഞാൻ ഹരിയെ വിളിച്ചു. കർമ്മത്തിനോടുകൂടി, ഹരിയാണ് കർമ്മം, കർമ്മത്തിനോടുകൂടി കോ പ്രത്യയമുണ്ട്. അവിടെ മറ്റ് വിശേഷാർത്ഥങ്ങളൊന്നും ഇല്ല തന്നെ. ലഡ്ക പേട് സെ ഗിര, കുട്ടി മരത്തിൽ നിന്നും വീണു. ആൺകുട്ടി മരത്തിൽ നിന്നും വീണപ്പോഴും എന്ത് തന്നെയാണ്? മരത്തിൽ നിന്നും അവൻ വേർപെടുകയാണ്. അതും അപാദാൻ കാരക തന്നെയാണ്, താഴേക്ക് വീഴുകയാണ്. ഹരി മോഹൻ ഗോ റുപ്യേ ദേത്താഹെ, അവിടെയും കോയുണ്ട്. പക്ഷേ അവിടെ എന്താണ്? ഹരിമോഹനന് പൈസ നൽകുന്നു. ഹരിമോഹനന് വേണ്ടി എന്ത് കൊടുക്കുന്നു? പൈസ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നു എന്നതുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുന്നു, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്ന ബോധമുണ്ടെങ്കിൽ അത് ഏത് കാരകമാണ്? അത് സമ്പ്രദാൻ കാരകാണ്. അപ്പോൾ ഇവിടെ കർമ്മകാരക ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള മേനെ ഹരിക്കോ ബുലായയാണ് കർമ്മകാരകം. अगला एक प्रश्न है, ऐसे प्रश्न भी आ सकते हैं. ऐसे प्रश्न हमें लिखने के लिए बहुत सरल है, इसलिए मैंने अभी उदाहरण के रूप में ये बताता हूँ. इनमें से योजक चिन्ह कौन सा है? ഇതിൽ സംബന്ധ സൂചക, യാനി യോജക് ചിഹ്നം, യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, ജോയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ്? നമുക്കറിയാം, എപ്പോഴും ഒരു വാക്ക് പറയാം, മാതാപിത എന്നൊരു വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത്. മാതാപിത, സുഖ, ദുഃഖ എന്നിങ്ങനെ ഉള്ള വാക്കുകൾ നമ്മൾ എഴുതുമ്പോൾ യോജിപ്പിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? അടുക്കൊരു ഹൈഫൻ ഇടും, ചെറിയത്. അതുതന്നെയാണ് യോജക് ചിഹ്നം. ഏതാണ്? A B C
ഇൻമേസെ കോയി നഹി. സി ആണ് യോജക് ചിഹ്നം. ചെറിയൊരു ഹൈഫനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതിലുള്ള യോജക് ചിഹ്നം, അതാണ് യോജിപ്പിക്കാനാണ്. മാതാപിത, മാതാ ഔർ പിത എന്നാണ് അവിടെ നമ്മൾ വായിക്കേണ്ടത്. സുഖ് ഹൈഫൻ ദുഃഖ്, സുഖ ഔർ ദുഃഖ് എന്നാണ് യോജക് ചിഹ്നമായിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. ഇൻമേസെ ഭാവവാചക് സജ്ഞ കോൺസാ ഹെ. ഭാവവാചക് സജ്ഞയെ പറ്റി നേരത്തെ പറഞ്ഞു ഞാൻ. ഭാവത്തെ സൂചിപ്പിക്കുന്ന വാക്കല്ലെങ്കിൽ ഭാവമാകാം, രൂപമാകാം, ആകാരമാകാം, അവസ്ഥയാകാം, എന്തുമാകാം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? ഭാവവാചകമാണ്. ലംബായി, ശ്യാം, ഘർ, സബ്. സബ് അല്ല സഭായാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദീർഘം ടൈപ്പിംഗ് എററാണ്. ലംബായി നീളം, ശ്യാം പേര്, ഘർ വീട്, സഭ സഭ എന്താണ്? ഒരവസ്ഥയാണ്, ഒരാകാരമാണ്, ഇതെല്ലാം ആകാം. നീളം എന്നത് എന്താണ്? ലംബായി നീളം, അതൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ലംബായി ആണ് അവിടെ ഭാവവാചക് സജ്ഞ. മേം കോൺസാ തത്പുരുഷ് ഹെ. കോൺസാ പുരുഷ് ഹെ. സർവനാമിൽ നമ്മൾ പഠിക്കുന്നതാണ്. മേം എന്ന വാക്ക് ഏത് പുരുഷാണ്? പുരുഷവാചക് സർവനാം 3 തരമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പുരുഷവാചക് സർവനാം? ഉത്തം പുരുഷ, മധ്യം പുരുഷ, അന്യപുരുഷ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുരുഷവാചക് സർവനാമങ്ങൾ അതൊക്കെയാണ്. ഉത്തം പുരുഷ എന്താണ്? പറയുന്ന ആൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഉത്തം പുരുഷായി വരുന്നത്. മേം, ഹം എന്നിങ്ങനെയുള്ളതൊക്കെ ഉത്തം പുരുഷിൽ വരും. തു, തും, ആപ്പ് ഒക്കെ എന്താണ്? കേൾക്കുന്ന ആൾ. ഞാൻ പറയുകയാണെങ്കിൽ ഞാനാണ് മേം, നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളാണ് ഹം. കേൾക്കുന്നവരെന്താണ്? തു നീയാകാം, തും നിങ്ങളാകാം, ആപ്പ് താങ്കളാകാം കേൾക്കുന്നത്. അതൊക്കെ മധ്യം പുരുഷാണ്. അന്യപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്ന ഞാൻ കേൾക്കുന്ന ആളിനോട് വേറെ ആരെ പറ്റിയെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പറ്റി പറയുകയാണെങ്കിൽ അതാണ് അന്യപുരുഷ്. തോ മേം ഉസ്സെ വ സ്ഥൽ കെ യാ വ സ്ഥാൻ കെ ബാരെ മേം കഹത്തെ ഹെ. ആ സ്ഥലത്തെ പറ്റി പറയുന്ന ആ, യഹ്, വഹ്, യേ, വേ എന്നിങ്ങനെയുള്ളതൊക്കെയാണ് എന്ത്? അന്യപുരുഷായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മേം എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണത്. മേം എന്ന് പറഞ്ഞതാണ് പറയുന്ന ആളാണ്. അതെന്തിലാണ് വരുന്നത്? ഉത്തം പുരുഷിലാണ് വരിക. ആൻസർ എ തന്നെയാണ് ഉത്തം പുരുഷ്. മധ്യം പുരുഷ് എന്താണ്? പറയുന്ന ആൾ കേൾക്കുന്ന ആളെ പറ്റി. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ ആ താങ്കളാണ് മധ്യം പുരുഷ്. നമ്മൾ വേറെ ആരെങ്കിലും പറ്റി പറയുന്നെങ്കിൽ യഹ്, വഹ്, യേ, വേ അതൊക്കെ എന്താണ്? അന്യപുരുഷായിട്ടാണ് വരുന്നത്. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടും. ആഗ് കോൻസാ ശബ്ദ ഹെ. ആഗ് എന്നത് ഏത് തരം ശബ്ദമാണ്? ഞാൻ മുമ്പ് പറഞ്ഞു തത്സം, തദ്ഭവ്, ദേശജ്, വിദേശജ് പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ പറയും. തത്സമാണോ, തദ്ഭവാണോ, ദേശജാണോ, വിദേശജാണോ? ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ക്വസ്റ്റ്യനിൽ ഈ ആൻസർ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാതാണ് അത് പറഞ്ഞത്. അഗ്നി എന്ന സംസ്കൃത പദത്തിൽ നിന്നും ഹിന്ദിയിൽ നമ്മൾ രൂപമാറ്റം വരുത്തിയെടുത്ത വാക്കാണ് ആഗ് എന്നത്. അപ്പോൾ സംസ്കൃത വാക്ക് ഹിന്ദിയിലേക്ക് രൂപമാറ്റം വരുത്തിയെടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ തദ്ഭവ് എന്ന് പറയുന്നത്. അതിൽ നിന്നും ഭവിച്ചത്. അപ്പോൾ അതെന്താണ്? ഏത് വാക്ക് തന്നെയാണ്? തദ്ഭവ് വാക്കാണ്. അഗ്നിയിൽ നിന്നുണ്ടായ ഹിന്ദി വാക്കാണ് ആഗ്. അതുകൊണ്ട് സംസ്കൃതം പോലെ തന്നെയുള്ള വാക്കിനെ തത്സം എന്ന് പറയുന്നു. അതിൽ നിന്നുണ്ടായ വാക്കാണ് ആഗ്. അതുകൊണ്ടത് തദ്ഭവ് എന്ന് പറയുന്നു. കേൾക്കുമ്പോഴേ നമുക്കറിയാം അഗ്നി എന്നുള്ള വാക്ക് സംസ്കൃതമാണെന്ന് നമുക്കറിയാം. ഋഗ്വേദത്തിൻ്റെയൊക്കെ തുടക്കം എന്താണ്? അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകങ്ങൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമുക്കറിയാൻ പറ്റും അഗ്നി എന്നുള്ളത് സംസ്കൃത വാക്കാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് അഗ്നി എന്ന വാക്ക് കേൾക്കുമ്പോഴേ അറിയാതെ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് സംസ്കൃതമാണെന്ന് നമുക്ക് അറിയാം. അടുത്ത നോക്കൂ. പൃഥ്വി കോൺസാ ശബ്ദ ഹെ. പൃഥ്വി എന്ന വാക്ക് ഏതാണ്? തത്സമാണോ, തദ്ഭവാണോ, ദേശജാണോ, ഇൻമേസെ കോയി നഹി? ഇതിലൊന്നും അല്ല. ഏതാണോ? പൃഥ്വി എന്ന വാക്ക് ഏതാണ്? നമുക്കറിയാം. കേൾക്കുമ്പോഴേ അറിയാം. പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന വാക്കാണ്. പുരാണങ്ങളിലും മറ്റും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് പൃഥ്വി. പൃഥ്വി എന്ന വാക്ക് എന്ത് തന്നെയാണ്? തത്സം തന്നെയാണ്. സംസ്കൃത വാക്ക് തന്നെയാണ് പൃഥ്വി. അപ്പോൾ തത്സമാണ്. അഗ്ലാ देखिए ഫൂൽ കോൺസാ സജ്ഞാ ഹെ. ഫൂൽ കോൺസാ സജ്ഞാ ഹെ. ഫൂൽ എന്നത് ഏതുതര സജ്ഞയാണെന്നാണ് ചോദ്യം. സമൂഹവാചക്, ജാതിവാചക്, വ്യക്തിവാചക്, ഭാവവാചക്. ഫൂൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണോ? ഫൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം പൂവെന്നേ ഉള്ളൂ, പൂക്കൾ എന്നില്ല. ജാതിവാചക് എന്ന
ആണോ വ്യക്തിവാചകമാണോ? വ്യക്തിവാചകം എന്താണോ? അല്ല. ഭാവവാചകമാണോ? അല്ല. ഒരവസ്ഥയല്ല. സിംഗിളായിട്ടുള്ളതല്ല ഫൂൾ എന്ന് പറഞ്ഞാൽ. ഫൂൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പൂക്കൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. എന്ത്? ഫൂൾ എന്നുള്ളത്. റോസയാകാം, ചെമ്പരത്തിയാകാം, പിച്ചിയാകാം, മുല്ലയാകാം, ഏത് പൂവാകാം. ആ പൂക്കൾക്കെല്ലാം വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ആ ഒരു വർഗത്തിന് മുഴുവൻ ഉപയോഗിക്കുന്ന പേര് ആണ് ഫൂൾ എന്നതുകൊണ്ട് ഫൂൾ എന്ന വാക്ക് ഏത് സംജ്ഞയാണ്? ജാതിവാചകമാണ്. ആ ഒരു ഫുൾ ജാതിയെ അല്ലെങ്കിൽ ആ ഒരു ഫുൾ സ്പീഷീസിനെ, വർഗത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ഫൂൾ എന്നത് ഏത് സംജ്ഞയാണ്? ജാതിവാചക സംജ്ഞയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉദാഹരണം പറയുകയാണെങ്കിൽ നദി എന്നത് ജാതിവാചകം. കാരണം ലോകത്തുള്ള നദികൾക്ക് എല്ലാം ഉപയോഗിക്കുന്ന, നൈൽ നദിയാണേലും ഭാരതപ്പുഴയാണേലും മണിമലയാറാണേലും ഏത് നദിക്ക് ഉപയോഗിക്കുന്ന പേരേതാണ്? നദി എന്നതാണ്. അത് എല്ലാ നദികളെയും പ്രതിനിധാനം ചെയ്യുന്ന പേരാണ് അത് ജാതിവാചക. പക്ഷേ ഇപ്പോൾ നമ്മൾ കൽപ്പാത്തിപ്പുഴ എന്ന് പറഞ്ഞാൽ അത് ഏത് പേരാണ്? അത് വ്യക്തിവാചകമായി മാറുന്നു. മനസ്സിലായല്ലോ? നദി എന്നത് ജാതിവാചകം, കൽപ്പാത്തിപ്പുഴ എന്ന് പറഞ്ഞാൽ അത് എന്തായി മാറും? വ്യക്തിവാചകമായി മാറുന്നു. അഗ്ലാ പ്രശ്നം देखिए, ईमानदारी कौन सा संज्ञा है? ഈമാൻദാരി എന്നത് ഏതുതരം സംജ്ഞയാണ്? ഈമാൻദാരി എന്ന് വെച്ചാൽ എന്താണ്? അഭിമാനം എന്നുള്ളതാണ്. വ്യക്തിവാചക്, ഭാവവാചക്, സമൂഹവാചക്, ഇൻമേസെ കോയി നഹി. നമുക്കറിയാം അഭിമാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഭാവമാണ് മനുഷ്യൻ്റെ. അതുകൊണ്ട് തന്നെ എന്താണ്? സംജ്ഞ, ഭാവവാചക് സംജ്ഞയാണ്. അഗ്ലാ പ്രശ്നം देखिए, ആപ് कौन सा സർവനാമ है? ആപ് എന്നുള്ളത് ഏത് സർവനാമമാണ്? ഞാൻ മുമ്പ് പറഞ്ഞു, നിശ്ചയവാചക്, അനിശ്ചയവാചക്, നിജവാചക്, ഇൻമേസെ കോയി നഹി. ആപ് എന്നുള്ളത് രണ്ട് തരം സർവനാമമായിട്ട് നമ്മൾ പറയാറുണ്ട്. പുരുഷവാചകിലെ മധ്യം പുരുഷമായിട്ട് നമ്മൾ ആപ്പ് എന്നത് ഉപയോഗിക്കാറുണ്ട്. കാരണം അതിൽ താങ്കൾ എന്ന രീതിയിൽ ആപ്പ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ മധ്യം പുരുഷില്ലാത്തത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആപ്പ് എന്നുള്ള വാക്കല്ല. ഹിന്ദി സർവനാമിൽ ഭേദങ്ങളിൽ അവസാനത്തെ നിജവാചക് എന്നൊരു സർവനാമമുണ്ട്. അതായത് നമ്മൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന വാക്ക് വരികയാണെങ്കിൽ അത് നിജവാചകമായിട്ട് വരും. അപ്പോൾ ഈ ആപ്പ് എന്ന വാക്ക് നമ്മൾ മധ്യം പുരുഷിൽ മറ്റ് ഒരാൾക്ക് വേണ്ടി താങ്കൾ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആപ്പ് എന്ന വാക്ക് ഹിന്ദിയിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, മേനെ അപ്ന കാം ആപ്പ് കിയ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി സ്വയം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. മേനെ അപ്ന കാം ആപ്പ് കിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സെൻറ്റൻസിൽ ഞാൻ എൻ്റെ ജോലി സ്വയം ചെയ്തു. അപ്പോൾ സ്വയം അല്ലെങ്കിൽ ഞാൻ എന്ന് തന്നെ ഉപയോഗിക്കാൻ ആ ഒരർത്ഥത്തിലും ആപ്പ് എന്ന വാക്ക് ഹിന്ദിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സർവനാമം ഏതാണ്? നിജവാചകമാണ്. നിജം എന്ന് വെച്ചാൽ എൻ്റേത് തന്നെ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ച വാക്കാണ് ഇവിടെ ആപ്പ് എന്നത്. കാരണം ഇവിടെ മധ്യം പുരുഷ കൊടുത്തെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കൺഫ്യൂസ്ഡ് ആകും. പക്ഷെ അങ്ങനെ കൊടുക്കില്ല. അപ്പോൾ ഇവിടെ ഇപ്പം നിജവാചക കൊടുത്തിട്ടില്ലെങ്കിൽ മധ്യം പുരുഷ കൊടുത്തെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആൻസർ മധ്യം പുരുഷ് എന്നെഴുതാം. കാരണം മധ്യം പുരുഷിലും ആപ്പുണ്ട്, നിജവാചകിലും ആപ്പുണ്ട്. നിജവാചകിൽ എൻ്റെ സ്വന്തമെന്ന് വരുന്ന രീതിയിലാണെങ്കിൽ മധ്യം പുരുഷിൽ താങ്കൾ എന്ന രീതിയിലാണ് ആ വാക്ക് വരുന്നത്. ഈ രണ്ട് ഓപ്ഷനോട് ഒരുമിച്ച് ഏതായാലും ചോദിക്കില്ല ആപ്പ് എന്ന ക്വസ്റ്റ്യൻ കൊടുത്തിട്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഒന്നുകിൽ അത് നിജവാചകമായിരിക്കും, അല്ലെങ്കിൽ അത് മധ്യം പുരുഷായിരിക്കും. ഇവിടെ നിജവാചകമാണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ഹുവാ ഹേ ഹം പുഷ്പ് കോൺ സാ ശബ്ദ് ഹേ. നമുക്കൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ. ഏതാണ്? മുമ്പ് പറഞ്ഞു തന്നെയാണ്. ഫൂൽ എന്ന വാക്കിൽ നിന്ന്, സംസ്കൃത വാക്കിൽ നിന്ന് ഉണ്ടായ വാക്കാണ്. അതുകൊണ്ട് തന്നെ അത് തത്സമല്ല, തദ്ഭവ് വാക്കാണ്. അഗ്ലാ പ്രശ്നം ഹേ സമാസ് കെ കിത്തനെ പ്രകാർ ഹോത്തെ ഹേ. എത്ര തരം സമാസങ്ങളാണുള്ളത്? 2, 4, 6, 8. ഏതാണ്? സമാസങ്ങൾ മുഖ്യമായും 6 തരമാണുള്ളത്. ഏതൊക്കെയാണ്? അവ്യയീഭാവ് സമാസ്, തത്പുരുഷ സമാസ്, കർമ്മധാരയ സമാസ്, ദ്വിഗു സമാസ്, ദ്വന്ദ്വ സമാസ്, ബഹുവ്രീഹി സമാസ് എന്നിവയാണ് സമാസങ്ങൾ 6. അഗ്ലാ പ്രശ്നം देखिए, നവയുവക कौन सा समास है? കർമ്മധാരയ, ബഹുവ്രീഹി, ദ്വന്ദ്വ, ദ്വിഗു. നവയുവക് എന്ന വാക്കിന് ബഹുവ്രീഹി അനുസരിച്ച് മറ്റൊരർത്ഥമില്ല. നവയുവക് എന്നത് ഒരേ അർത്ഥമുള്ള, ഒരേ പ്രാധാന്യമുള്ള പദം അല്ല. അതുകൊണ്ട് ദ്വന്ദ്വ സമാസല്ല. നവയുവകിൽ നവ എന്നുള്ളത് സംഖ്യാസൂചകമല്ല. നമുക്കറിയാം നവയുവക് എന്ന് പറഞ്ഞാൽ നൗജവാൻ എന്നുള്ള, യുവാവ് എന്നുള്ളതാണ്. നവയുവക് എന്നുള്ളതാണ്. അല്ലാതെ സംഖ്യാസൂചകമായിട്ടല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിഗു സമാസമല്ല. എന്താണ്?
യുവാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് നവ് എന്നതുകൊണ്ട്, പുതിയ യുവാവ് എന്നതുകൊണ്ട്. അപ്പോൾ വിശേഷണവും വിശേഷ്യം വരുന്ന സമാസങ്ങൾ, പദങ്ങളെല്ലാം തന്നെ കർമ്മധാരയ സമാസം എന്നാണ് അതിന് പറയുന്നത്. അതിൽ വിശേഷണവും ഉണ്ടാവും, വിശേഷ്യവും ഉണ്ടാവും. യുവകിനെ എന്തുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു? നവ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മധാരയ സമാസമാണത്. പ്രതിദിൻ കോൺസ സമാസ് ഹേ, നമ്മളിതുവരെ ചർച്ച ചെയ്യാത്തതാണ് പ്രതിദിനിൻ്റെ കാര്യം. ബഹുവ്രീഹിയാണോ, ദ്വന്ദ്വാണോ, അവ്യയീഭാവാണോ, ദിഗു സമാസാണോ? ബഹുവ്രീഹിയല്ല, പ്രതിദിൻ എന്ന വാക്കിന് ഓരോ ദിവസവും എന്ന അർത്ഥമേ ഉള്ളൂ, അതിന് വിശേഷപ്പെട്ട അർത്ഥമില്ല. ബഹുവ്രീഹിയല്ല. ദ്വന്ദ്വ സമാസ്, പ്രതിയും ദിന്നും ഒരേ അർത്ഥമുള്ള വാക്കുകളല്ല, അല്ലെങ്കിൽ ഒരേ സമാന പ്രാധാന്യമുള്ള വാക്കുകളുമല്ല. ദിഗു സമാസാകാൻ വേണ്ടി അതിൽ സംഖ്യ പറയുന്നില്ല. അവ്യയീഭാവ് സമാസാണ്. ക്യോങ്കി അവ്യയീഭാവ് സമാസ് കെ ജോ പഹലാ ഖണ്ഡ് ക്യാ ഹോഗ, അവ്യയ ഹോഗ. അവ്യയീഭാവ് സമാസിൻ്റെ ആദ്യത്തെ ഖണ്ഡം, ആദ്യത്തെ ഭാഗം എന്തായിരിക്കും? ഏതെങ്കിലും അവ്യയമായിരിക്കും. അവ്യയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലിംഗവചനകാരകങ്ങൾ കൊണ്ട് മാറ്റം വരാത്ത വാക്കുകളെ. പ്രതി എന്ന വാക്ക് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാറുള്ളൂ, പ്രതി എന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ ഏതെങ്കിലും പുല്ലിംഗത്തിനൂടെ നമ്മൾ പ്രത എന്ന് ഉപയോഗിക്കാറില്ല. പ്രതി എന്ന വാക്കിന് മാറ്റമില്ല, അതിൻ്റെ ആ രൂപം അങ്ങനെ തന്നെയാണ്. അങ്ങനെ മാറ്റമില്ലാത്ത ശബ്ദങ്ങളെയാണ് നമ്മൾ അവ്യയങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവ്യയം ചേർന്ന് വരുന്ന പദങ്ങളെല്ലാം തന്നെ ഏത് സമാസമാണ്? അവ്യയീഭാവ് സമാസാണെന്ന് ഓർക്കുക. അഗല ദേഖിയെ, ദേശഭക്തി കോൺസ സമാസ് ഹെ. ദേശഭക്തി ദേശത്തിനോടുള്ള ഭക്തിയാണ്, കർമ്മധാരയല്ല, വിശേഷണവും വിശേഷ്യവും അല്ലാത്തതുകൊണ്ട്. തത്പുരുഷ ദ്വന്ദ് ദിഗു, ദ്വന്ദ്വല്ല. ദേശവും ഭക്തി ഒരേ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരുപോലത്തെ വാക്കുകളല്ല. ദിഗു അതിനകത്ത് സംഖ്യകളില്ല. തത്പുരുഷ സമാസമാണത്. രണ്ടാമത്തെ പദമായിരിക്കും അതിനകത്ത് ഭക്തി എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഒന്നാമത്തെ പദം ഇരിക്കും. ദേശഭക്തി, ദേശത്തിനോടുള്ള ഭക്തിയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് തൽപുരുഷ സമാസമാണ്. അഖില പ്രശ്നം ദേഖിയെ, നീലകണ്ഠ് കോൺസ സമാസ്. ഇനി നിങ്ങൾ പെട്ടെന്ന് പറയും, കാരണം ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എളുപ്പത്തിൽ പറയാം. നീലകണ്ഠ് ഏത് സമാസമാണ്? കർമ്മധാരയാണോ, ബഹുവ്രീഹിയാണോ, അവ്യയീഭാവാണോ, തൽപുരുഷാണോ? ഏതാണ്? കർമ്മധാരയെ, കണ്ഠം നീലയായ ഇവൻ ആണ് നീലകണ്ഠൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കണ്ഠത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് നീല എന്ന വാക്കുകൊണ്ട്. അതുകൊണ്ട് അത് കർമ്മധാരയാകാൻ വേണമെങ്കിൽ. അതാണോ? പക്ഷേ അല്ല. എന്തുകൊണ്ടാണ്? കാരണം നീലകണ്ഠൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആരുടെ രൂപമാണ്, അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ആ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്? അത് ശിവഭഗവാനെയാണ്. അതുകൊണ്ട് തന്നെ അത് നീലകണ്ഠൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മയിലിനും വേണമെങ്കിൽ ആ പേര് ഉപയോഗിക്കാം, കാരണം മയിലിൻ്റെ കഴുത്ത് നീല നിറമാണ്. അപ്പോൾ മറ്റൊരു വിശേഷ അർത്ഥത്തിലേക്ക് അത് പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ബഹുവ്രീഹിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഏതാണ്? ബഹുവ്രീഹിയാണ്. കർമ്മധാരയാക്കാമായിരുന്നു നീലകണ്ഠൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു അർത്ഥം തോന്നുന്നില്ലെങ്കിൽ. പക്ഷേ നീലകണ്ഠൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശിവനെയാണ് ഓർമ്മ വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുരളീധർ എന്നൊരു വാക്ക്, മറ്റൊരു വാക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മുരളീധർ എന്ന വാക്ക്, മുരളി എന്നാൽ ഓടക്കുഴലാണ്, ബാൻസുരി. അപ്പം ഓടക്കുഴൽ പിടിക്കുന്ന അല്ലെങ്കിൽ ഓടക്കുഴൽ ധരിക്കുന്ന എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? മുരളീധരൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അത് കർമ്മധാരയാണ്. മുരളി ധരിക്കുന്ന ആൾ, അല്ലെങ്കിൽ അത് തത്പുരുഷ സമാസമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, മുരളി ധരിക്കുന്ന ആൾ. പക്ഷേ മുരളീധരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ആരുടേതാണ്? ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന കൃഷ്ണൻ്റേതാണ് മുരളീധരൻ. അതുകൊണ്ട് മുരളീധരൻ എന്ന വാക്ക് ഏതാണ്? ഏത് സമാസമാണ്? ബഹുവ്രീഹിയാണ്. നമുക്കറിയാം, നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ ഈ ഓടക്കുഴൽ വിൽക്കാൻ വേണ്ടി കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇഷ്ടം പോലെ ആൾ കച്ചവടക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ മുരളീധരൻ എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഉത്സവപ്പറമ്പിൽ ഓടക്കുഴലും കൊണ്ട് നടക്കുന്നവരെ നമ്മൾ മുരളീധരൻ എന്ന് വിളിക്കാറില്ല. കാരണം മുരളീധരൻ എന്ന ചിത്രം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആരുടെയാണ്? ശ്രീകൃഷ്ണൻ്റെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളെല്ലാം തന്നെ എന്താണ്? ബഹുവ്രീഹി സമാസുകളാണെന്ന് ഓർത്തോളുക. നോക്കൂ, അഗല एक प्रश्न है, പാപ പുണ്യ കോൺസാ സമാസ് ഹേ? പാപ പുണ്യ രണ്ടും ഈക്വൽ പ്രാധാന്യമുള്ള വാക്കുകളാണ്. പാപ് ഔർ പുണ്യ എന്ന് വരുന്നു. അതുപോലെ തന്നെ പാപിൻ്റെ ഓപ്പോസിറ്റാണ് പുണ്യ. എല്ലാ ദ്വന്ദ്വ സമാസങ്ങളും ഓപ്പോസിറ്റ് ആകണമെന്നില്ല. പക്ഷേ ഭായി ബഹൻ എന്ന വാക്ക് ഭായിയുടെ ഓപ്പോസിറ്റ് അല്ല ബഹൻ, ഭായിയുടെ സ്ത്രീലിംഗാണ് ബഹൻ. പക്ഷേ അതെന്താണ്? ദ്വന്ദ്വ സമാസമാണ്. അപ്പോൾ എല്ലാം ഓപ്പോസിറ്റ് ആകണമെന്നില്ലെങ്കിലും മിക്കതും ഓപ്പോസിറ്റാണ്. സുഖ ദുഃഖ് അതെല്ലാം ദ്വന്ദ്വ സമാസങ്ങളാണ്. മാതാ പിത, മാതായുടെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പിത പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഖാന പീന ഇതെല്ലാം തന്നെ എന്താണ്? ദ്വന്ദ്വ സമാസങ്ങളാണ്. അപ്പോൾ പാപപുണ്യവും എന്ത് തന്നെയാണ്? ദ്വന്ദ്വ സമാസമാണ്. अगला देखिए, यथासंभव में कौन सा समास है? दिगु, तत्पुरुष, अव्ययी भाव, कर्मधारय.
യഥ എന്നുള്ള വാക്ക് അവ്യയമാണ്. യഥി, യഥയ. യഥ എന്നുള്ളത് എപ്പോഴും നമ്മൾ എങ്ങനെ പ്രയോഗിക്കാറുള്ളൂ? യഥാസംഭവ്, യഥാസാധ്യ എന്നിങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യഥാ ചർച്ചിത് എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. ആ യഥായ്ക്ക് എന്തില്ല? മാറ്റമില്ല. മാറ്റമില്ലാതെ തുടരുന്ന വാക്കാണ് യഥ. അതുകൊണ്ട് അത് അവ്യയമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? യഥ എന്നുള്ളത് ചേർന്ന് വരുന്ന, അവ്യയം ചേർന്ന് വരുന്ന സമാസം അവ്യയീഭാവ് സമാസ് ആണ്. അഗല പ്രശ്നം, വീണ പാണി കോൻസ സമാസ് ഹേ? വീണ പാണി, വീണ കയ്യിൽ പിടിക്കുന്ന എല്ലാവരെയും നമുക്ക് വേണമെങ്കിൽ വീണാപാണി എന്ന് പറയാം. പക്ഷേ വീണാപാണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ആരുടേതാണ്? നല്ല തൂവെള്ളത്താമരയിൽ കയ്യിൽ വീണയുമായിരിക്കുന്ന സരസ്വതി ദേവിയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? അത് ബഹുവ്രീഹി സമാസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വീണാപാണി എന്നത് വീണ കയ്യിൽ പിടിച്ചു കിടക്കുന്ന എല്ലാവരെയും നമ്മളത് വിളിക്കാറില്ല. വീണാപാണി സരസ്വതി എന്നാണ് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പോകുന്നത് മനസ്സിൽ. അതുകൊണ്ട് തന്നെ അത് ബഹുവ്രീഹിയാണ്. ഒരു വിശേഷാർത്ഥത്തെയും കൂടി അത് സൂചിപ്പിക്കുന്നു. निम्नलिखित में अशुद्ध शब्द कौन सा है? एकत्र, नीरस, मंत्रिमंडल, योगीराज. ഏതാണ്? നോക്കൂ, ഇതിൽ അശുദ്ധ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകത്ര ശരിയാണ്, നീരസ് ശരിയാണ്, യോഗിരാജ് ശരിയാണ്. മന്ത്രിമണ്ഡൽ എന്ന വാക്കിന് മന്ത്രി ഹ്രസ്വമാണ് വരേണ്ടത്. ഇവിടെ മന്ത്രിമണ്ഡൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. തെറ്റായ വാക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ്. മന്ത്രിമണ്ഡൽ തെറ്റാണ്. നിമ്നലിഖിതമേ അശുദ്ധ വാക്ക് ശബ്ദ ഹെ. അടുത്ത ഒരു വാക്കുകൂടെ വേർഡൂടെ ചോദിക്കുന്നു, അശുദ്ധം ഏതാണെന്ന്. സപ്താഹിക്, വീണ, ബാഷ്പ്, സിന്ദൂർ. അവിടെ ബാഷ്പാണ്. വാഷ്പെന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ എററാണ്. അതുകൊണ്ട് അത് ബാഷ്പെന്ന് വായിക്കുക. സപ്താഹിക്, വീണ, ബാഷ്പ്, സിന്ദൂർ. സപ്താഹിക് അല്ല, നമ്മൾ പറയുന്നത് എന്താണ്? സാപ്താഹിക് എന്നാണ് പറയുന്നത്. അവിടെ ദീർഘം വരണം. അതുകൊണ്ട് തെറ്റായ വാക്ക് സപ്താഹിക് എന്നുള്ളതാണ് തെറ്റ്. മറ്റേത് ബാഷ്പെന്ന് വായിക്കുക. നിങ്ങൾ വാഷ്പെന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ടൈപ്പിംഗ് എററാണ്. അത് ബാഷ്പെന്ന് വായിക്കുക. ശരിയായ ആൻസർ വരണമെങ്കിൽ, അല്ലെങ്കിൽ സപ്താഹിക്ക് ശരിയാവണമെങ്കിൽ എന്ത് വരണം? സാപ്താഹിക് എന്ന് ആവേണ്ടതാണ്. देखिए अगला प्रश्न है, निम्नलिखित में से आग का पर्यायवाची शब्द नहीं है. താഴെ പറയുന്നവയിൽ ആഗ്, തീ എന്നതിൻ്റെ പര്യായവാചി ശബ്ദം അല്ലാത്തതേത്? വായുസഖ, ഹൃദാശൻ, വിഭാവസു, വിപതഖ എന്നിങ്ങനെയാണ് ഓപ്ഷൻ. വായുസഖ, ഹൃദാശൻ, വിഭാവസു, വിപതഖ എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. വായുസഖയും ഹൃദാശനും വിഭാവസു എല്ലാം തന്നെ അഗ്നിയുടെ അല്ലെങ്കിൽ പാവക്, അഗ്നിയുടെ മറ്റൊരു പര്യായപദമാണ്. പാവകിൻ്റെ, അഗ്നിയുടെ, ആഗിൻ്റെ പര്യായപദങ്ങളാണ്. വിപതക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിപതക. വിപതക എന്നത് നദിയുടെ പര്യായപദമാണ്. വിപതക നദി എന്നതിൻ്റെ പര്യായപദമാണ് വിപതക. अगला देखिए, निम्नलिखित में से इच्छा का पर्यायवाची शब्द नहीं है. ഇച്ഛ, ആഗ്രഹം എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്തതേത്? ലിപ്സ, ലിപ്സ ആഗ്രഹമാണ്. കാമന, കാമനയും ആഗ്രഹമാണ്. യാതന, യാതന എന്താണ്? യാതന കഷ്ട എന്നുള്ളതാണ് ഹിന്ദിയിൽ അർത്ഥം. യാതന സഹിക്കുക, ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിക്കുക. സ്പൃഹ എന്ന വാക്കിൻ്റെ അർത്ഥവും ഇച്ഛ തന്നെയാണ്. അപ്പോൾ ഇതിൽ പര്യായവാചി ശബ്ദ ഇച്ഛയുടെ അല്ലാത്തത് യാതന എന്ന വാക്കാണ്. യാതന എന്ന് വെച്ചാൽ കഷ്ടപ്പാട് എന്നുള്ളതാണ്. अगला प्रश्न देखिए, प्रत्येक शब्द का समास कौन सा है? പ്രത്യേക എന്ന വാക്കിൻ്റെ സമാസം എന്താണ്? പ്രത്യേക എന്ന വാക്കിൻ്റെ സമാസം അറിയണമെങ്കിൽ ആദ്യം അതിനെ ഒന്ന് നമ്മൾ പിരിച്ചു നോക്കുക. പ്രതി പ്ലസ് ഏകാണ് പ്രത്യേക. പ്രതി എന്നത് അവ്യയ ശബ്ദമാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും ആൻസർ? അവ്യയീഭാവ സമാസമാണ് അതിൻ്റെ ആൻസർ. പ്രതി പ്ലസ് ഏക പ്രത്യേക. പ്രതി അവ്യയാണ്, അതിന് മാറ്റമില്ല. എപ്പോഴും പ്രതിയും തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. പ്രധാനവും പ്രതേനവും ഒന്നും അത് ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അത്? അവ്യയീഭാവ സമാസമാണ്. തിരങ്ക കോൺസ സമാസ്? തിരങ്ക, തിരങ്ക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 3 നിറമുള്ളതെന്നാണ് അർത്ഥം. 3 നിറം ഉള്ളതെന്നല്ലാതെ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? തിരങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താണ് നമുക്ക് ഓർമ്മ വരുന്നത്? നമ്മുടെ ഭാരതത്തിൻ്റെ
പതാകയെ ഓർമ്മ വരും തിരങ്ക എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ. അപ്പോൾ അതിന് മറ്റൊരു വിശിഷ്ടമായ അർത്ഥം കൂടിയുണ്ട്. വെറും സംഖ്യ കൊണ്ട് മാത്രമല്ല, തിരങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പതാകയെ നമുക്ക് ഓർമ്മ വരും എങ്കിൽ എന്താണ്? മറ്റൊരു വിശേഷ അർത്ഥം കൂടി ഉണ്ടെങ്കിൽ അത് ബഹുവ്രീഹി സമാസാണ്. കവി കാ സ്ത്രീലിംഗ രൂപ ക്യാ ഹെ? കവിയത്രി, കവിയാണി, കവയിത്രി, ഇൻമേസെ കൊയ് നഹി. ഏതാണ്? കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ്. കവിയത്രി എന്ന് നമ്മൾ പറയുമെങ്കിലും എഴുതുമ്പോൾ അങ്ങനെയാണ്. കവയിത്രി എന്നുള്ള സി ഓപ്ഷനാണ് കറക്റ്റ്. പലപ്പോഴും തെറ്റുന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സൂര്യക്ക സ്ത്രീലിംഗ രൂപ ക്യാ ഹെ? സൂര്യൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? സൂര്യാണി, സൂര്യേ, സൂര, സൂര്യ എന്നാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു സ്ത്രീയുടെ പേര്, അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ പേരായി എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഏത്? സൂര്യ എന്ന വാക്ക്. സൂര്യൻ്റെ പര്യായപദം, സൂര്യൻ്റെ സ്ത്രീലിംഗ പദം എന്താണ്? സൂര്യ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. പേഡ് സെ ഫൽ ഗിര ഇസ് വാക്യമേം സേ കിസ് കാരക് ഹെ? പേഡ് സെ ഫൽ ഗിര എന്നുള്ളതിൽ സേ എന്നത് ഏത് കാരകമാണ്? മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നാണ് പേഡ് സെ ഫൽ ഗിര എന്ന് വെച്ചാൽ മരത്തിൽ നിന്ന് പഴം താഴെ വീഴുകയാണ്. അലഗാവുക ബോധം, വേർപെടലിൻ്റെ ബോധമാണെങ്കിൽ സേ വന്നാൽ എന്താണ്? അപാദാൻ കാരകാണ് അവിടെ ആൻസർ. ഓപ്ഷൻ ബി. വഹ കുൽഹാടി സെ വൃക്ഷ കാട്ട്താ ഹെ ഇസ് വാക്യമേം സേ കിസ് കാരക് കി വിഭക്തി ഹെ? കുൽഹാടി എന്ന് വെച്ചാൽ എന്താണ്? ആക്സ്, മഴു, കോടാലി എന്നാണ് അർത്ഥം. കുൽഹാടി സെ വൃക്ഷ കാട്ട്താ ഹെ, കോടാലി കൊണ്ട് മരം വെട്ടുന്നു. മരം വെട്ടാൻ ഉപയോഗിച്ച ഉപകരണത്തെ സൂചിപ്പിക്കുന്ന പദം ഉണ്ടെങ്കിൽ അത് കരണം ആണ്. കരണം വന്നാൽ ഏത് കാരകമാണ്? അത് കരൺ കാരകാണ്. ഓപ്ഷൻ സി കരൺ കാരകാണത്. കൂടുതൽ വിവരണങ്ങൾ ഞാൻ മുമ്പത്തെ സ്ലൈഡുകളിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കരൺ എന്ന് വെച്ചാൽ ഉപകരണം, കർമ്മം ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണമാണ്. കോടാലി കൊണ്ടാണ് മരം വെട്ടിയത്, അതുകൊണ്ട് തന്നെ അത് കരൺ കാരകാണ്. മാനെ ബച്ചേക്കോ ബുലായ ഇസ് വാക്യമേം കോ കിസ് കാരക് കി വിഭക്തി ഹെ? കോ രണ്ട് കേസിലാണ് വരുന്നതെന്ന് മുമ്പ് പറഞ്ഞു. ഒന്ന് കർമ്മകാരകായും വരും, മറ്റൊന്ന് സമ്പ്രദാൻ കാരക്. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുക എന്നിങ്ങനെ സൂചിപ്പിക്കുന്നതാണ് സമ്പ്രദാൻ കാരക്. ഇവിടെ പക്ഷേ മാനെ ബച്ചേക്കോ സുലായ എന്ന് പറയുമ്പോൾ അമ്മ കുട്ടിയെ ഉറക്കി എന്നാണ്. കുട്ടിക്കൊന്നും കൊടുത്തില്ല, കുട്ടിയെ ഉറക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? കർമ്മകാരകാണ്. ബച്ച എന്നത് കർമ്മം, അതിനോട് ചേർന്നിരിക്കുന്ന കാരകമാണ്, കർമ്മകാരകമാണ്. മാനെ ബച്ചേക്കോ ഭോജൻ ദിയ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെന്തായേനേം? അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തായി മാറിയേനെ? സമ്പ്രദാൻ കാരകായി മാറിയേനെ. അതാണ് അവിടുത്തെ വ്യത്യാസം. ഇവിടെ കർമ്മകാരകാണ്. അധ്യാപക് ശബ്ദ കാ സ്ത്രീലിംഗ രൂപ ക്യാ ഹെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അധ്യാപിക, അധ്യാപകി, അധ്യാപക, അധ്യാപികി. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അധ്യാപക്, അധ്യാപികയാണ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ. നായക് ശബ്ദ കാ സ്ത്രീലിംഗ രൂപ ക്യാ ഹെ? നമുക്കറിയാം, സിനിമാ നായകനും നായികയും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് നായികയല്ല, നായികയല്ല, നായികയാണ്. തേർഡ് ഓപ്ഷനാണ് റൈറ്റ് ആയിട്ടുള്ളത്. നായകായും അല്ല. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നേതാ ശബ്ദ കാ സ്ത്രീലിംഗ രൂപ ക്യാ ഹെ? രാജാ ശബ്ദ കാ സ്ത്രീലിംഗ രൂപ ക്യാ ഹെ? രാജ്ഞി ഹെ. നേതാ ശബ്ദ കാ സ്ത്രീലിംഗ രൂപ് നേത്രി, നേതിൻ, നേതൃ, നേതാജി തന്നിട്ടുണ്ട്. ഫസ്റ്റ് നേത്രി എന്നുള്ളതാണ് നേതായുടെ സ്ത്രീലിംഗ ശബ്ദം. ദാദാ ശബ്ദ കാ സ്ത്രീലിംഗ രൂപ ക്യാ ഹെ? ഛാത്രി, ദാതൃ, ഛാത്തി, ദാത്രി എന്നിങ്ങനെയുള്ള വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഏതാണ് കറക്റ്റ്? ദാദയുടെ ദാത്രിയാണ് കറക്റ്റായിട്ടുള്ള സ്ത്രീലിംഗ ശബ്ദം. സൂര്യോദയ കാ സഹി സന്ധി വിച്ഛേദ് ക്യാ ഹെ? സൂര്യോദയം എന്ന വാക്ക് കറക്റ്റായിട്ട് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? സൂര്യോ പ്ലസ് ദയ, സൂര്യ പ്ലസ് ഉദയ, സൂര്യ പ്ലസ് ഉദയ, ഇൻമേസെ കോയി നഹി. സൂര്യ പ്ലസ് ഉദയാണ്. സൂര്യ എന്ന് പറയുമ്പോൾ അവിടെ ആ ഉണ്ട്, ആ പ്ലസ് ഉ വരുമ്പോൾ ഓ ആയി മാറുന്നു. അപ്പോൾ സൂര്യ പ്ലസ് ഉദയ, സൂര്യോദയ ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. മഹേന്ദ്ര കാ സന്ധി വിച്ഛേദ് കീജിയെ? അടുത്ത് മഹേന്ദ്ര എന്ന വാക്കിനെ പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മഹോ പ്ലസ് ഇന്ദ്ര, മഹേ പ്ലസ് ഇന്ദ്ര, മഹാ പ്ലസ് ഇന്ദ്ര, ഇൻമേസെ കോയി നഹി. മഹാ പ്ലസ് ഇന്ദ്ര, ആ പ്ലസ് ഇ എന്ന് വരുമ്പോൾ എ എന്നായി മാറുന്നു. അപ്പോൾ മഹാ പ്ലസ് ഇന്ദ്ര മഹേന്ദ്ര ആയി മാറുന്നു. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. മഹാ പ്ലസ് ഇന്ദ്ര ആണ് മഹേന്ദ്ര.
अगर मगर करना का अर्थ है कपट करना, बहाने बनाना, इधर की बात उधर करना, व्यर्थ समय गंवाना. കപട്ട് കർണ കള്ളത്തരം കാണിക്കുക, ബഹാനെ ബനാന എന്താണ് ഒഴിവാക്കലുകൾ പറയുക, ഒഴിവ് കഴിവുകൾ പറയുക എന്ന് പറയും. ഇധർ കി ബാത്ത് ഉധർ കർണ ഇവിടുത്തെ കാര്യം അവിടെ പറയുക, വ്യർത്ഥ സമയ ഗംവാന വെറുതെ സമയം കളയുക. ഏതാണ് അഗർ മഗർ കർണ എന്ന് വെച്ചാൽ കേൾക്കുമ്പോഴേ അറിയാം, നമ്മൾ പറയാറുണ്ട് ഒഴിവ് കഴിവുകൾ പറയുക. അതായത് ബഹാനെ ബനാന ഒഴിവ് കഴിവ് പറയാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിക്കുക, അതാണ് ബഹാന ബനാനയാണ് അതിൻ്റെ കറക്റ്റ്. ശുദ്ധ ശബ്ദ കോൺസാഹെ അടുത്ത വീണ്ടും ശുദ്ധമായ വാക്ക് ഏതാണ്? സച്ചിദാനന്ദ്, സച്ചിദാനന്ദ്, സചദാനന്ദ്, സച്ചിദാനന്ദ്. കാണുമ്പോഴേ അറിയാം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സച്ചിദാനന്ദാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. अगला देखिए, जो कहा न जा सके इसके लिए एक शब्द क्या है? जो कहा न जा सके പറയാൻ സാധിക്കാത്തത്, ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത് ഒറ്റ വാക്കിൽ? അകഥനീയ, അഗമ്യ, അജർ, അക്ഷമ്യ. എന്താണ്? കഥൻ എന്ന വാക്ക് അവിടെ വന്നിട്ടുണ്ട്. കഹ എന്നുള്ളതിന് തന്നെയാണ് കഥൻ എന്നുള്ളതും. വാക്ക് കാണുമ്പോൾ തന്നെ അറിയാം അകഥനീയാണ് ശരിയായ ആൻസർ. അടുത്ത് നോക്കൂ, സമയക്ക് ദൃഷ്ടിസെ അനുകൂൽ, സമയമനുസരിച്ച് അനുകൂലമായത് എന്നുള്ളതിന് ഏത് വാക്കാണ് പറയുക? അർത്ഥം ഏത് വാക്കാണ്? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള വാക്കുകൾ വളരെ സാമ്യമുള്ളവയാകും. അനുകൂൽ, സമയാനുകൂൽ, പ്രതികൂൽ, സമാനുകൂൽ. സമയവും അനുകൂലും ചേരുന്ന ഏത് വാക്കാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള സമയാനുകൂലാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നു. ആൻസർ ഓപ്ഷൻ ബി, സമയക്ക് ദൃഷ്ടിസെ അനുകൂൽ, സമയാനുകൂൽ എന്നതാണ് ശരി. ജോ സബ് കുച്ച് ജാൻതാ ഹെ, എല്ലാം അറിയുന്ന ആൾ. എന്താണ് അതിൻ്റെ അർത്ഥം? അജ്ഞ, കൃതജ്ഞ, വിശേഷജ്ഞ, സർവജ്ഞ. അജ്ഞ എന്ന് വെച്ചാൽ അറിവില്ലാത്ത ആളാണ്. കൃതജ്ഞ എന്ന് വെച്ചാൽ കൃതജ്ഞതയുള്ളയാൾ, നന്ദിയുള്ളയാൾ. വിശേഷജ്ഞ എന്ന് വെച്ചാൽ എന്താണ്? വിശേഷപ്പെട്ട അറിവുള്ള ആൾ, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. സർവജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എല്ലാത്തിനെയും പറ്റി അറിവുള്ള ആൾ എന്നുള്ളതാണ്. സർവജ്ഞനാണ് അവൻ എന്ന് പറയും, അല്ലെങ്കിൽ അവൻ സർവജ്ഞ പീഠം കയറിയിരിക്കുകയാണെന്ന് പറയും, എല്ലാ അറിവും നേടി എന്നതിൻ്റെ അർത്ഥം. തോ क्या है अर्थ? जो सब कुछ जानता है वो तो സർവജ്ഞ है. ഓപ്ഷൻ ഡി സർവജ്ഞ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജിസ്കി ഗർദൻ സുന്ദർ ഹെ, ആരുടെ കഴുത്താണോ സുന്ദരമായിട്ടുള്ളത്? എന്താണ്? സുദർശൻ, സുഗ്രീവ്, സുഗർദൻ, സുഗത്. ഗ്രീവം എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ഠം എന്ന് തന്നെയാണ്, കഴുത്ത് എന്ന് തന്നെയാണ്. സുഗ്രീവൻ എന്ന കഥാപാത്രം നമുക്കറിയാം. സുഗ്രീവാണ് ശരിയായ ഉത്തരം. സുഗ്രീവ്, സുന്ദരമായ ഗ്രീവയുള്ളവൻ സുഗ്രീവ്. ഗ്രീവ എന്നാൽ കഴുത്ത്, കണ്ഠം എന്ന അർത്ഥം കൂടി ഉണ്ട്. അഗ്ല एक വിലോം ശബ്ദ ഹെ, ജ്യേഷ്ഠ കാ വിലോം ശബ്ദ ക്യാ ഹെ? ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ എന്നുള്ളതിൻ്റെ എതിർപദം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? പൂർവ്വ, അഗജ്, കനിഷ്ഠ, ഭൂത്. എന്താണ്? ജ്യേഷ്ഠ ഓപ്പോസിറ്റ് കനിഷ്ഠാണ്, ഇളയത്, മൂത്തത്, ഇളയത് എന്നുള്ളത്. കനിഷ്ഠ എന്ന് വെച്ചാൽ ഇളയത് എന്നുള്ളതാണ്. കനിഷ്ഠപുത്രൻ എന്ന് വെച്ചാൽ ഇളയ പുത്രൻ എന്നുള്ളതാണ്. അഗ്ല ദേഖിയെ, ഗമൻ കാ വിലോം ശബ്ദ ഹെ. ഗമൻ എന്നതിൻ്റെ വിലോം ശബ്ദ എന്താണ്? ഗമനം എന്നാൽ പോക്ക് എന്നുള്ളതാണ്, പോവുക. അപ്പോൾ വരവ് എന്നതിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വരിക എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ചഠ്ന, ജാന, ഉത്തർന, ആഗമൻ. ചഠ്ന എന്ന് വെച്ചാൽ കയറുകയാണ്, ജാന പോവുകയാണ്, ഉത്തർന എന്ന് വെച്ചാൽ ഇറങ്ങുകയാണ്, ആഗമൻ എന്താണ്? വരവ് എന്നുള്ളതാണ്, വരിക അല്ലെങ്കിൽ വരവ് എന്നുള്ളതാണ്. അപ്പോൾ ഗമൻ, ആഗമൻ എന്നതാണ് അതിൻ്റെ ശരിയായ വിലോം ശബ്ദ, യാനി ഓപ്പോസിറ്റ് വേർഡ്. ഇൻമേ സെ കോൺ സി വിപരീതാർത്ഥക് ശബ്ദ പദച്ഛട് കാ അർത്ഥ ഹെ? നമ്മൾ റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. അത് എന്താണ്? പദച്ഛട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇല കൊഴിയുകയാണ്, ഇല മുളയ്ക്കുന്നത് വസന്ത് ആണ് അതിൻ്റെ വിപരീത പദശബ്ദം. ഗിരീഷ് മേ കോൺ സാ സന്ധി ഹെ? ഗിരീഷ് എന്ന വാക്കിൽ സന്ധി വിച്ഛേദം ചെയ്യുമ്പോൾ ഏത് തരം സന്ധിയാണ് വരുന്നത്? ഗിരി പ്ലസ് ഈശ് ആണ്. ഈ വരുന്നത് കൊണ്ട് എന്താണ്? ദീർഘസന്ധിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗിരീഷ്, ഗിരി പ്ലസ് ഈശ് വന്നതുകൊണ്ട് ദീർഘസന്ധിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അഗല പ്രശ്നം ദേഖിയെ, ബഹാവ് ശബ്ദ മേ പ്രയുക്ത പ്രത്യയ കോൺ സാ ഹെ? ബഹാവ് എന്ന വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യയം, സഫിക്സ് എന്താണ്? അവസാനം ചേർക്കുന്ന വാക്ക് ഏതാണ്? ബഹ് ആണോ, ആവ ആണോ, ആവ് ആണോ, ഹാവ് ആണോ? ഇതാണ് ഓപ്ഷൻ. എന്താണ്? ബഹ് പ്ലസ് ആവ് ആണ് എന്ത്? ബഹാവ് എന്ന് നമുക്ക് അറിയാം. ബഹ് പ്ലസ് ആവാണ്, അതുകൊണ്ട് ആവ് എന്നുള്ളതാണ് അതിൻ്റെ
പ്രത്യയം അല്ലെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന കറക്റ്റായിട്ടുള്ള പ്രത്യയ ശബ്ദം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആവ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പുരോഹിതമേ ഉപസർഗ് ഹെ, പുരോഹിത് എന്ന വാക്കിലുള്ള ഉപസർഗം അല്ലെങ്കിൽ പ്രിഫിക്സ് ഏതാണ്? ആദ്യം ചേർത്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. പുരസ്, പുര്, പുരാ, പുരഹ. എന്താണ്? പുരഹ പ്ലസ് ഹിത്, അവസാനത്തെ വിസർഗമുള്ള പുരഹ പ്ലസ് ഹിത ആണ് എന്ത്? പുരോഹിത്. പുരഹ പ്ലസ് ഹിത്, പുരോഹിത് എന്നതാണ് കറക്റ്റായ വാക്ക്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. കിസ് ശബ്ദമേ ആവ പ്രത്യയം നഹി ഹെ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലാണ് ആവ എന്ന പ്രത്യയം ഇല്ലാത്തത്, സഫിക്സ് ഇല്ലാത്തത് എന്നതാണ് ചോദ്യം. ദിഖാവ, ഭുലാവ, ലാവ, ഛടാവ. ദിഖാവയിൽ ദിഖ് പ്ലസ് ആവയുണ്ട്, ഭുലാവയിൽ ആവയുണ്ട്, ചഠാവ എന്നതിലും ആവ പ്രത്യയമായിട്ടുണ്ട്. ലാവ എന്നുള്ളതിൽ എന്തില്ല? ലാവ എന്നത് ഒരു വാക്ക് തന്നെയാണ്, അതിൽ ആവ എന്ന പ്രത്യയം ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ലാവ എന്നുള്ളതാണ്. കിസ് ശബ്ദമേ ഉപസർഗ കാ പ്രയോഗ് ഹുവാ ഹെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് ഉപസർഗം ചേർന്ന വാക്ക് എന്നതാണ്. ലാഭദായക്, അപ്നാപ്പൻ, ഉപകാർ, പഠായി. ഉപസർഗം ചേർന്നിരിക്കുന്നത് ഏതാണ്? ലാഭദായകാണോ, അപ്നാപ്പനാണോ, ഉപകാറാണോ, പഠായി ആണോ? ഉപകാറാണ് കറക്റ്റായിട്ടുള്ള വാക്ക്. ഉപ എന്നതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല, ഉപകാർ ആണ് അതിൽ കറക്റ്റായ വാക്ക്. ലാഭദായക, ലാഭദായക രണ്ട് വാക്കുകളാണ്. ഉപകാറാണ് ശരിയായിട്ടുള്ള ഉപസർഗം ചേർന്ന വാക്ക്. ഉപ എന്ന ഉപസർഗമാണ് ചേർന്നിരിക്കുന്നത്. നിമ്നമേസെ കിസ് ശബ്ദമേ പ്രത്യയ പ്രയോഗ് ഹുവാ ഹെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് പ്രത്യയം ചേർത്തിട്ടുള്ളത്? വികൽ, ധനിക്, പുളക്, അളക്. ഏതാണ്? വികൽ എന്നതിൽ പ്രത്യയമില്ല, പുളക് എന്നതിലും പ്രത്യയമില്ല, ഒരു വാക്കാണ്. അളക് എന്നതും ഒരു വാക്കാണ്. പക്ഷേ ധനിക് എന്നുള്ളത് എന്താണ്? രണ്ട് വാക്കാണ്. അവസാനം പ്രത്യയം ചേർത്തുണ്ടാക്കിയ ധന്നിൻ്റെ കൂടെ ഇക് എന്ന പ്രത്യയം ചേർത്തിട്ടാണ് ധനിക് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യയം ചേർന്ന വാക്ക് ധനിക് എന്നതാണ്. ധൻ പ്ലസ് ഇക് ആണ് ധനിക് എന്ന വാക്ക്. അതുകൊണ്ട് പ്രത്യയമുള്ള ശബ്ദം അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അഗ്ലാ പ്രശ്ന ഹേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നിമ്നലിഖിതമേ കിസ് ശബ്ദമേ പ്രത്യയ ലഗാ ഹുവാ ഹെ, അടുത്തത് തന്നെയാണ്. പ്രത്യയം ചേർന്ന വാക്ക് കണ്ടുപിടിക്കുക. സാഗർ, ജാദൂഗർ, നഗർ, ഇൻമേസെ കോയി നഹി. സാഗർ എന്നത് ഒറ്റ വാക്കാണ്, സമുദ്രം എന്നതിൻ്റെ അർത്ഥം ഉള്ള വാക്ക്. ജാദൂഗാർ എന്ന് വെച്ചാൽ മാജീഷ്യൻ അല്ലെ മജീഷ്യൻ എന്നുള്ളതാണ്. മാജിക്ക് കാണിക്കുന്ന ജാദു കാ പ്രദർശൻ കർണേ വാല. ജാദു എന്ന് വെച്ചാൽ മാജിക്കാണ്. അപ്പോൾ ജാദുവിൻ്റെ കൂടെ ഗാർ എന്ന പ്രത്യയം ചേർന്നപ്പോഴാണ് എന്തായത്? ജാദൂഗാർ ആയത്. നഗർ നമുക്കറിയാം ഒരു വാക്കാണ്. ഇൻമേസെ കോയി നഹി എന്നുള്ള ഓപ്ഷൻ അവിടെ പ്രായോഗികതയില്ല. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ജാദൂഗാറാണ് പ്രത്യയം ചേർന്ന വാക്കെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചിരായു ശബ്ദമേ പ്രയുക്ത ഉപസർഗ് ഹെ, ചിരായു എന്ന വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപസർഗം ഏതാണ്? യു, ആയു, ചി, ചിർ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിരായു എന്താണ്? നമ്മളത് സന്ധി വിച്ഛേദം ചെയ്ത് നോക്കും മനസ്സിലാവും. ചിർ പ്ലസ് ആയു ആണ് ചിരായു. ചിർ പ്ലസ് ആയു ആണ് ചിരായു. അതുകൊണ്ട് തന്നെ ഉപസർഗം ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ചിർ എന്ന ഉപസർഗമാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ഉപസർഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചിർ എന്ന ഉപസർഗം ആണ്. കിസ് ശബ്ദമേ ഉപസർഗ് നഹി ഹെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കിനാണ് ഉപസർഗം ഇല്ലാത്തത്? പ്രിഫിക്സ് ആദ്യം ചേർക്കുന്ന പദം ശബ്ദാംശം ഇല്ലാത്തത് ഏതാണ്? പരാജയ, ഓഠ്ന, അപവാദ്, പ്രഭാവ്. ഏതാണ് ഉപസർഗം ഇല്ലാത്തത്? പരാജയത്തിൽ പര ഉണ്ട് ഉപസർഗം, അപവാദത്തിൽ അപ് ഉപസർഗമുണ്ട്, പ്രഭാവത്തിൽ പ്ര എന്ന ഉപസർഗമുണ്ട്, ഓഠ്ന എന്നുള്ളതാണ് ശരിയായ ഉപസർഗം ഇല്ലാത്ത വാക്ക്. അതായത് ഓപ്ഷൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉപസർഗം ഇല്ലാത്ത വാക്ക് ഓഠ്നയാണ്. അതൊരു വാക്കാണ്, പുതയ്ക്കുക എന്നുള്ള അർത്ഥം വരുന്നത്. അഗ്ലാ പ്രശ്നം ദേഖിയെ. നിരാശ ക സഹി സന്ധി വിച്ഛേദ് ഹേ, നിരാശ എന്ന വാക്കിനെ കൃത്യമായി സന്ധി വിച്ഛേദം ചെയ്താൽ എങ്ങനെയായിരിക്കും ആ വാക്കുണ്ടാവുക? നിർ പ്ലസ് ആശ, നീ പ്ലസ് ആശ, നിരാ പ്ലസ് ആശ, നിരഹ പ്ലസ് ആശ. എന്താണ് കറക്റ്റ് ആൻസർ? നമ്മൾ ഇതുപോലുള്ള വിസർഗങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസുകൾ കണ്ടിരുന്നു. നീ പ്ലസ് ആശയാണ് നിരാശ, അതായത് വിഗ്രഹമുള്ള നീ. നീ ഓപ്ഷൻ ബി ആയിട്ട് വരുന്ന നീ പ്ലസ് ആശയാണ് നിരാശ.
മഹോഷ്ണ ക സഹി സന്ധി വിച്ഛേദ് ഹേ. അടുത്തത് മഹോഷ്ണ എന്ന വാക്ക് സന്ധി വിച്ഛേദം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ആ പ്ലസ് ഉ ചേരുമ്പോഴാണ് ഓ ആയി മാറുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? മഹോഷ്ണ ഓ വരണമെങ്കിൽ ആ പ്ലസ് ഉ വരുമ്പോഴാണ് ഓ ആയി മാറുന്നത്. അപ്പോൾ എന്താണ്? മഹാ പ്ലസ് ഉഷ്ണ ആണ് മഹോഷ്ണ ആയി മാറുന്നു. മഹാ പ്ലസ് ഉഷ്ണ മഹോഷ്ണ ആയി മാറുന്നു. മഹാ പ്ലസ് ഉഷ്ണ, അതായത് ഓപ്ഷൻ ബി ആണ് അതിലെ ശരിയായിട്ടുള്ള ആൻസർ. മഹാ പ്ലസ് ഉഷ്ണാണ് മഹോഷ്ണ. जिस समास के दोनों पद अप्रधान होते हैं वहां पर कौन सा समास होता है? ഒരു സമാസത്തിലെ രണ്ട് പദങ്ങളും അപ്രധാനമാണെങ്കിൽ ആ സമാസത്തെ എന്ത് പറയും എന്നാണ് ചോദ്യം. ആലോചിക്കേണ്ടതാണ്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അതേതാണ്? ദിഗു സമാസിൽ എന്താണ്? പ്രധാനമാണ്, ഒരു സംഖ്യയും കാണും പദവും കാണും. ബഹുവ്രീഹി ആണോ തത്പുരുഷാണോ ദ്വന്ദ്വാണോ? ദ്വന്ദ്വത്തിൽ രണ്ടും ഒരുപോലെയാണ്. ഏതാണ്? ബഹുവ്രീഹിയാണ് പദങ്ങൾ അപ്രധാനമാകുന്നത്. രണ്ട് പദങ്ങളും അപ്രധാനമാണ്. കാരണം അതിൻ്റെ വിശേഷ അർത്ഥത്തിലേക്ക് നമ്മൾ പോകും. മുമ്പ് പറഞ്ഞ പോലെ മുരളീധർ എന്ന് പറയുമ്പോൾ ഉത്സവപ്പറമ്പിൽ ഓടക്കുഴലിൽ വിൽക്കുന്ന ആളിനെയല്ല നമ്മൾ ഓർക്കുക, എന്താണ്? ശ്രീകൃഷ്ണനെയാണ് ഓർക്കുക. അപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥത്തിന് അപ്പുറത്തേക്കുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം അവിടെ അപ്രധാനമായി പോകുന്നു. അതുകൊണ്ടാണ് ബഹുവ്രീഹി സമാസമാണ് അതിൻ്റെ ഉത്തരം. രണ്ട് പദങ്ങളും അപ്രധാനമായി പോകുന്ന സമാസം ബഹുവ്രീഹിയാണ്. दीनानाथ में कौन सा समास है? दीनानाथ में कौन सा समास है? कर्मधारय, ദ്വന്ദ്, ബഹുവ്രീതി, ബഹുവ്രീഹി, ദിഗു. ദീനന്മാരുടെ നാഥൻ എന്നതാണ്. അതാരാണ്? ഇപ്പോൾ ദൈന്യമുള്ളവരെ എല്ലാവരെയും പരിചരിക്കുന്നവർ ആരാകാം? ദീനതയുള്ളവരെ പരിചരിക്കുന്നവരെല്ലാം ദീനാനാഥനാവാം. പക്ഷേ നമ്മൾ ദീനാനാഥൻ എന്നുള്ള വാക്ക് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? ഈശ്വരന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എന്ന ഒരു അർത്ഥം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ബഹുവ്രീഹി സമാസാണ്. ദീനാനാഥ് ബഹുവ്രീഹി സമാസാണ്. അപ്പോൾ ദൈന്യത അനുഭവിക്കുന്ന എല്ലാവരെയും നോക്കുന്നവരെ വേണമെങ്കിൽ ദീനാനാഥ് എന്ന് വിളിക്കാം. പക്ഷേ നമ്മൾ ദീനാനാഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ആരെയാണ്? ഈശ്വരൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ഈശ്വരൻ എന്ന വിശേഷാർത്ഥം വരുന്നത് കൊണ്ട് ബഹുവ്രീഹി സമാസാണ് ദീനാനാഥ് എന്ന് ഉള്ളത്. നമ്മുടെ അവസാനത്തെ സ്ലൈഡാണ് ഈ ഒരു ഗ്രാമർ പാർട്ടിലെ. ദശമുഖ് മേ കോൺ സാ സമാസ് ഹേ. ദശമുഖ് എന്ന വാക്കിൽ ഏത് സമാസാണ്? ഇപ്പോൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും. കാരണം ദശമുഖൻ എന്ന പേര് കേൾക്കുമ്പം തന്നെ എന്താണ്? ആരെ ഓർമ്മ വരുന്നത്? 10 തലയുള്ള ഒരാളെ ഓർമ്മ വരും. അത് രാവണനാണ്. അപ്പോൾ വിശേഷ അർത്ഥത്തിലേക്ക് പോയി അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ നിന്നും അപ്പോൾ തന്നെ ഏത് സമാസാണെന്ന് മനസ്സിലാകുന്നു? ബഹുവ്രീഹി സമാസാണതെന്ന് മനസ്സിലാകുന്നു. ദശമുഖൻ രാവണനാണെന്ന് നമുക്കറിയാം, അല്ലെ? രാവണൻ ഉപയോഗിക്കുന്ന പദമാണെന്ന് നമുക്കറിയാം. ദേശപ്രേമേം കോൺസാ സമാസ് ഹെ. ദേശപ്രേം എന്ന വാക്കിൽ ഏത് സമാസാണ്? ദിഗുവല്ല, അവ്യയിഭാവല്ല, ബഹുവ്രീഹിയല്ല. ഏതാണ്? തത്പുരുഷ സമാസാണ്. ദേശ് കേ ലിയേ പ്രേം, ദേശത്തിനോടുള്ള സ്നേഹം. ദേശസ്നേഹം എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിനാണ് അവിടെ പ്രാധാന്യമുള്ള. ദേശത്തിനോടുള്ള സ്നേഹമാണ്. തത്പുരുഷ സമാസാണ്. രണ്ടാമത്തെ പദമാണ് പ്രധാനമായിട്ട് വരുന്നത്. തത്പുരുഷ സമാസാണ് അതിൽ ഉത്തരം. ഓപ്ഷൻ ബി. അപ്പോൾ നിരവധി വാക്കുകളുടെ അല്ലെങ്കിൽ നിരവധി തരത്തിലുള്ള നമ്മൾ പഠിച്ച ഗ്രാമറുകളുടെ സംജ്ഞ, സർവനാമം, വിശേഷണം, പ്രത്യയ, ഉപസർഗ, സന്ധി എന്നിങ്ങനെയുള്ള വർത്തനീക്ക്, ശുദ്ധത, എല്ലാ തരത്തിലുമുള്ള ആൻസറുകൾ അല്ലെങ്കിൽ പ്രശ്നോത്തരങ്ങൾ നമ്മളിവിടെ പരിശോധിച്ചു. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് വീണ്ടും റിവൈസ് ചെയ്യുക. പറഞ്ഞു തന്ന ഗ്രാമർ പാർട്ടുകളെല്ലാം കൂടി റിവൈസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് सभी को शुभकामनाएं देते हुए परीक्षा के लिए उज्जवल विजय की शुभकामनाएं देते हुए समाप्त करता हूँ मैं. सभी को धन्यवाद. नमस्कार.